നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ RRB ജെയുടെയും ടെക്നീഷ്യന്റെയും പരീക്ഷയൊക്കെ വരാൻ ഇങ്ങനെ നിൽക്കുകയാണ്. സോ അവിടെ നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ആവാൻ പോകുന്ന ഒരു ടോപ്പിക് ആയിട്ടുള്ള ജനറൽ അവയർനെസ് നമുക്കൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും NCERTs എങ്കിലും കവർ ചെയ്തിട്ടുണ്ടാവും, ക്ലാസ്സുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ്. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കാനും ഇതിലൂടെ കുറച്ചും കൂടെ റിവിഷൻ നടത്താനും എളുപ്പമായിരിക്കും. അതല്ല, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെ മാക്സിമം മാർക്കുകൾ എങ്ങനെ സ്കോർ ചെയ്യാമെന്ന് കൂടെ നോക്കാം. നമുക്ക് കുറച്ച് എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാം, എങ്ങനെ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താമെന്ന് നോക്കാം. അറിയില്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ, അതിന് സാധിക്കുമോ, ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളുള്ളത്, വെയിറ്റേജ് മനസ്സിലാക്കാം. ഇനി ചോദ്യങ്ങൾ തന്നെ എത്രത്തോളം ഡെപ്തിൽ ചോദിക്കുന്നതെല്ലാം മനസ്സിലാക്കാം. ഓക്കെ, സോ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പോകണം, അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ നിങ്ങൾ റിവിഷൻ ഇതിലൂടെ നടക്കണം. നമ്മൾ ജൂനിയർ എഞ്ചിനീയറിംഗിന് പോകുന്നത് കൊണ്ട് നമ്മൾ ജൂനിയർ എഞ്ചിനീയറിംഗിന്റെ എക്സാം എഴുതും. നമ്മൾ ജൂനിയർ എഞ്ചിനീയേഴ്സ് ആണ്, നമ്മൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡിപ്ലോമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. സോ നമുക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്ന ജനറൽ അവയർനെസ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അതിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കിൽ പെട്ടതാണ് ജോഗ്രഫി. ജോഗ്രഫി നമുക്ക് എങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കാൻ പറ്റും നോക്കാം. എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ട്, കുറച്ച് പാടുള്ള ചോദ്യങ്ങൾ, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. സോ ബേസിക്കലി എളുപ്പമാണ്. സോ ഈ ഒരു കൺസെപ്ഷൻ നിങ്ങൾക്ക് പാടാണല്ലോ, ഇതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള മിസ്കൺസെപ്ഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനും കൂടിയാണ് ഈ സെഷന്റെ ഉദ്ദേശം. നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ നോട്ട് ഒന്ന് ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെലസ്റ്റിയൽ ബോഡി? ഇതിൽ ഏതാണ് സെലസ്റ്റിയൽ ബോഡി അല്ലാത്തത്? സോ അതിന് മുന്നേ നമ്മൾ എന്താ അറിയണം? സെലസ്റ്റിയൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. ഓക്കെ, സെലസ്റ്റിയൽ ബോഡി എർത്ത് അല്ലാത്തത് ബാക്കിയല്ല. നമ്മൾ എർത്തിൽ നോക്കുമ്പോൾ സ്പേസിൽ കാണുന്ന ബാക്കി എല്ലാ ഒബ്ജക്ട്സിനെയും ബാക്കി എല്ലാ ഫിനോമിനാസിനെയും സെലസ്റ്റിയൽ ബോഡീസ് നമുക്ക് വിളിക്കാം. ബാക്കി എല്ലാ ബോഡീസിനെയും ഒബ്ജക്ട്സിനെ നമുക്ക് സെലസ്റ്റിയൽ ബോഡി എന്ന് വിളിക്കാം. ഓക്കെ, സോ എർത്തിലുള്ളതല്ലാത്തത്, സോ എർത്തിലുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കാം? ടെറസ്ട്രിയൽ ബോഡി എന്ന് വിളിക്കാം. ഓക്കെ, ടെറസ്ട്രിയൽ ബോഡി, അതായത് ടെറസ് എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത് ലൈക്ക് ആണ്. എർത്ത് ലൈക്ക് ആണ് ടെറസ്. ഓക്കെ, ഈ എർത്ത് ലൈക്ക് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ അല്ലാത്തത്, എർത്തിലുള്ളതല്ലാത്തതെല്ലാം സെലസ്റ്റിയൽ ആണെന്ന് ഓർത്തു വയ്ക്കാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാ? സണ്ണ്, സ്റ്റാർ, പ്ലാനറ്റ്, ഓഷൻ. ഇതിൽ സെലസ്റ്റിയൽ ബോഡി അല്ലാത്തത് ഏതാ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ബോഡി ഏതാ? ഓഷൻ ആണ് ഇതിലെ ടെറസ്ട്രിയൽ ബോഡി. ഇത്ര എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കഴിഞ്ഞ കൊല്ലം ജെയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഇങ്ങനെ എളുപ്പമുള്ള ചോദ്യങ്ങളും വരാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിന് മുന്നേ സെലസ്റ്റിയൽ ബോഡി എന്താണ്? സെലസ്റ്റിയൽ ബോഡി ഒരു ഹെവൻലി ബോഡി ആർ ഒബ്ജക്ട്സ് ഇൻ സ്പേസ് സച്ച് ആസ് സൺ, മൂൺ, പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ്. പല തരത്തിലുള്ള എർത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സ്പേസിലെ പല ഒബ്ജക്ട്സിനെയാണ് നമ്മൾ വിളിക്കുക. അതിൽ ആസ്റ്റിറോയിഡ്സ് ഉണ്ട്, കോമറ്റ്സ് ഉണ്ട്, ഗാലക്സീസ് ഉണ്ട്, മീറ്ററോയിഡ്സ് ഉണ്ട്, ഇതെല്ലാം ഉൾപ്പെടും. ഓക്കെ, സോ സെലസ്റ്റിയൽ ബോഡി ബേസിക്കലി എന്താണ്? ഒരു അംബ്രല്ല ടേം ആണ്, ഓർത്ത് വയ്ക്കുക. ഇതെല്ലാം ഉൾപ്പെടുന്നതിനാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഓഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which celestial body was considered as a planet until 2006 വരെ അത് പ്ലാനറ്റ് ആയിരുന്നു. Since then it is not considered as a planet. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പ്ലൂട്ടോയാണ് ഉത്തരം. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി 3 ആൾക്കാരെ. സോ നമുക്ക് ഇതിനകത്ത് വാല്യൂ ആഡ് ചെയ്യാം. പിന്നെ ആരൊക്കെയാണ് ഉള്ളത്, അവരല്ലെങ്കിൽ ഈ ആൾക്കാരുടെ അവസ്ഥ എന്താ, അല്ലെങ്കിൽ പ്ലൂട്ടോയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു പ്ലാനറ്റ് അല്ലാതെ ആവുന്നതും പ്ലാനറ്റ് ആയി മാറുന്നതും എന്താണ് അതിന്റെ ക്രൈറ്റീരിയ നോക്കാം. സോ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ആണ് തീരുമാനിക്കുക ഒരു പ്ലാനറ്റുകളുടെ ക്രൈറ്റീരിയ എന്താണ്, ഒരു ഒബ്ജക്റ്റ് പ്ലാനറ്റ് ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്ന ആരാ? ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. കാര്യം സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് കുറെ രാജ്യങ്ങൾ കൂടി വേണം തീരുമാനിക്കാൻ. നമുക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ത്യക്കോ, റഷ്യക്കോ, അമേരിക്കക്കോ, ചൈനയ്ക്കോ മാത്രം തീരുമാനിക്കാൻ പറ്റില്ല. സോ ഒരു ആസ്ട്രോണമിക്കൽ യൂണിയൻ പോലെ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തിട്ട് ആ ഓർഗനൈസേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. സോ അവര് ഒരു സെലസ്റ്റിയൽ ബോഡി പ്ലാനറ്റ് ആവണമെങ്കിൽ ഈ 3 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്തി. ഒന്ന്, അതെന്ത് ചെയ്യണം? സണ്ണിന്റെ ചുറ്റും ഓർബിറ്റ് ചെയ്യണം. അടുത്തത്, അതിന് സഫിഷ്യന്റ് മാസ് വേണം. എന്തിന്? റിജിഡ് ബോഡികള് ടു ഓവർകം റിജിഡ് ബോഡി ഫോഴ്സ് ആൻഡ് അസ്യൂം എ നിയർലി റൗണ്ട് ഷേപ്പ്. ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാവാനും ഒരു ഗ്രാവിറ്റി കറക്റ്റ് ആയിട്ട് ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള മാസ് അതിന് വേണം. ഓക്കെ, സോ സണ്ണിനെ ഓർബിറ്റ് ചെയ്യണം, മാസ് വേണം. അതോടുകൂടെ തന്നെ അതിന്റെ നെയ്ബർഹുഡ് ക്ലിയർ ആയിരിക്കണം. അതിന്റെ റൂട്ടില് വേറെ ആസ്റ്റിറോയിഡ്സും കോമറ്റ്സും സ്പേസ് ഡെബ്രി ഒന്നും പാടില്ല. കാര്യം എന്താ? അതിന്റെ ഗ്രാവിറ്റി അത്രത്തോളം ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റും ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതിലെന്തൊരു ബുദ്ധിമുട്ട് പറ്റി? പ്ലൂട്ടോയിന് ഈ പറയുന്ന 2006 നമ്മൾ എന്ത് ചെയ്യും? 3ാമത്തെ കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട്, 3ാമത്തെ കണ്ടീഷൻ മീറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആക്കി മാറ്റി. ഡ്വാർഫ് പ്ലാനറ്റ്, കുള്ളൻ ഗ്രഹം.
ഓക്കെ, ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ അതിപ്പോ ഒരു ക്യൂപ്പർ ബെൽറ്റിലെ ഒബ്ജക്റ്റ്, അതായത് നമ്മുടെ ആസ്റ്റിറോയ്ഡ് ബെൽറ്റും ക്യൂപ്പർ ബെൽറ്റും എന്ന് പറഞ്ഞ രണ്ട് ബെൽറ്റ് ഉണ്ട് എവിടെ, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ. അതിലെ ക്യൂപ്പർ ബെൽറ്റിലെ ഒബ്ജക്റ്റ് ആയിട്ട് അതിനെ സ്റ്റാറ്റസ് മാറ്റി. ആദ്യം ഒരു പ്ലാനറ്റ് ആയിരുന്നു, ഇപ്പൊ ക്യൂപ്പർ ബെൽറ്റിലുള്ള ഒബ്ജക്റ്റ് ആക്കി. അതിന് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഒരു ഡ്വാർഫ് പ്ലാനറ്റ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കാണാം മെർക്കുറി, വീനസ്, മാഴ്സ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ആണ്. ഇതെല്ലാം ബാക്കിയുള്ള 4 ആൾക്കാർ എന്താണ്, ഗേഷ്യസ് അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ് ആണ്. ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട്, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിന്റെയും ജോവിയൻ പ്ലാനറ്റ്സിന് ഇടയിൽ ഒരു ബെൽറ്റ് ഉണ്ട്, അതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. മാഴ്സിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ബെൽറ്റ്. അതല്ലാതെ നെപ്റ്റ്യൂൺ അപ്പുറം ഒരു ബെൽറ്റ് ഉണ്ട്, അതാണ് ക്യൂപ്പർ ബെൽറ്റ്. ആ ക്യൂപ്പർ ബെൽറ്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്ലൂട്ടോന്റെ സ്റ്റാറ്റസ് മാറ്റി. ഓക്കെ, കാര്യം എന്താ, ഇവിടെ നമുക്കൊരു മേക്ക് കാണാം, ഇവിടെ ഒരു എറിസ് കാണാം. പ്ലൂട്ടോന്റെ ഏകദേശം സൈസ് ഉള്ള വേറെയും ആൾക്കാർ അവിടെ ഉണ്ട്. സോ എന്തുകൊണ്ട് പ്ലൂട്ടോനെ മാത്രം പ്ലാനറ്റ് ആക്കി? പറ്റത്തില്ല. കാര്യം എന്താ, പ്ലൂട്ടോന് ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഒന്നുമില്ല. പ്ലൂട്ടോയും ഒരു ഡ്വാർഫ് പ്ലാനറ്റ് തന്നെയാണ്. ഇനി ആരൊക്കെയാണ് ഡ്വാർഫ് പ്ലാനറ്റ്സ്? ഇതുപോലെ തന്നെ പ്ലാനറ്റിന് ഈ പറഞ്ഞ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത 5 ഡ്വാർഫ് പ്ലാനറ്റ്സിനെയാണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. 5 ഡ്വാർഫ് പ്ലാനറ്റ്സിന്. ആരൊക്കെ? ഒന്ന് സെറിസ്, അടുത്തത് പ്ലൂട്ടോ, അടുത്തത് ഹെർമൈ, അടുത്തത് മേക്ക്, അടുത്തത് എറിസ്. അതിൽ തന്നെ ഏറ്റവും വലുതാരാണ്? പ്ലൂട്ടോ. പിന്നീട് ഏറ്റവും ചെറുത് സെറിസ്. ഇനി സെറിസ് ഉള്ളത് എവിടെയാ? സെറിസ് ഉള്ളത് ആസ്ട്രോണമിക്കൽ ബെൽറ്റിലാണ്. കണ്ടോ, ആസ്ട്രോണമിക്കൽ ബെൽറ്റിലാണ് സെറിസ് ഉള്ളത്. ബാക്കി എല്ലാ ആൾക്കാരും ക്യൂപ്പർ ബെൽറ്റിലുള്ള. ഓക്കെ, ആസ്ട്രോണമിക്കൽ ബെൽറ്റിൽ സെറിസും ബാക്കി പ്ലൂട്ടോ, ഹോമൈ, മേക്ക് ആൻഡ് എറിസ്, ഇവർ 4 പേരും എവിടെയാണുള്ളത്? ക്യൂപ്പർ ബെൽറ്റിലാണുള്ളത്. ഓർത്തു വയ്ക്കുക. ഓക്കെ അല്ലേ? സോ ഇവർ 5 പേരാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഡ്വാർഫ് പ്ലാനറ്റ്സ്. ചോദ്യങ്ങൾ വരാം ഇവിടെ നിന്നിട്ട്. ഓർത്തു വയ്ക്കുക. കാര്യം ഇവർ 5 പേരെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പ്ലൂട്ടോനെ തരം താഴ്ത്തിയത് കൊണ്ടും, തരം താഴ്ത്തിയെന്ന് പറയാൻ പറ്റില്ല, ബേസിക്കലി സ്റ്റാറ്റസ് മാറ്റി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കേണ്ടത്. പ്ലാനറ്റിന്റെ ക്രൈറ്റീരിയ ഓർത്തു വയ്ക്കുക. പ്ലൂട്ടോനെ എടുത്ത് മാറ്റി, 2006 എടുത്ത് മാറ്റിയത്, ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ എടുത്ത് മാറ്റിയത്. ബാക്കി 5 ഡ്വാർഫ് പ്ലാനറ്റ്സിന്റെ പേരും കൂടെ ഓർത്തു വയ്ക്കുക. ഓക്കെ അല്ലേ? ഏറ്റവും വലുത് പ്ലൂട്ടോ, ഏറ്റവും ചെറുത് സെറിസ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? പ്ലൂട്ടോ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫിക്സ്ഡ് പാത്ത് ഓൺ വിച്ച് എ പ്ലാനറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ? സണ്ണിന്റെ ചുറ്റും ഫിക്സ്ഡ് പാത്ത് റിവോൾവ് ചെയ്യാൻ നമ്മൾ കണ്ടു. ഒരു പ്ലാനറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? അതിനൊരു ഓർബിറ്റ് വേണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ് ഒരു പ്ലാനറ്റ് ആവാനുള്ളത്? ഓർബിറ്റ് വേണം. സോ റിംഗ്സ് ആണോ? അല്ല, റിംഗ് വേണം നിർബന്ധമില്ല. പൊതുവെ ജോവിയൻ പ്ലാനറ്റ്സിന് മാത്രമേ റിംഗ് ഉള്ളൂ. അപ്പൊ റിംഗ് ആവണം നിർബന്ധമില്ല. പിന്നെ ആരാ? പാത്താണോ? അല്ല. ആക്സിസ് ആണോ? അല്ല. ആക്സിസും ഒരു പ്ലാനറ്റ് ചുറ്റും കറങ്ങുന്ന ആ ഏരിയക്ക് വിളിക്കുന്ന പേരല്ല. പിന്നെന്താണ്? ഓർബിറ്റ് ആണ് ഇതിന് ഉത്തരം. എന്താണ്? ഓർബിറ്റ് ആണ് ഉത്തരം. പ്ലാനറ്റിന്റെ ക്രൈറ്റീരിയസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇത് എളുപ്പമാണ്. ഓർബിറ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എന്നാലും ഞാൻ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. അത് വിച്ച് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ് ഷൈൻസ് ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്? ഓക്കെ, ഇതിൽ ഏത് സെലസ്റ്റിയൽ ബോഡിയാണ് അറ്റ് നൈറ്റിൽ ഷൈൻ ചെയ്യുന്നത്? മാർസ്, മൂണ്, ജൂപ്പിറ്റർ, സ്റ്റാർ. ബേസിക്കലി ഇവരെല്ലാവരും ഷൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഒരു കുഴപ്പമുണ്ട്. ഇവരെല്ലാവരും ഷൈൻ ചെയ്യും. ചിലർ റിഫ്ലക്ട് ചെയ്യും, ചിലർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ബേസിക്കലി സ്റ്റാർസ്, അത് സൺ ആയിക്കോട്ടെ, ഇനി വേറെ ഏതെങ്കിലും സ്റ്റാർ ആയിക്കോട്ടെ, പ്രോക്സിമ സെഞ്ചുറി പോലെയോ അല്ലെങ്കിൽ തിരുവാതിര പോലെയുള്ളതോ ബെറ്റൽഗീസോ, ഇതുപോലെയുള്ള സ്റ്റാർസ് എല്ലാം തിളങ്ങുന്നുണ്ട്. ഓക്കെ, അതല്ലാതെയുള്ള എല്ലാ ഒബ്ജക്ട്സും, മിക്കവാറും ഒബ്ജക്ട്സ് മെയിൻ ആയിട്ട് ലൂമിനസ് ആയിട്ടുള്ളത്, സെൽഫ് ലൂമിനസ് ആയിട്ടുള്ളത്, നമ്മൾ സ്റ്റാർസ് ആണ് മെയിൻ ആയിട്ട് സെൽഫ് ലൂമിനസ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം മിയർലി റിഫ്ലക്ട് ചെയ്യാണ് അല്ലെങ്കിൽ നോൺ ലൂമിനസ് ആണ്. ഓക്കെ, ബാക്കി എല്ലാ ഒബ്ജക്ട്സും നോൺ ലൂമിനസ് ആണ്. മാർസും മൂണും ജൂപ്പിറ്ററും സാറ്റേണും പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, ഇവരെല്ലാവരും മിയർലി എന്താ ചെയ്യുന്നത്? ഇവര് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ ഷൈൻസ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള ഉത്തരം സ്റ്റാർ ആണ്. ഇവിടെ നമുക്ക് ഒന്നല്ലെങ്കിൽ ട്വിങ്കിൾ ചെയ്യുന്ന ആരാന്ന് ചോദിക്കാം. സ്റ്റാർസ് മാത്രമേ ടിങ്കിൾ ചെയ്യുള്ളൂ. നമ്മളെക്കാൾ ഒരുപാട് ദൂരെ ആയതുകൊണ്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? ടിങ്കിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലൂടെ എല്ലാം കടന്നുപോയി സിഗ്സാക്ട് ആയിട്ട് റിഫ്രാക്ട് ചെയ്ത് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ട്വിങ്കിൾ ചെയ്യുന്നല്ലേ. ആ സമയത്ത് പ്ലാനറ്റ്സ് നമ്മുടെ അടുത്താണ് പൊതുവെ, ബാക്കിയെല്ലാം നമ്മുടെ അടുത്തുള്ള നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അവരൊന്നും ട്വിങ്കിൾ ചെയ്യണമെന്ന് തോന്നുന്നില്ല. സോ ട്വിങ്കിൾ ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ സ്റ്റാർ എന്ന് പറയാം. അതല്ലെങ്കിൽ സെൽഫ് ലൂമിനസ് ബോഡി ആരാന്ന് വെച്ചാൽ സ്റ്റാർ എന്ന് പറയാം. പക്ഷെ വെറുതെ ഷൈൻ ചെയ്യുന്ന കാര്യം ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. സ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് റൈസ് ചെയ്യാൻ, അവർ ക്യാൻസൽ ചെയ്തോളും, പ്രശ്നം വരില്ല. സ്റ്റിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതുക. അവർ ഉദ്ദേശിക്കുന്ന ആൻസർ സ്റ്റാർ ആണ്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്വന്തമായിട്ട് ഷൈൻ ചെയ്യാൻ കഴിവുള്ളത് അവർക്ക് മാത്രമാണ്. ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് ചെയ്യുന്നത്, അല്ലെ? ഹൈഡ്രജൻ ഹീലിയം ആവുന്ന ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് സംഭവിക്കുന്നത്. സോ അതിന്റെ ഉത്തരം സ്റ്റാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദാറ്റ് ലൈറ്റ് ഓൺ ദ മേക്സ് മൂൺ വിച്ച് ഇറ്റ് വിസിബിൾ ഫ്രം ദ സൺ ഫ്രം ദ എർത്ത്? ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഗ്രാമർ കുറച്ച് ബുദ്ധിമുട്ടാണ്.
ബേസിക്കലി എർത്തിൽ നിന്ന് നോക്കുമ്പോൾ മൂണിന് വിസിബിൾ ആവുന്ന ഫിനോമിന എന്താണ്, എന്തുകൊണ്ടാണ് നമുക്ക് എർത്തിൽ നോക്കുമ്പോൾ മൂൺ വിസിബിൾ ആയിട്ട് തോന്നുന്നത്, അതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ ഗ്രാമറിന് കുറച്ച് പ്രശ്നമുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്കിൽ അങ്ങനെ കിടക്കുന്നത്. ഓക്കെ, അതിന് കാരണമായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് സൺലൈറ്റ് ഫോൾസ് ഓൺ മൂൺ ആൻഡ് ദി ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഈസ് വിസിബിൾ ടു അസ്. ശരിയായിട്ടുള്ള കാര്യമാണ്. സൺലൈറ്റ് മൂണിൽ പതിക്കുകയും അത് റിഫ്ലക്ട് ചെയ്ത് നമുക്ക് എന്താ വിസിബിൾ ആയിട്ടുള്ള ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നു. അതുകൊണ്ടാണ് നമുക്ക് പല സമയത്തും പല ഏരിയാസ് കാണാൻ പറ്റുന്നത്. അത് ശരിയാണ്. ഇനി അടുത്ത ആളെ നോക്കാം. മൂൺ ഗെറ്റ്സ് ലൈറ്റ് ഫ്രം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റിവോൾവിംഗ് അറൌണ്ട് ദ എർത്ത്. അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? അങ്ങനെ ഒരു കാര്യമില്ല. നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ. മൂൺ ഹാസ് ഇറ്റ്സ് ഓൺ ലൈറ്റ്. അതും തെറ്റാണ്. സെൽഫ് ലൂമിനസ് ആണോ? സെൽഫ് ലൂമിനേറ്റഡ് ആണോ? അല്ല, റിഫ്ലക്ട് ചെയ്യാൻ മാത്രം, നോൺ ലൂമിനസ് ബോഡിയാണ്. അടുത്തത് മൂൺ ഗെറ്റ്സ് ലൈറ്റ് ഫ്രം എർത്ത്. എർത്ത് ആണോ ലൈറ്റ് കൊടുക്കുന്നത്? അതുമല്ല. നിങ്ങൾക്കൊരു ഉത്തരം ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിയാലും ബാക്കി ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഉറപ്പ് വരുത്താം. നമ്മൾ ഒരു മാർക്ക് പോലും കളയരുത്. ഒരു മാർക്ക് കൊണ്ട് ഒരുപാട് റാങ്കുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി ഓർപ്പിക്കുക. സോ അതിന്റെ ഉത്തരം സൺലൈറ്റ് ഫോൾസ് ഓൺ മൂൺ ആൻഡ് വി സീ ദ ഇലുമിനേറ്റഡ് പാർട്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് വാട്ട് ടൈപ്പ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് എർത്ത്. എർത്ത് എന്ത് ടൈപ്പ് ഉള്ള സെലസ്റ്റിയൽ ബോഡീസാ? നമ്മുടെ ടെറസ്ട്രിയൽ പ്ലാനറ്റിൽ പെട്ട ഒരാളാണ് എർത്ത്. ഓക്കെ, സോ പ്ലാനറ്റ് ആണ്. സാറ്റലൈറ്റും കോമറ്റും സ്റ്റാറൊന്നും അല്ല. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് വാട്ട് ആർ ദ സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവിംഗ് അറൌണ്ട് പ്ലാനറ്റ്സ് കോഡ്. പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്ന സെലസ്റ്റിയൽ ബോഡീസ് വിളിക്കുന്ന പേര് എന്താ? കോമറ്റ്സ് ആണോ? അല്ല. മീറ്ററോയിഡ്സ് ആണോ? അല്ല. പിന്നെ ആരാണ്? സാറ്റലൈറ്റ്സ് ആണോ? സ്റ്റാർസ് ആണോ? കോമറ്റ്സ് ആണോ? മീറ്ററോയിഡ്സ് ആണോ? ആദ്യം ഒരു സ്റ്റാർ ഉണ്ട്. സ്റ്റാറിന് ചുറ്റും ഒരു പ്ലാനറ്റ് കറങ്ങും. പ്ലാനറ്റിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് കറങ്ങും. ഓക്കെ അല്ലേ? ഓർത്ത് വയ്ക്കുക. അതിന്റെ ആൻസർ സാറ്റലൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഈ സാറ്റലൈറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് പ്ലാനറ്റ്സിന്റെ സാറ്റലൈറ്റും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ആരൊക്കെയുണ്ട്? കറന്റ് നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് എന്താണ്? എർത്തിന് ഒരു സാറ്റലൈറ്റ് ആണ് ഉള്ളത്. ഓക്കെ, മാർസിന് 2 സാറ്റലൈറ്റ് ആണ് ഉള്ളത്. ഓക്കെ, ജൂപ്പിറ്ററിന് 95, സാറ്റേണിന് 146, യുറാനസിന് 28, നെപ്റ്റ്യൂണിന് 16. ലേറ്റസ്റ്റ് നാസയിലുള്ള ഇൻഫർമേഷൻ ഇങ്ങനെയാണ്. സോ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാ? ജൂപ്പിറ്ററിനാണോ അതോ സാറ്റേൺ ആണോ? എപ്പോഴും ഇവർ തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കും. നിലവിൽ സാറ്റേൺ ആണ് ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ്ഡ് സാറ്റലൈറ്റ്സ് ഉള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതലുള്ളത് സാറ്റേൺ. ഇനി ആ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിലാക്കുക. ഇനി ഇല്ലാത്ത ആൾക്കാർ 2 പേരുണ്ട്. എന്താണ്? മെർക്കുറി ആൻഡ് വീനസ്. ഇവർക്ക് 2 പേർക്കും സാറ്റലൈറ്റ്സ് ഇല്ല. അതും കൂടെ ഓർത്തു വയ്ക്കുക. മെർക്കുറിക്കും വീനസിനും സാറ്റലൈറ്റ്സ് ഇല്ല. 0 സാറ്റലൈറ്റ്സ് ആണ്. ഓക്കെ, അതും ചോദ്യത്തിൽ വരാം, അത്ര എളുപ്പമുള്ളതായതുകൊണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഓർത്തു വയ്ക്കണം. എർത്തിന്റെ മൂന്ന് നമുക്കറിയാം. മാർസ് നമ്മൾ മംഗൾയാൻ എന്ന് പറഞ്ഞൊരു മിഷൻ പോകുന്നുണ്ട്. സോ ആ മിഷൻ എല്ലാം വന്നതുകൊണ്ടും നമ്മൾ ഇലോൺ മസ്കിന്റെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. കോളനൈസ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട്. നമ്മൾ മാർസിലേക്ക് വീണ്ടും വെള്ളം കണ്ടെത്തുന്നു. വീണ്ടും അവിടത്തേക്ക് കൂടുതൽ പേടകങ്ങൾ വിടുന്നു. ഓക്കെ, റോവേഴ്സും ലാൻഡേഴ്സും ഒക്കെ വിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താ? അതിന്റെ 2 പേരെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഫോബോസ്, ഡീമോസ്. ഈ ഫോബോസ് ഡീമോസ് ആരുടെയാ? മാർസിന്റെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ജൂപ്പിറ്ററിനെയും കൂടെ പഠിച്ചു വെക്കണം. അതിന്റെ കാരണം എന്താ? ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ്സ് നമ്മൾ ഗലീലിയൻ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഏതൊക്കെയാ? ലോ, യൂറോപ്പ, ഗാനിമേഡ്, കാലിസ്റ്റോ. ഈ 4 പേരെ ഓർത്തു വയ്ക്കുക. കാര്യം എന്താ? ഗലീലിയൻ സാറ്റലൈറ്റ്സ് എന്നാ വിളിക്കുക അവരെ. അതും കൂടെ ഓർത്തു വയ്ക്കുക. സോ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ഏതാണ്? ഗാനിമേഡ് ജൂപ്പിറ്ററിന്റെ. ഏറ്റവും ചെറിയ സാറ്റലൈറ്റ് ടൈറ്റാൻ. ഇതിന്റെ സാറ്റേണിന്റെ. ഓക്കെ അല്ലേ? സോ ഏറ്റവും വലുത് ജൂപ്പിറ്ററിന്റെ ഗാനിമേഡ് ആണ്. രണ്ടാമത്, നേരത്തെ പറഞ്ഞ് മാറിപ്പോയോ, രണ്ടാമത് വലുത് ഏതാണ്? സെക്കൻഡ് ലാർജസ്റ്റ് സാറ്റേൺ ആണ്. സാറ്റേണിന്റെ ടൈറ്റാൻ ആണ്. സോ നമുക്കിപ്പോ തൽക്കാലം എന്ത് ചെയ്യാം? എർത്തിന്റെയും മാർസിന്റെയും ജൂപ്പിറ്ററിനെയും പഠിച്ചു വയ്ക്കാം. പ്ലൂട്ടോന്റെ ചാരോൺ ഒന്ന് ഓർത്തു വയ്ക്കാം. സോ 1, 2, 3, 4, 5 പേരുടെ ഓർത്ത് വെച്ചാൽ ബാക്കി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് പഠിക്കുക. അപ്പൊ ആ ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് ഗസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നും അറിയാൻ നമ്മളത് ആൻസർ ചെയ്താൻ പറ്റുമെന്ന് വിചാരിക്കരുത്. കുറച്ച് അറിഞ്ഞിരുന്നെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റണം. ബാക്കി നമുക്ക് മറന്നു പോകും. അപ്പൊ ഇവിടെ എന്ത് പറ്റുന്നു? പ്രോട്ടിയസ്, ട്രൈറ്റൺ, നെറിഡ്. ഇതൊക്കെ ഓർത്തിരിക്കാൻ പാടാ. ഇത് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. സ്റ്റിൽ എല്ലാം ഓർത്തിരിക്കല് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എർത്തിന്റെയും മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും പ്ലൂട്ടോന്റെയും ചെറിയ ചെറിയ ആൾക്കാരാ, അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഏറ്റവും വലുത് ഗാനിമേഡാന്ന് ഓർത്ത് വയ്ക്കുക. ഏറ്റവും ചെറുത് നമ്മുടെ ടൈറ്റാൻ എന്ന് ഓർത്ത് വയ്ക്കുക. സാറ്റേണിന്റെ. പിന്നെ നമുക്ക് എന്തോർത്ത് വയ്ക്കാം? സാറ്റേൺ ആണ് ഏറ്റവും കൂടുതലുള്ളത്, 146. ജൂപ്പിറ്ററിന് 95. പിന്നെ ഓർത്ത് വയ്ക്കാം മെർക്കുറിക്കും വീനസിനും ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസർ സാറ്റലൈറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മൂൺ റിവോൾവ്സ് അറൌണ്ട് വിച്ച് സെലസ്റ്റിയൽ ബോഡി? നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്നാലും ഒന്നും കൂടെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഇട്ടുന്നുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഈ തവണ മാറിയേക്കാം. സ്റ്റിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. നിങ്ങൾ പേടിക്കണ്ട. മാക്സിമം കോൺഫിഡൻസിൽ പോയി എഴുതുക. ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ,
അടുത്തത് വിച്ച് ഈസ് ദ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് പ്ലാനറ്റ് എർത്ത്. പ്ലാനറ്റ് എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞാണ് മൂണാണ്. ബാക്കിയെല്ലാം എർത്തിന് തന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ്. ബാക്കിയെല്ലാം കറണ്ട് അഫേഴ്സിൽ നിങ്ങൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി വെച്ചിട്ട് പോവാട്ടോ. ബാക്കിയെല്ലാം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ്. ഓക്കെ, സോ മൂൺ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോൺസ്റ്റലേഷൻ വിച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് ഹണ്ടർ. എന്താണ് ഈ കോൺസ്റ്റലേഷൻ? ഹണ്ടർ അല്ലെങ്കിൽ വേട്ടക്കാരൻ എന്ന് വിളിക്കുന്ന കോൺസ്റ്റലേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നക്ഷത്ര കൂട്ടത്തിനെയാണല്ലോ നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് വിളിക്കുക. ഒരു പാറ്റേൺ ഉള്ള നക്ഷത്ര കൂട്ടത്തിനാണ്, ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ നമ്മൾ കോൺസ്റ്റലേഷൻ വിളിക്കുക. അതിൽ വേട്ടക്കാരൻ ആരാണ്? നമ്മൾ പൊതുവേ ഇതങ്ങനെ കേൾക്കാറില്ലാത്ത ഒരാളാണ്. അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിന് അങ്ങനെ ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെ നിന്ന് ചോദിച്ചു? അതിനൊരു ആൻസർ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ? NCERT ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു NCERT ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള പുതിയ NCERT-യിൽ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു NCERT ഉണ്ട് 6ാം ക്ലാസ്സിന്റെ. അതില് കോൺസ്റ്റലേഷൻസും സ്റ്റാർസും കൊടുത്തിട്ടുണ്ട്. ഇതിന് പഴയ NCERT കഴിഞ്ഞ നടത്തിയപ്പോൾ NCERT-യിലും ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായതുകൊണ്ടാണ് അവർ ഈ ചോദ്യം ചോദിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇതിലുള്ള കാര്യങ്ങളാണ് ജെയ്ക്ക് ചോദിച്ചിട്ടുള്ള കോൺസ്റ്റലേഷന്റെ എല്ലാ ചോദ്യവും NCERT-യിലുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതാ പറയാം, NCERT പഠിച്ചു കഴിഞ്ഞാൽ കുറെ ചോദ്യങ്ങൾ അങ്ങനെ ആൻസർ ചെയ്യാം. സോ ഇവിടെ എന്താ പറയുക? ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഫോമിംഗ് പാറ്റേൺസ് ആർ കോൺസ്റ്റലേഷൻസ്. The regions of sky which include this group of stars are defined at constellations. Constellations. Constellation നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാറിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കൈനെ മൊത്തം ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള 88 കോൺസ്റ്റലേഷനെയാണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. 88 കോൺസ്റ്റലേഷനെ. An internationally agreed set of constellation boundaries are defined by International Astronomical Union in the early 20th century. 88 constellations are officially listed. 88, അത് ഓർത്തു വയ്ക്കുക. അതാണ് ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? ഒരാള് ഒറിയോൺ. ഓക്കെ, ഒറിയോണും പിന്നെ അടുത്ത ആളുടെ പേരെന്താ? കാനിസ് മേജർ. അടുത്ത ആളുടെ പേര് ടോറസ്. അപ്പോ ഒറിയോൺ, കാനിസ് മേജർ, ടോറസ്, ഇങ്ങനെ 3 പേരുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒറിയോൺ ഒരു വേട്ടക്കാരനാണെന്ന് പറയുന്നുണ്ട്. ഒറിയോൺ റെപ്രസെന്റ്സ് എ ഹണ്ടർ. ഒറിയോൺ ഒരു വേട്ടക്കാരനാണ്, ഒരു ഹണ്ടർ ആണ്. ഇനി കാനിസ് മേജർ അയാളുടെ ഡോഗ് ആണ്. ആ ഹണ്ടറിന്റെ ഡോഗ് ആണ് കാനിസ് മേജർ. കാനിസ് അങ്ങനെ ഓർത്തു വയ്ക്കുക. ടോറസ് അയാളുടെ ബുള്ളിനെ വേട്ടയാടാൻ പോകുന്ന കഥയായിട്ടാണ് ഇവര് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഒറിയോൺ എന്താണ്? ഒരു ഹണ്ടർ ആണ്. There are 3 stars in the middle which represent the belt of a hunter. ഞാൻ ഇമേജ് കാണിച്ചു തരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നു? Some people imagine that the hunter Orion followed by his dog constellation Canis Major is battling a bull. ഒരു ബുള്ളിനെ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാ നമുക്ക് നോക്കാം. എങ്ങനെയാ നോക്കാം? കണ്ടോ, ഇതാണ് ഒറിയോൺ, വേട്ടക്കാരൻ. വേട്ടക്കാരന്റെ ബെൽറ്റ് കണ്ടോ? 3 സ്റ്റാർസ് ഉള്ളതാണ്. ഇത് നമ്മൾ ഒറിയോൺ എന്ന് വിളിക്കുന്നു. ഈ ഒരാളെ നമ്മൾ ഒറിയോൺ എന്ന് വിളിക്കുന്നു. ഇത് ഒറിയോണിന്റെ ബുള്ളാണ്. ടോറസ് എന്നാണ് പേര്. ഒറിയോണിന്റെ ബുള്ള് പേരെന്താ? ടോറസ്. നിങ്ങൾ ബുള്ളിന്റെ പേരാണ് ടോറസ്. നിങ്ങൾ വണ്ടി കണ്ടിട്ടില്ലേ? ബുള്ളിനെ നമ്മൾ ടോറസ് എന്നാ വിളിക്കുക. പിന്നെ സീരിയസ് എന്ന് പറയുന്നത് ഡോഗ് ലൈക്ക്. സീരിയസ് അല്ല, കാനിസ് മേജർ എന്ന ഡോഗ് ലൈക്ക് എന്തുണ്ട്? കോൺസ്റ്റലേഷൻ കൂടെ ഉണ്ട്. സോ ഒരു വേട്ടക്കാരൻ അയാളുടെ ഡോഗ് കൊണ്ട് ഒരു ബുള്ളിനെ വേട്ടയാടാൻ പോകുന്ന പോലെയാണ് അവർ ഇമാജിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്തൊക്കെ പഠിക്കാം, എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം? കാനിസ് മേജർ, ഒറിയോൺ ഹണ്ടർ ആണ്. കാനിസ് മേജർ ഡോഗ് ആണ്. ടോറസ് ബുള്ളാണ്. ഇനി കാനിസ് മേജറിലുള്ള മേജർ സ്റ്റാർ ഏതാണ്? സിരിയസ്. ഈ സിരിയസ് എങ്ങനെയാ വരുന്നത്? നേരെ ബെൽറ്റിന്റെ നേരെ വരുന്നത്. ഒറിയോണിന്റെ ബെൽറ്റിന് നേരെയാണ് സിരിയസ് വരുന്നത്. ഇതെല്ലാം NCERT കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറിയോണിന്റെ ബെൽറ്റിന് നേരെയാണ് സിരിയസ് വരുന്നത്. സോ ഒറിയോണിന്റെ ബെൽറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒറിയോണെ കണ്ടുപിടിക്കാൻ സിരിയസിനെ ഉപയോഗിക്കാം, ലോക്ക് ചെയ്യാം. സോ കാനിസ് മേജറിലുള്ള ഒരു സ്റ്റാർ ആണ് സിരിയസ്. ഒറിയോണിലുള്ള ഒരു സ്റ്റാർ ആണ് ബെറ്റൽഗീസ്. ഏതാണ്? ബെറ്റൽഗീസ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തുകൂടെ വിളിക്കും? ആതിര, തിരുവാതിര എന്നുകൂടെ വിളിക്കും. ബെറ്റൽഗീസ് അല്ലെങ്കിൽ ഒറിയോൺ കോൺസ്റ്റലേഷനിൽ ആതിര, തിരുവാതിര അല്ലെങ്കിൽ ബെറ്റൽഗീസ് എന്ന് വിളിക്കുന്ന ഒരു സ്റ്റാർ ഉണ്ട്. സോ കാനിസ് മേജറിൽ സിരിയസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒറിയോണില് ബെറ്റൽഗീസ് ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടോറസ് കോൺസ്റ്റലേഷനിൽ കൃതിക എന്ന് വിളിക്കുന്ന ഒരു സ്റ്റാർ അവിടെ ഉണ്ട്. ടോറസ് കോൺസ്റ്റലേഷനിൽ ഉണ്ട്. അതല്ലാതെ ടോറസിലുള്ള വേറൊരു സ്റ്റാറാണ് ഓൾഡിബാരൻ സ്റ്റാർ is in the constellation Taurus, is also known as രോഹിണി. ഈ ഓൾഡിബാരന്റെ വേറെ പേരാണ് രോഹിണി. ബെറ്റൽഗീസിന്റെ വേറെ പേരാണ് തിരുവാതിര. ഓർത്തു വയ്ക്കാം. സോ നമുക്ക് ടോറസിൽ എന്ത് പറയാൻ പറ്റും? ടോറസിൽ നമുക്ക് പറയാൻ പറ്റും ആൻഡ് കൃത്തിക, a group of stars called Pleiades in Taurus constellation, and Aldebaran is a star in constellation Taurus known as രോഹിണി. സോ കാനിസ് മേജറിലെ സിരിയസ്, ബെറ്റൽഗീസ് ഒറിയോണിലെ, ടോറസില്
ആരൊക്കെ ഉണ്ട്? കൃത്തികയും രോഹിണി ഉണ്ട്. അൾഡിബാർ എന്നും വിളിക്കാം രോഹിണിനെ. ഇത് ഓർത്തു വയ്ക്കുക. ഇതിനൊരു ചോദ്യം പ്രതീക്ഷിക്കാം. കാര്യം ഇതിന് മുന്നേ ചോദിച്ചിട്ട് ഇനിയും പ്രതീക്ഷിക്കാം. ഇനി രണ്ടുപേരെ പറ്റി കൂടെ പറയുന്നുണ്ട്, ബിഗ് ഡിപ്പർ, ലിറ്റിൽ ഡിപ്പർ. ലിറ്റിൽ ഡിപ്പറിലുള്ള ഒരു സ്റ്റാർ ആണ് പോൾ സ്റ്റാർ. ലിറ്റിൽ ഡിപ്പറിലുള്ള സ്റ്റാർ ആണ് ഇത് പോൾ സ്റ്റാർ അല്ലെങ്കിൽ പൊളാരിസ്. എപ്പോഴും നോർത്ത് പോളിന് അവിടെ ഉണ്ടാവും ആ സ്റ്റാർ. പണ്ട് നാവിഗേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആ സ്റ്റാറിന് ഒരുപാട്. ഓക്കെ, എപ്പോഴും അത് ഒരു പൊസിഷനിലായിരിക്കും നിൽക്കുക. സോ നാവിഗേഷൻ പണ്ട് ഷിപ്പിനും അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് മീഡിയം ഓഫ് നാവിഗേഷൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോൾ സ്റ്റാറിനെ വെച്ചിട്ട് നമുക്ക് ഒരു കോമ്പസ് പോലെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നു. ഓക്കെ അല്ലേ? സോ രണ്ടെണ്ണം കൂടി ഉണ്ട്. ഈ ബിഗ് ഡിപ്പറിന് വേറൊരു പേരും കൂടി ഉണ്ട്. അതാണ് അർസ മേജർ ഓർ ബിയർ ലൈക്ക്. ഒരു ബിയർ ലൈക്ക് അല്ലെങ്കിൽ അർസ മേജർ എന്ന് വിളിക്കുന്നതും ആരെയാണ്? ബിഗ് ഡിപ്പറിന്. അതിനെ നമുക്ക് എന്തൊന്നും വിളിക്കാം? സപ്ത ഋഷി എന്ന് വിളിക്കാം. സോ സപ്ത ഋഷി എന്ന് വിളിക്കുന്നുണ്ട്, ബിയർ എന്ന് വിളിക്കുന്നുണ്ട്, അർസ മേജർ എന്ന് വിളിക്കുന്നുണ്ട്, ബിഗ് ഡിപ്പർ എന്ന് വിളിക്കുന്നുണ്ട്. ഇനി ലിറ്റിൽ ഡിപ്പറിനെ എന്തെന്ന് വിളിക്കുന്നുണ്ട്? അർസ മൈനർ എന്ന് വിളിക്കുന്നുണ്ട്. ലിറ്റിൽ ഡിപ്പർ അല്ല, അപ്പൊ അർസ മൈനർ. ഇത്ര പേരെ ഓർത്തു വയ്ക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ഒന്നുകൂടെ നോക്കാം ആരൊക്കെയാണ്. ഒറിയോണെ ഹണ്ടർ എന്ന് വിളിച്ചു, കാനിസ് മേജറിനെ ഡോഗ് എന്ന് വിളിച്ചു, ടോറസിനെ ബുൾ എന്ന് വിളിച്ചു. ഇനി പൊളാരിസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ ഉണ്ട്, അത് ലിറ്റിൽ ഡിപ്പറിലുള്ളതാണ്. ഇനി ബിഗ് ഡിപ്പറിലുള്ള ഒരു സ്റ്റാർ ഉണ്ട്. ബിഗ് ഡിപ്പറിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? ഒന്ന് അർസ മേജർ, അടുത്തത് സപ്തഋഷി, അടുത്തതോ ഒരു ബിയർ ലൈക്ക്. നമ്മൾ ഹണ്ടർ എന്നും ഇതൊക്കെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ബിയർ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. 88 കോൺസ്റ്റലേഷൻസ് ആണല്ലോ. IAU നമ്മൾ മുന്നേ പറഞ്ഞതാണ്, കാര്യങ്ങളൊക്കെ മുന്നേ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു. ഓക്കെ അല്ലേ? അതിന്റെ നോക്കാം. എന്താ എന്റെ ആൻസർ? അപ്പോ ഹണ്ടർ ആയിട്ടുള്ളത് ഏതാണ്? ഒറിയോൺ ആണ്. ബേസിക്കലി NCERT-ലുള്ള എല്ലാം കവർ ചെയ്താൽ ഇനി ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ചോദിക്കാം. ഈ NCERT-ലുള്ള എല്ലാം കവർ ചെയ്താൽ ഒരു ഗുണമുണ്ട്. കാരണം എല്ലാവരും ആൻസർ ആയിട്ട് നമ്മൾ ആൻസർ ചെയ്തു. പിന്നെ ആർക്കും അറിയാത്ത ഒരു കോൺസെപ്ഷൻ ചോദിച്ചാലും അത് ആരും ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ കട്ട് ഓഫിനെ ബാധിക്കില്ല. ഇങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യുക, ഇങ്ങനെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്, ഇത് ആരും ചെയ്യില്ല. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവരും പഠിക്കണം, എനിക്ക് അറിയണം, അല്ലെങ്കിൽ ഞാൻ ഗെയിമിൽ നിന്ന് പുറത്താവും. എല്ലാവരും ശരിയാക്കുന്നു, അല്ലെങ്കിൽ 50% ആൾക്കാർ ശരിയാക്കുന്നെങ്കിൽ ഞാൻ ശരിയാക്കണം. പിന്നെ എൻ്റെ കുറച്ച് എഡ്ജ് വേണം. ആരും ശരിയാക്കാത്ത സ്കിപ്പ് ആയാലും പ്രശ്നമില്ല. കാര്യം ആ കട്ട് ഓഫിൽ അത് ബാധിക്കില്ല. നല്ല പാടുള്ള എക്സാം ആണെങ്കിൽ കട്ട് ഓഫ് കുറയും. അതിന്റെ കാരണം എന്താ? വളരെ പാടുള്ള ക്വസ്റ്റ്യൻസ് പിള്ളേർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ എനിക്ക് ചെയ്യാൻ പറ്റാത്തതിൽ കുഴപ്പമില്ല. അപ്പൊ കട്ട് ഓഫ് കുറവാണെന്ന് വിചാരിച്ച് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് വേണം ഇരിക്കാൻ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റാർ ഇസ് ലൊക്കേറ്റഡ് ഇൻ ഒറിയോൺ? ഒറിയോൺ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളത് ഏത് സ്റ്റാർ ഉള്ളതുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു ഒറിയോണിന്റെ ബെൽറ്റിന് നേരെയുള്ളത് സീരിയസ് ആണ്. ഓക്കെ, ഇനി ഒറിയോണിലുള്ള സ്റ്റാർ ഏതാ? ഒറിയോണിലുള്ള സ്റ്റാർ ബെറ്റൽഗീസ് ആണ്, അല്ലെങ്കിൽ ആർദ്ര നമ്മളോട് പറഞ്ഞു തിരുവാതിര എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അത്രയും കാര്യം നമുക്ക് മനസ്സിലായി. സോ അതിന്റെ ഉത്തരം സീരിയസ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റാർസ് ആർ വെരി ഫാർ അവേ ഫ്രോം. നമ്മൾ സ്റ്റാറിനെ പറ്റി പറഞ്ഞുകൊണ്ട് സ്റ്റാർ നമ്മളെക്കാളും വളരെ ദൂരെ ആയതുകൊണ്ട് അവിടെ എന്ത് പറ്റുന്നുണ്ട്? ആ പോയിന്റ് സോഴ്സിനകത്ത് നമുക്ക് കുറെ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. സോ നമ്മൾ അതിനെ ട്വിങ്കിൾ ചെയ്യുന്നതായിട്ടാണ് കാണുക. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്തിട്ടും പ്ലാനറ്റ്സിനെ ട്വിങ്കിൾ ചെയ്യാതെയും കാണുന്നത്. പ്ലാനറ്റ്സിൽ എന്ത് സംഭവിക്കും? പ്ലാനറ്റ്സ് നമ്മളെ വെച്ച് നോക്കുമ്പോൾ അടുത്താണ്, അത് മച്ച് ബിഗ്ഗർ ആയിട്ട് തോന്നും. അടുത്തായതുകൊണ്ട് തന്നെ ബിഗ്ഗർ ആയിട്ട് തോന്നും. പിന്നെ എന്ത് സംഭവിക്കും? ഒരുപാട് സ്ഥലത്ത് നിന്ന് റിഫ്രാക്റ്റഡ് ലൈറ്റ് വരുന്നതുകൊണ്ട് ട്വിങ്കിളിംഗ് എഫക്ട് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തു പോകും. അതുകൊണ്ട് പ്ലാനറ്റിൽ ട്വിങ്കിളിംഗ് എഫക്ട് ഇല്ല, സ്റ്റാർസിന് ട്വിങ്കിളിംഗ് എഫക്ട് ഉണ്ട്. ഓക്കെ അല്ലേ? പ്ലാനറ്റ്സിന് ട്വിങ്കിളിംഗ് എഫക്ട് ഉണ്ടാവില്ല, സ്റ്റാർസിന് ട്വിങ്കിളിംഗ് എഫക്ട് ഉണ്ടാവും. ഓക്കെ അല്ലേ? അതും കൂടെ ഓർത്ത് വയ്ക്കാം. സോ ട്വിങ്കിളിംഗ് എഫക്ട് ഉള്ളത് സ്റ്റാർസിനാണ്. പൊതുവെ പ്ലാനറ്റ്സിൽ റിഫ്ലക്റ്റിംഗ് മാത്രമേ ഉള്ളൂ, പ്ലാനറ്റ്സിലും സാറ്റലൈറ്റ്സിലും ട്വിങ്കിൾ ചെയ്യാറില്ല. ഓർത്ത് വയ്ക്കുക. നമ്മൾ നേരത്തെ ലൂമിനസ് നോൺ ലൂമിനസ് പറഞ്ഞില്ല, അതുപോലെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെലസ്റ്റിയൽ ബോഡി ദാറ്റ് റിവോൾവ്സ് അറൗണ്ട് സൺ ഇൻ എ സിസ്റ്റം ഇസ് നോൺ ആസ്. ഒരു സ്റ്റാറിന് ചുറ്റും കറങ്ങുന്ന, അതിന്റെ ഗ്രാവിറ്റി കൊണ്ട് അതിനെ പൊതിഞ്ഞ് കറങ്ങുന്ന സിസ്റ്റത്തിനെ വിളിക്കുന്ന ആ സ്റ്റാറിന്റെ സിസ്റ്റം. ഓക്കെ, ഇപ്പൊ ആൽഫ സെഞ്ചുറി പോലത്തെ ഒരു സ്റ്റാറിന്റെ സിസ്റ്റം ആണെങ്കിൽ ആൽഫ സെഞ്ചുറി സിസ്റ്റം എന്ന് വിളിക്കും. സോ സണ്ണിന്റെ സിസ്റ്റം ആണെങ്കിൽ സണ്ണിനെ നമ്മൾ സോൾ എന്നും കൂടെ വിളിക്കാറുണ്ട്, സോൾ. അപ്പൊ സണ്ണിന്റെ സിസ്റ്റം സോളാർ സിസ്റ്റം. ഓക്കെ, നമ്മൾ മൂണിനെ ലൂൺ എന്ന് വിളിക്കുന്നതുകൊണ്ട് ലൂണാർ എന്ന് പറയില്ലേ, അതുപോലെ സണ്ണിനെ സോൾ എന്ന് വിളിക്കുന്നതുകൊണ്ട് നമ്മൾ സോളാർ സിസ്റ്റത്തിലാണ് നമ്മളുള്ളത്. എവിടെ? സോളാർ സിസ്റ്റത്തിൽ. അപ്പൊ സോളാർ സിസ്റ്റം എന്താ? എ കളക്ഷൻ ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് ഇൻക്ലൂഡിംഗ് സൺ, പ്ലാനറ്റ്സ്, മൂൺ ആൻഡ് അസ്റ്ററോയിഡ്സ്, comets and other objects bound together by gravity. ഗ്രാവിറ്റി കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ട കുറെ ആൾക്കാരെയാണ് നമ്മൾ സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതിന്റെ മെയിൻ എനർജി സോഴ്സ് ആരാണ്? സൺ ആണ്. അതുകൊണ്ടാണ് സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് ആൽഫ സെഞ്ചുറി സിസ്റ്റം, കെപ്ലർ 22 സിസ്റ്റം, ട്രാപ്പിസ്റ്റ് 1 സിസ്റ്റം. ഇതിലെല്ലാം ഈ പേരിലുള്ള എന്തുണ്ടാവും? സൺസ് അല്ലെങ്കിൽ സ്റ്റാർസ് അതിന്റെ എനർജി സോഴ്സ് ആയിട്ട് ഉണ്ടാവും. ഓർത്ത് വയ്ക്കുക. സോ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ ഗ്രാവിറ്റി കൊണ്ട് കൂട്ടിച്ചേർക്കാൻ പറ്റിയ സിസ്റ്റമാണ്. ഈ കുറെ സോളാർ സിസ്റ്റംസും കുറെ സ്പേസ് ഒബ്ജക്ട്സും എല്ലാം കൂടി ചേർന്നുണ്ടാവുന്നതാണ് മിൽക്കി വേ അല്ലെങ്കിൽ ഗാലക്സി.
ഒരു ഗാലക്സി എങ്ങനെ ഉണ്ടാവുക? മാസീവ് സിസ്റ്റം ഓഫ് സ്റ്റാർസ്, അതായത് സോളാർ സിസ്റ്റം പോലെയുള്ളത്, സ്റ്റെല്ലാർ എമിനൻസ്, ഇന്റർസ്റ്റെല്ലാർ ഗ്യാസ്, ഡസ്റ്റ്, ഡാർക്ക് മാറ്റർ, ഇവരെല്ലാം ഗ്രാവിറ്റി കൊണ്ട് ഒരുമിച്ച് വരാണെങ്കിൽ, അല്ല ഇതിന്റെ എല്ലാ കൂട്ടങ്ങൾ ഒന്നും കൂടെ ഒരുമിച്ച് വരാണെങ്കിൽ അത് നമ്മൾ ഗാലക്സി എന്ന് വിളിക്കും. നമ്മുടെ ഗാലക്സി ഏതാ? മിൽക്കി വേ. മിൽക്കി വേ വിച്ച് കണ്ടെയ്ൻസ് എ സോളാർ സിസ്റ്റം ഇസ് വൺ ഓഫ് ദ ബില്യൺ ഓഫ് ഗാലക്സീസ് ഇൻ ദ യൂണിവേഴ്സ്. സോ മിൽക്കി വേ ഒരു ഗാലക്സിയാണ്. ഗാലക്സി നമുക്ക് സ്പൈറൽ എന്നും എലിപ്റ്റിക്കൽ എന്നും ഇറഗുലർ എന്നും വിളിക്കാം. നമ്മുടെ മിൽക്കി വേ എന്താണ്? ഒരു സ്പൈറൽ ഗാലക്സിയാണ്. മിൽക്കി വേ എന്താണ്? ഒരു സ്പൈറൽ ഗാലക്സിയാണ്. മിൽക്കി വേനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗാലക്സി ഏതാ? ആൻഡ്രോമെഡ ഗാലക്സി. ആൻഡ്രോമെഡ ഗാലക്സി അതും എന്താണ്? ഒരു സ്പൈറൽ ഗാലക്സിയാണ്. സോ രണ്ട് സ്പൈറൽ ഗാലക്സി പറയാം നമുക്ക് എന്ത് പറയാം? മിൽക്കി വേയും പറയാം, ആൻഡ്രോമെഡയും പറയാം. നമ്മുടെ മിൽക്കി വേനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ ആൻഡ്രോമെഡയെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പുള്ളിക്കാരനും എന്ത് തന്നെയാണ്? ഒരു സ്പൈറൽ ഗാലക്സി തന്നെയാണ്. ഓക്കെ, മുന്നോട്ട് പോവാം. The celestial bodies that revolve around the sun in a system is known as solar system. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അടുത്ത which planet in the solar system is closest to the sun? സണ്ണിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ഏതാണ്? നമുക്കറിയാം, മെർക്കുറി, വീനസ്, മാർസ്, എർത്ത്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. പണ്ട് പ്ലൂട്ടോ ഉണ്ടായി, പ്ലൂട്ടോ ഇല്ല. 8 പേര്, അതിൽ 4 പേര് ടെറസ്ട്രിയൽ, 4 പേര് ജോവിയൻ. നമുക്ക് നോക്കാം ഈ 4 പേര്: മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇവരെ നമ്മൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നും ഇവരെ നമ്മൾ ജോവിയൻ പ്ലാനറ്റ്സ് വിളിക്കും. സോ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിനും ജോവിയൻ പ്ലാനറ്റ്സിന്റെ ഇടയിൽ എന്തുണ്ട്? ആസ്റ്ററോയിഡ് ബെൽറ്റ് ഉണ്ട്. ഇനി ജോവിയൻ പ്ലാനറ്റ് തീരാൻ നേരത്തെ ഒരു കീപ്പർ ബെൽറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇവരുടെ സൈസ് വെച്ചിട്ട് കൊണ്ടൊന്ന് പഠിച്ചു വെക്കാം. അതിൽ നമ്മൾ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഏറ്റവും വലിയ ആൾ ജൂപ്പിറ്റർ ആണ്, ഏറ്റവും ചെറിയ ആൾ മെർക്കുറിയാണ്. കാര്യം മെർക്കുറി എന്ന് പറയുമ്പോൾ സണ്ണിനോട് ഏറ്റവും ചേർന്ന് നടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് ചെറുതാണെന്ന് പറയാം, ചൂടേറ്റ് ഇങ്ങനെ കിടക്കുകയല്ലേ, സോ പറയാം. അപ്പൊ നമ്മൾ മെർക്കുറിനെ ഏറ്റവും ചെറുതായിട്ടും ജൂപ്പിറ്ററിനെ ഏറ്റവും വലുതായിട്ടും കാണാം. സോ അത് രണ്ട് ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഓർത്ത് വെക്കുക, സണ്ണ് EVM, ഈ ഒരു കോഡ് ഓർത്ത് വെക്കാം. സൺ എന്താ? സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. EVM എന്താ? എർത്ത്, വീനസ്, മാർസ്. ഓക്കെ, ഏറ്റവും വലിയ ജൂപ്പിറ്റർ ആണെന്ന് എനിക്കറിയാം. അടുത്ത് ഞാൻ സൺ എന്ന് ഓർക്കുക, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. സോ ആദ്യത്തെ 4 എപ്പോഴും എന്തായിരിക്കും? ജോവിയൻ പ്ലാനറ്റ്സ് ആയിരിക്കും. ആ ഓർഡറിലല്ല, സ്റ്റിൽ ആദ്യത്തെ 4 ജോവിയൻ പ്ലാനറ്റ്സ് ആയിരിക്കും. അവർക്ക് ഗ്യാസ് ആണ് കൂടുതൽ, അവർ പ്രതലം റോക്കി പ്രതലം അല്ല, അതുകൊണ്ട് അത്ര വലുതായിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ജെ എന്ന് ഓർത്ത് വെച്ചു. ജൂപ്പിറ്ററിനെ മാറ്റി വെച്ചാൽ സണ്ണും EVM, എർത്ത്, വീനസ്, മാർസ്, ലാസ്റ്റ് മെർക്കുറി ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാം. ഓക്കെ, സോ നമ്മൾ മാസ് വൈസും പഠിച്ചു വെച്ചു, നമ്മൾ ഓർഡർ വൈസും പഠിച്ചു വെച്ചു. ഓക്കെ, സോ ഇവിടുത്തെ ഉത്തരം എന്താ? മെർക്കുറിയാണ് ഏറ്റവും ചെറുത്. മെർക്കുറിക്ക് എന്തില്ല? മെർക്കുറിക്ക് വീനസിനും എന്തില്ല? സാറ്റലൈറ്റ്സും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഇസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഓഫ് എർത്ത്? നമുക്ക് സ്വന്തമായിട്ട് എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന എന്തിനാ? നമ്മളെ ഫുൾ സോളാർ സിസ്റ്റത്തിൽ നമുക്ക് എനർജി ഉണ്ടാകുന്ന പ്രൈമറി സോഴ്സ് ഓഫ് എനർജി നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ആർക്കാണ്? എർത്തിന്റെ സ്റ്റാറിനായിരിക്കും. ആരാണ് എർത്തിന്റെ സ്റ്റാർ? സണ്ണാണ്. സണ്ണാണ് നമ്മുടെ എന്ത്? സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, എന്ത് പറ്റുന്നു? സൺ ഈസ് ദ ലാർജസ്റ്റ് ഒബ്ജക്ട് ഇൻ ദ, സണ്ണിന്റെ കുറച്ച് ഫാക്ടറുകൾ നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് ഒബ്ജക്ട് ഇൻ ദ സോളാർ സിസ്റ്റം. ഡയമീറ്റർ ഏകദേശം 1.4ന്റെ അടുത്താണ് മില്യൺ കിലോമീറ്റേഴ്സ്. ഓർത്ത് വയ്ക്കുക, ചോദ്യം ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. അടുത്തത്, ഇത് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഏത്? 4.5 ബില്യൺ ഇയേഴ്സ് മുമ്പാണ് എർത്ത് രൂപപ്പെടുന്നത്. പലയിടത്തും 6 എന്നും 7 എന്നും കാണാറുണ്ട്, 4.6 എന്നും 4.7 എന്നും കാണാറുണ്ട്. ഓർത്ത് വയ്ക്കുക, 4.5ന് ചുറ്റുമായിരിക്കും. ഓപ്ഷൻസ് ഭയങ്കര ഡൈവേഴ്സ് ആയിരിക്കും, പേടിക്കേണ്ട കാര്യമില്ല. 4.5ന് അടുത്തുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉത്തരം 4.5 ബില്യൺ ഇയേഴ്സ് ആണ്. ഓക്കെ, എനർജി സോഴ്സ് എന്താ? ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ 2 ഹൈഡ്രജൻ കൂടി ഒരു ഹീലിയം ഉണ്ടാവുന്നതിലൂടെയാണ് അവിടെ സെൽഫായിട്ട് എനർജി ഉണ്ടാവുന്നത്. ഓക്കെ, ഏകദേശം 99.8% ഓഫ് മാസ് സോളാർ സിസ്റ്റത്തിന്റെ ആര് തന്നെയാണ്? സൺ തന്നെയാണ്. അത്രയും മനസ്സിലായില്ലേ? ഫാക്ട് മാത്രമാണ്, പഠിച്ചു പോവുക. അടുത്തത്, സണ്ണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഏതാണ്ട് 74% ഹൈഡ്രജനും 25% ഹീലിയവും പിന്നെ ബാക്കി കുറച്ച് ഗ്യാസസും ആണ് ഉള്ളത്. ബാക്കി ഓക്കെ, ഏകദേശം 5 ബില്യൺ ഇയേഴ്സ് കൊണ്ട് ഹൈഡ്രജൻ കുറഞ്ഞ് നമ്മുടെ സ്റ്റാറിനകത്ത് ഫ്യൂവൽ കുറഞ്ഞ് പിന്നീട് അത് ഡൈ ആവുന്ന പറയുന്നത്. എല്ലാ സ്റ്റാർസും തീരുന്ന ഒരു സമയം വരും, ഡെത്ത് ഓഫ് സ്റ്റാർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വലിയ സ്റ്റാർ ആണെങ്കിൽ അത് ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറാം, അല്ലെങ്കിൽ വൈറ്റ് ഡ്വാർഫ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ആയിട്ടൊക്കെ മാറാം. അവിടെ പിന്നെ ഒരു സൂപ്പർനോവ ഒക്കെ സംഭവിക്കാം. അത് വേറെ തന്നെ ഒരു ഡിസ്കഷനാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയത്. NTPCക്ക് ചിലപ്പോൾ അതൊക്കെ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ CGL ലെവലിൽ പഠിക്കുമ്പോൾ അതെല്ലാം പഠിക്കേണ്ടി വരും. ഇവിടെ നമുക്ക് തൽക്കാലം ഇത് അറിഞ്ഞിരുന്നാൽ മതി. സൺ എന്താണ്? ഒരു 5 ബില്യൺ ഇയേഴ്സ് കൊണ്ട് അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് എന്റെ ആൻസർ സണ്ണാണ്. അടുത്തത് 3/4 ഓഫ് മൂൺ. നമ്മൾ സണ്ണ് കഴിഞ്ഞ് പ്ലാനറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു, ബേസിക് സെലസ്റ്റിയൽ ബോഡീസിനെ പറ്റി പറഞ്ഞു. മൂണിലേക്ക് കയറാണ്. മൂണിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ മൂണിൽ മനസ്സിലാക്കേണ്ടത്? When the 3/4 of moon is visible, what it is called?
ഒരു മൂണ് നമുക്ക് ഇങ്ങനെ ഫുള്ള് കാണാൻ പറ്റും ചിലപ്പോൾ, അല്ലെങ്കിലോ ഒരു ചന്ദ്രകല പോലെ കാണാൻ പറ്റും, അല്ലെങ്കിലോ പകുതി കാണാൻ പറ്റും ചിലപ്പോൾ. ഇതും അല്ലെങ്കിലോ പകുതി അല്ല കുറച്ചും കൂടെ കൂടുതൽ. ഓക്കെ, ഫുള്ള് കാണാൻ പറ്റും നമ്മൾ ഫുൾ മൂൺ എന്ന് വിളിക്കുന്നു. ഒരു ചെറിയ ഭാഗം ചന്ദ്രകല കാണാൻ പറ്റുന്നതിനെ നമ്മൾ ക്രസന്റ് എന്ന് വിളിക്കുന്നു. ഹാഫ് കാണാൻ പറ്റുന്നതിനെ ഹാഫ് മൂൺ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ക്വാർട്ടർ എന്ന് വിളിക്കുന്നു. ഈ ഹാഫ് മൂണിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂണിന്റെ ഒരു സൈഡിൽ മാത്രമേ വെളിച്ചടിക്കുന്നുള്ളൂ, അപ്പോഴേ അത് ഹാഫ് മൂൺ ആണ്. നമ്മൾ ഫുൾ മൂൺ എന്ന് വിചാരിക്കുന്നത് ഹാഫ് മൂൺ ആണ്. അപ്പൊ അതിന്റെ കാൽഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? ക്വാർട്ടർ എന്നാ വിളിക്കുക, ഹാഫ് എന്നല്ല വിളിക്കുക. സോ ഫുൾ മൂണിന്റെ പകുതി വന്നാൽ ഹാഫ് എന്നല്ല വിളിക്കുക, ക്വാർട്ടർ എന്നാ വിളിക്കുക. അതിന്റെ കാരണം എന്താ? നമ്മൾ ഓൾറെഡി മൂണിന്റെ ഒരു സൈഡേ കാണുന്നുള്ളൂ അല്ലേ, പുറകിലെ സൈഡ് നമുക്ക് കാണാൻ പറ്റില്ല, നമ്മൾ ഫ്രണ്ടിലെ സൈഡ് മാത്രമേ കാണുന്നുള്ളൂ, ലൈറ്റ് അടിക്കുന്ന സൈഡേ കാണാൻ പറ്റുന്നുള്ളൂ. അതിന്റെ പകുതി ആയിപ്പോ മൂണിന്റെ മൊത്തത്തിന്റെ ക്വാർട്ടറേ ആയിട്ടുള്ളൂ. സോ നമ്മൾ ക്വാർട്ടർ എന്നാ വിളിക്കുക. ഇങ്ങനെ സൈഡുകൾ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഏത് ചോദ്യം വന്നാലും മൂണിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്? നമുക്ക് ആദ്യം ന്യൂ മൂൺ ഉള്ള ഒരു അവസ്ഥയുണ്ട്. അതായത് ചന്ദ്രൻ ഇല്ല, അമാവാസിയാണ്. അമാവാസിയിൽ നിന്ന് കുറച്ച് സൂര്യൻ ലൈറ്റ് എവിടെ അടിക്കുന്നു? കുറച്ച് നീങ്ങുമ്പോൾ സൂര്യന്റെ ലൈറ്റ് എവിടെ അടിക്കുന്നു? മൂണിൽ അടിക്കുന്നു. അവിടെ എന്തുണ്ടാവുന്നു? ഒരു ക്രസന്റ് ഉണ്ടാവുന്നു. കണ്ടോ, ക്രസന്റ് ഉണ്ടാവുന്നു. ഓക്കെ, ഈ ക്രസന്റ് ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും? പിന്നീട് മൂൺ ആരായിട്ട് മാറണം? ഒരു ഫുൾ മൂൺ ആയിട്ട് മാറണം. മൂണ് പല സ്റ്റേജിലൂടെയും പോയി ഫുൾ മൂൺ ആയിട്ട് മാറണം, പിന്നെ പല സ്റ്റേജിലൂടെയും പോയി ന്യൂ മൂൺ ആയിട്ട് മാറണം. അപ്പൊ ഇവിടെ ഡേ 0 ആണെങ്കിൽ ഡേ 14 ഫുൾ മൂൺ ആവും. പിന്നെ വീണ്ടും വന്നിട്ട് ഒരു 27.3 അല്ലെങ്കിൽ 29.5 ദിവസം. ഓക്കെ, ഒരു ഫുൾ മൂൺ നിന്ന് ഒരു ഫുൾ മൂണിലേക്കുള്ള ദൂരം 29.5 ഡേയ്സ് ആണ്. ഒരു ഫുൾ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് ദൂരം. ആ സമയത്ത് മൂൺ ഒരു ഓർബിറ്റ് തിരിയാനുള്ള ദൂരം 27.3 ഡേയ്സ് ആണ്. അതാണ് ഞാൻ ആദ്യം അങ്ങനെ എഴുതിയത്. ഒരു ഓർബിറ്റ് കറങ്ങാൻ വേണ്ടി എടുക്കുന്ന സമയം അത്രയാണ്. പക്ഷെ ഒരു ഫുൾ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് പോകുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കൂടെ എടുക്കും. സണ്ണിൽ ലൈറ്റ് കറക്റ്റ് ആയിട്ട് അടിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്യാപ്പ് എടുക്കും. അത് 29.5. സോ 14 ഡേയ്സ് കഴിഞ്ഞിട്ട് 29 പിന്നെയും ഒരു 29 ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും ന്യൂ മൂണായി മാറും. അതിനിടയിൽ എന്തൊക്കെ സംഭവിക്കാം? അതിനിടയിൽ ഗിബ്ബസ് ഉണ്ടാവാം. അതായത് ഒരു വലിയ പാർട്ട് ഓഫ് ഒരു ക്വാർട്ടറിലും കുറച്ചുകൂടെ കൂടുതൽ കാണുന്നു, അത് ഗിബ്ബസ്. ക്വാർട്ടർ കാണുമ്പോൾ ക്വാർട്ടർ, ചന്ദ്രകല കാണുമ്പോൾ ക്രസന്റ്. ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് അറിയാം. ഇനി നിങ്ങൾ അറിയേണ്ടത് എന്താ? വെയിനിങ് എന്താ, അതുപോലെ വാക്സിങ് എന്താ. വെയിനിങ് എന്താന്ന് അറിയണം, വാക്സിങ് എന്താന്ന് അറിയണം. വെയിനിങ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരുന്ന അവസ്ഥ, വാക്സിങ് എന്ന് പറഞ്ഞാൽ കൂടി കൂടി വരുന്ന അവസ്ഥ. വെയിനിങ് എന്താ? കുറഞ്ഞു വരുന്ന അവസ്ഥ, വാക്സിങ് കൂടി വരുന്ന അവസ്ഥ. അപ്പൊ ഞാൻ ഇവിടെ ഉള്ളതെല്ലാം മായ്ക്കാം, ഒന്നുകൂടെ വയ്ക്കാം. ന്യൂ മൂണ് കുറച്ച് കൂടി വന്നപ്പോൾ എന്തായി? അത് വാക്സിങ് ക്രസന്റ് ആയി മാറി. അത് കുറച്ചും കൂടെ കൂടി വന്നപ്പോൾ അത് എന്തായി? ഫസ്റ്റ് ക്വാർട്ടർ ആയി. പിന്നീട് അത് വാക്സിങ് ഗിബ്ബസ് ആയി. കൂടി കൂടി വരാണ്. ആദ്യം ക്രസന്റ് ആയി, കുറച്ചു ഭാഗം കൂടി വന്നു, പിന്നെ പകുതിയായി, പിന്നെ ഫുള്ള് കൂടി വന്നു, വാക്സിങ് ഗിബ്ബസ് ആയി, പിന്നെ ഫുൾ മൂൺ ആയി. വീണ്ടും വെയിനിങ് ഗിബ്ബസ് ആവുന്നു, കുറയുന്നു, തേർഡ് ക്വാർട്ടർ ആവുന്നു, വെയിനിങ് ക്രസന്റ് ആവുന്നു, വീണ്ടും ഫുൾ മൂൺ ആവുന്നു. അതാണ് പരിപാടി. മനസ്സിലായി? അപ്പൊ കുറഞ്ഞു വരുന്ന ഗിബ്ബസിനെ വെയിനിങ് ഗിബ്ബസ് എന്നും കൂടി വരുന്ന ഗിബ്ബസിനെ വാക്സിങ് ഗിബ്ബസ് എന്നും വിളിക്കാം. കുറഞ്ഞു വരുന്ന ക്രസന്റിനെ വെയിനിങ് ക്രസന്റ് എന്നും കൂടി വരുന്ന ക്രസന്റിനെ വാക്സിങ് ക്രസന്റ് എന്നും വിളിക്കാം. സോ ഈ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ക്ലാസ്സിലെല്ലാം കണ്ടാണോ? ജസ്റ്റ് റിവൈസിന് വേണ്ടി വീണ്ടും പറഞ്ഞതേ ഉള്ളൂ. സോ ഇതിന്റെ ആൻസർ എന്താ വരാ? ഇൻ വിച്ച് ഫേസ് ദ മൂൺ ഇസ് ഇൻവിസിബിൾ. കാണാതെ ആവുന്നത് അമാവാസിയിലാണ്, ന്യൂ മൂണിലാണ്. ക്രസന്റിൽ എന്ത് പറ്റും? ഒരു ചെറിയ പാർട്ട് കാണാൻ പറ്റും. ഫുൾ മൂണിൽ എന്താ പറ്റും? ഫുള്ള് കാണാൻ പറ്റും. ഗിബ്ബസിൽ എന്ത് പറ്റും? പകുതിയിൽ കൂടുതൽ കാണാൻ പറ്റും. ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ അതിന്റെ ഉത്തരം ഗിബ്ബസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. While considering the full moon as the first day, on which day the moon becomes invisible? നമ്മൾ പറഞ്ഞു 0 ആണെങ്കിൽ 14 എന്ത് പറ്റും? ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിൽ എത്തും, പകുതിയാവും. ഇനി ഡേ 1 ആണെങ്കിൽ 15 ദിവസം എടുക്കും. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്താണ്? നമുക്കിവിടെ നോക്കാം. NCERT-യിൽ ഇത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിട്ടുള്ളത്? The day which the whole disk of moon is visible is known as full moon. ഫുൾ കാണുന്ന ദിവസം ഫുൾ മൂൺ. ഇനി thereafter every night the bright part of moon appears to be thinner and thinner on the 15th day. 15ാമത്തെ ദിവസം ആകുമ്പോൾ വിസിബിൾ അല്ലാത്ത അവസ്ഥയെത്തും. അതാണ് ന്യൂ മൂൺ. കണ്ടോ, NCERT നേരിട്ട് ചോദിച്ചു. കണ്ടോ, പഴയ NCERT ആണ്. ആ സമയത്ത് ഇതായിരുന്നു NCERT. സോ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ത് വരും? 15 എന്ന് വരും. ഓക്കെ, സോ NCERT-ൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 0 എന്ന് 14 പറഞ്ഞാൽ 1 വന്നാൽ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൺസിഡർ ഫുൾ മൂൺ ഡേസ് ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേ ആണെങ്കിൽ 15ാമത്തെ ദിവസം ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? സോ 29.5ഉം 27.3 ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത്. ഹൗ മെനി ടൈംസ് ഹാഫ് മൂൺ അപ്പിയേഴ്സ് ഇൻ എ മന്ത്? എത്ര വട്ടം ഹാഫ് മൂൺ സംഭവിക്കാം? നിങ്ങൾ ആലോചിക്കുക, എത്ര വട്ടം ഹാഫ് മൂൺ സംഭവിക്കാം
ഒരു മാസം ഏകദേശം 30 ദിവസം. ഓക്കെ, ഏകദേശം 30 ദിവസത്തിൽ എത്ര ഹാഫ് മൂണുകൾ നമുക്ക് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്? ഓക്കെ, നമുക്ക് അതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള മൂണിന്റെ കാര്യങ്ങൾ നോക്കാം. എന്താണ്? എർത്തും മൂണും വെച്ച് നോക്കുമ്പോൾ 4:1 റേഷ്യോ ആണ് എവിടെയുള്ളത്? ഡയമീറ്ററിലുള്ളത്. അതായത് എർത്തിന്റെ 4:1 ആരുള്ളൂ? മൂണുള്ളൂ. ഇനി മാസ് എടുക്കുകയാണെങ്കിൽ 80 മൂണുള്ളൂ എർത്തിന്റെ. ഓക്കെ, ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഇത് രണ്ടും ഓർത്ത് വയ്ക്കണം നിർബന്ധമില്ല, എന്നാലും ഈ റേഷ്യോസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഡയമീറ്ററും മാസും ഓർത്ത് വയ്ക്കണം നിർബന്ധമില്ല, റേഷ്യോസ് ഓർത്ത് വയ്ക്കുക. റൊട്ടേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂ മൂണിന് നെക്സ്റ്റ് ന്യൂ മൂണിലേക്ക്, അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലേക്ക്, ഒരു ഫുൾ മൂണിൽ നടത്ത ഫുൾ മൂണിലേക്ക് എടുക്കുന്ന സമയത്ത് അറിയാം 29.5 ഡേയ്സ്. ആ സമയത്ത് ഒരു കംപ്ലീറ്റ് ഓർബിറ്റിന് വേണ്ടിയിട്ട് 27.3 ഡേയ്സ്. ഓക്കെ, മൂണിന്റെ റൊട്ടേഷനും റെവല്യൂഷനും എപ്പോഴും സെയിം സ്പീഡിലായിരിക്കും. അത് നമ്മൾ സിങ്ക്രണസ് റൊട്ടേഷൻ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ടൈഡൽ ലോക്കിംഗ് എന്ന് വിളിക്കുക. സിങ്ക്രണസ് റൊട്ടേഷൻ അല്ലെങ്കിൽ ടൈഡൽ ലോക്കിംഗ് ചോദിക്കാൻ സാധ്യതയുണ്ട്, സെയിം ആണ്. അപ്പൊ അവിടെ എത്ര തന്നെയാണ്? 27.3 ഡേയ്സ് തന്നെയാണ് റൊട്ടേഷനും റെവല്യൂഷനും എടുക്കുക. ഓക്കെ, ഡിസ്റ്റൻസ് ഓർത്ത് വയ്ക്കുക 33,84,400. ഓക്കെ, മൂണിനെ നമ്മൾ ഫോസിൽ പ്ലാനറ്റ് എന്നും വിളിക്കാറുണ്ട്. മൂണിനെ എന്ത് വിളിക്കാറുണ്ട്? ഫോസിൽ പ്ലാനറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഒരു ഹാഫ് മൂൺ അപ്പിയർ ചെയ്യുന്നത് ട്വൈസ് ആയിരിക്കും ഒരു മന്തില്, അല്ലെ? ഒരു മന്തില് ട്വൈസ് ആയിരിക്കും ഹാഫ് മൂൺ അപ്പിയർ ചെയ്യുന്നത്. 2 പ്രാവശ്യം വരാനുള്ള സാധ്യതയുണ്ട്. സോ ട്വൈസ് ആണ്. 30 ദിവസത്തിൽ 14 ദിവസത്തെ കണക്കാണെങ്കിൽ 2 പ്രാവശ്യം വരാനുള്ള സാധ്യതയുണ്ട്. ദ മൂൺ ഗോസ് 8 phases a month, each phase about 29.5 ഡേയ്സ്, ഏകദേശം ഒരു 30 ഡേയ്സ്. ഇനി ബ്ലൂ മൂൺ എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഭാസമുണ്ട്. നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വല്ലപ്പോഴും എന്ന് എന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എന്താണ് ഈ വൺസ് ഇൻ എ ബ്ലൂ മൂൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്ലൂ മൂൺ എന്താണ്? either the present of second full moon in a calendar month. ഓക്കെ, സെക്കൻഡ് ഫുൾ മൂൺ ഇൻ എ കലണ്ടർ മന്ത്. അതായത് ഒരു കലണ്ടർ മന്തിൽ, ഫോർ എക്സാമ്പിൾ ജനുവരി 1-ാം തീയതി ഫുൾ മൂൺ ആയാൽ മാത്രമേ ജനുവരി 30-ാം തീയതി ഫുൾ മൂൺ ആവാൻ പറ്റുള്ളൂ. സോ 1-ാം തീയതി കറക്റ്റ് ആയിട്ട് ഫുൾ മൂൺ വന്നാലാണ് ഒരു മാസത്തിൽ 2 ഫുൾ മൂൺ വരുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ഫുൾ മൂണേ വരുള്ളൂ. അങ്ങനെ ഒരു മാസത്തിൽ 2 ഫുൾ മൂൺ വരുന്നതിന്, ബാക്കി എല്ലാം അയച്ചുള്ള ഒരു മാസത്തിൽ 2 ഫുൾ മൂൺ വരുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ബ്ലൂ മൂൺ എന്ന് വിളിക്കും. ഓക്കെ, അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് എ ഹാഫ് മൂൺ? അതിന്റെ ആൻസർ ആണ് ട്വൈസ്. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ട്വൈസ് ആണ് സംഭവിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണല്ലേ? ഇനി നമ്മൾ സോളാർ സിസ്റ്റത്തിൽ എന്തെല്ലാം പറഞ്ഞു? സണ്ണ് പറഞ്ഞു, മൂൺ പറഞ്ഞു, സെലസ്റ്റിയൽ ബോഡീസ് എല്ലാം പറഞ്ഞു. സോളാർ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഒരു സൈഡ് ആക്കി. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടാണ്? സോളാർ സിസ്റ്റത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, ഒന്നും കൂടെ റിവൈസ് ചെയ്യണം, മനസ്സിലാക്കണം. സോ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്തിലേക്ക് കിടക്കാം? കുറച്ചും കൂടെ ജിയോമോർഫോളജി അല്ലെങ്കിൽ എർത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ കിടക്കാം. എർത്തിന്റെ ക്രസ്റ്റ്, എർത്തിന്റെ മാനൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിന്ന് ഇല്ല. സോളാർ സിസ്റ്റത്തിൽ നിന്നാണ് ഒരു വലിയ ചങ്ക് ഓഫ് ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഇന്ത്യയും അല്ലെങ്കിൽ എർത്തിലേക്ക് വരാം. നമ്മൾ സോളാർ സിസ്റ്റത്തിൽ നിന്ന് എർത്തിലേക്ക് വന്നു, കുറച്ചും കൂടെ ചെറിയ ഏരിയയിലേക്ക് വന്നു. ഇവിടുത്തെ ചോദ്യം എന്താ? ദ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഫൗണ്ട് ഇൻ എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ഉപരിതലത്തിൽ, എർത്തിന്റെ ക്രസ്റ്റിൽ, അല്ലെങ്കിൽ എർത്തിന്റെ ഇന്ത്യയിലുള്ള ഏറ്റവും മുകളിലത്തെ ലെയർ ആണ് എന്ത്? ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിൽ നമ്മൾ കാണുന്ന ഏറ്റവും മുകളിലത്തെ ലെയർ ഏതാ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അതിനകത്ത് മെറ്റൽ? നമുക്കത് നോക്കാം. അതിന് മുന്നേ രണ്ടാമത്തെ സെക്കൻഡ് അബണ്ടന്റ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എലമെന്റ് മെറ്റലും ചോദിച്ചു, സെക്കൻഡ് എലമെന്റ് എലമെന്റും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതലുള്ളത് ആരാ? ഓക്സിജൻ ആണ്. രണ്ടാമത് സിലിക്കൺ. ഓക്കെ, മൂന്നാമത് അലുമിനിയം. ഓക്കെ, സോ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്, എലമെന്റ്, സിലിക്കൺ, അലുമിനിയം. സോ അതിനൊരു ട്രിക്ക് ഉണ്ട്. എങ്ങനെ ഓർത്തു വയ്ക്കാം? ഒസൈക്ക് എന്ന് ഓർത്തു വയ്ക്കാം. നമ്മൾ മൊസൈക്ക് എന്ന് കേട്ടില്ല. ഒസൈക്ക് നമ്മൾ ഓർത്തു വെച്ചാൽ 1005 വരെ നമുക്ക് ഓക്കെ ആയിരിക്കും. 1005 വരെ പഠിച്ചു വെച്ചാൽ മതിയാവും. നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ 1005 വരെ ഓക്കെയാണ്. 1005 വരെ മനസ്സിലാക്കിയാൽ മതിയാവും. ഓക്കെ, സോ ഒസൈക്ക് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്തത് പിന്നെ എന്ത് പറ്റുന്നു? അബണ്ടന്റ് ഗ്യാസും കൂടെ മനസ്സിലാക്കി വെക്കാം. നമ്മൾ ക്രസ്റ്റിലുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ പറ്റില്ല. നമ്മുടെ ചുറ്റുമുള്ള ഗ്യാസുകളിൽ, നമ്മുടെ ചുറ്റുമുള്ള എയറുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? ഏറ്റവും കൂടുതലുള്ള നൈട്രജൻ, രണ്ടാമത്തത് ഓക്സിജൻ, അടുത്തത് ആർഗൺ, അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. അതും നമുക്കൊരു ട്രിക്ക് വെച്ച് ഓർത്തു വയ്ക്കാം. എന്ത്? നോ AC. AC വേണ്ട, ചുറ്റും പുറം എയർ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ AC വേണ്ട. AC വേണ്ടെങ്കിൽ ഏതാണ്? നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ 78%, അടുത്തത് ഓക്സിജൻ ആണ്, അടുത്തത് ആർഗൺ ആണ്, അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ ഉള്ളതൊക്കെ വളരെ ചെറുതാണ്. ഓക്കെ, നിയോൺ, ഹീലിയം, ഇതിനൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. സോ ഈ 4 പേര് ഓർത്ത് വയ്ക്കുക ഈ ട്രിക്ക് വെച്ചിട്ട്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒസൈക്ക് വെച്ചിട്ട് ക്രസ്റ്റിൽ എലമെന്റ്സിനെ പഠിച്ചു വെച്ചു. നോ AC വെച്ചിട്ട് ഇതും പഠിച്ചു വെച്ചു. ഇത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂലോ. സോ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാ? നമ്മൾ ഒസൈക്കില് OSAIC മെറ്റൽ ഏതാ? അലുമിനിയം ആണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള മെറ്റൽ. ഓക്കെ അല്ലേ? എലമെന്റ്സ് ആണെങ്കിലോ ഓക്സിജനും സിലിക്കണും പറയാം, മെറ്റൽ പറയുമ്പോൾ അലുമിനിയം പറയണം. ഓക്കെ അല്ലേ? അടുത്തത് സെക്കൻഡ് അബണ്ടന്റ് ഏതാ? എലമെന്റ് ഏറ്റവും വലുത് ഓക്സിജൻ. ഇവിടെ എലമെന്റ് ആട്ടോ, മെറ്റൽ അല്ല. ഫസ്റ്റ് എലമെന്റ് ഓക്സിജൻ, അടുത്തത് സിലിക്കോൺ, അടുത്തത് അലുമിനിയം, അടുത്തത് അയൺ, അടുത്തത്
കാൽഷ്യം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കണ്ടോ, അടുത്ത അയൺ, അടുത്ത കാൽഷ്യം. സോ ഒസൈക്ക്. ഇവിടെ എന്ത് സംഭവിച്ചു? ഒസൈക്ക് സംഭവിച്ചു. സോ നമ്മൾ ചോദിച്ചേക്കുന്ന രണ്ടാമത്തിന്റെ ഉത്തരം സിലിക്കൺ. ഓക്കെ അല്ലേ? സോ നമുക്ക് മുന്നോട്ട് പോവാം. അടുത്തത്, വാട്ട് ഒക്കേഴ്സ് ഡ്യൂറിങ് ആൻ എർത്ത് ക്വേക്ക്? വാട്ട് വേവ് ഒക്കേഴ്സ് ഡ്യൂറിങ് ആൻ എർത്ത് ക്വേക്ക്? എർത്ത് ക്വേക്ക് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന വേവ് ഏതാണ്? ഓക്കെ, ഈ ക്വസ്റ്റിലും ചെറിയൊരു പ്രശ്നമുണ്ട്. കോസ്മിക് വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിലുള്ള വേവ്സ് ആണ്, അതല്ല ആൻസർ. സൗണ്ട് വേവും അല്ല. സീസ്മിക് വേവ് ആണോ സർഫസ് വേവ് ആണോ? അതാണ് ഇവിടുത്തെ ഡൗട്ട്. സീസ്മിക് വേവ് ആണോ സർഫസ് വേവ് ആണോ? നമുക്ക് നോക്കാം. ആദ്യം ഇതിന് ആൻസർ ഒന്ന് മനസ്സിലാക്കി നോക്കാം. സീസ്മിക് വേവ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ഇൻ ദ എർത്ത് ദാറ്റ് ട്രാൻസ്മിറ്റ്സ് എനർജി ആൻഡ് ഒക്കേഴ്സ് ഡ്യൂറിങ് സീസ്മിക് ആക്ടിവിറ്റി സച്ച് ആസ് എർത്ത് ക്വേക്സ്. ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന വേവ് എന്ത് തന്നെയാണ്? സീസ്മിക് വേവ് തന്നെയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ സീസ്മിക് വേവ് പല തരമുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള 2 തരം, ഒന്ന് ബോഡി വേവ്, അടുത്തത് സർഫസ് വേവ്. ഈ ബോഡി വേവ്സിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? പ്രൈമറി വേവ് എന്നും സെക്കൻഡറി വേവ് എന്നും. അതായത് പി വേവ്, എസ് വേവ്. അതുപോലെ തന്നെ നമുക്ക് സർഫസ് വേവിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ലവ് വേവ് എന്നും റാലെ വേവ് എന്നും. സോ ബോഡി വേവ്സും ഉണ്ട്, സർഫസ് വേവ്സും ഉണ്ട്. ഓക്കെ, ഇതില് ബോഡി വേവ്സ് എന്ത് സംഭവിക്കുന്നു? റിലീസ് ഓഫ് എനർജി അറ്റ് ദ ഫോക്കസ് ആൻഡ് ഡ്യൂ ടു generation due to release of energy in the focus and move in all direction traveling through the body of earth, hence name body waves. ആ ഫോക്കൽ പോയിന്റിൽ ഒരു എർത്ത് ക്വേക്കിന് ഒരു ഫോക്കൽ പോയിന്റ് ഉണ്ടാവും. എവിടെ നിന്നാണോ എനർജി റിലീസ് ചെയ്യുന്നത് അതിന്റെ ചുറ്റും ഇതിന്റെ കുറെ വേവ്സ് പോകും. അത് നമ്മൾ ബോഡി വേവ്സ് പോകുന്നു. അതുകൊണ്ടാണ് ബോഡി വേവ്സ് വിളിക്കുന്നത്. അവിടെ നിന്നുണ്ടായി ഈ ബോഡിയിലൂടെ ചുറ്റും കറങ്ങുന്നതിന്. അത് പ്രൈമറി വേവ് ഉണ്ട്, സെക്കൻഡറി വേവ് ഉണ്ട്. ആദ്യം പ്രൈമറി വേവ് പോകും, പിന്നെ സെക്കൻഡറി വേവ് പോകും. ഓക്കെ, അതല്ലാതെ സർഫസ് വേവ് 2 തരമുണ്ട്, ലവ് വേവ്സും റാലെ വേവ്സും. When the body waves interact with the surface rock, ഈ ബോഡി വേവ്സ്, താഴെ നിന്നുള്ള ബോഡി വേവ്സ് സർഫസ് റോക്കിൽ ഇടിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് സർഫസ് വേവ് എന്നാണ്. അത് 2 ടൈപ്പ് ഉണ്ട്, ലവും റാലിയും. ഇതിന്റെ ഒരു പ്രശ്നം എന്താ? ഇവിടുത്തെ ഈ ഓപ്ഷനിൽ സീസ്മിക് ആണ് ഉത്തരം, പക്ഷെ സർഫസ് വേവ് ഉള്ളതുകൊണ്ടും അതും ഒരു ടൈപ്പ് ഓഫ് സീസ്മിക് വേവ് ആയതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, സീസ്മിക് വേവിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ത്? ബോഡി വേവും സർഫസ് വേവും. ഈ സർഫസ് വേവ് ഒരു ഡിവിഷനാണ് സീസ്മിക് വേവിന്റെ. സോ ഇവിടെ വേവ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ വേണമെങ്കിൽ സർഫസ് വേവ് കുത്താം. പക്ഷെ ഇവിടുത്തെ ആൻസർ എന്താണ്? സീസ്മിക് വേവ് തന്നെയാണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഏറ്റവും മുകളിലത്തെ ബേസിക്കലി ഉണ്ടാവുന്ന സീസ്മിക് വേവ് ആണ്. സീസ്മിക് വേവിനെ നമ്മൾ 2 ഡിവൈഡ് ചെയ്യുന്നത്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഡൗട്ട് വരാം വായിക്കുമ്പോൾ, അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയും. നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which is the nearest layer to earth surface? എർത്തിന്റെ സർഫസിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയർ ഏതാണ്? അതായത് അറ്റ്മോസ്ഫിയറിനെ പല ലെയേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനോട് ഏറ്റവും അടുത്തിറക്കുന്ന ക്രസ്റ്റിനോട് ഏറ്റവും അടുത്തിറക്കുന്ന ലെയർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് എർത്തിന്റെ ക്രസ്റ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ട്രോപ്പോസ്ഫിയർ ആണ് ആദ്യം, രണ്ടാമത് സ്ട്രാറ്റോസ്ഫിയർ, അടുത്തത് മീസോസ്ഫിയർ, അടുത്തത് തെർമോസ്ഫിയർ, പിന്നെ എക്സോസ്ഫിയർ. ഓക്കെ, സോ മുകളിൽ നോക്കുമ്പോൾ ട്രോപ്പോ, സ്ട്രാറ്റോ, മീസോ, തെർമോ, എക്സോ. ഓക്കെ, ഇത്രയും ആൾക്കാരാണുള്ളത്. അതൊന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഏറ്റവും തൊട്ട് ടോപ്പിലുള്ളത് ട്രോപ്പോസ്ഫിയർ, നമ്മൾ തൊട്ട് ടോപ്പിലുള്ള ട്രോപ്പോസ്ഫിയർ. അതിന്റെ മുകളിലുള്ളത് സ്ട്രാറ്റോ. ഓക്കെ, അതിന്റെ മുകളിലാണ് മീസോസ്ഫിയർ. അതിന്റെ മുകളിലാണ് ആരുള്ളത്? തെർമോസ്ഫിയറും എക്സോസ്ഫിയറും. എക്സോ പിന്നെ അറിയാം, എക്സോ പ്ലാനറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, എക്സ്ട്രാ ടെറിസ്ട്രിയൽ. അപ്പൊ എക്സോ എന്ന് പറഞ്ഞാൽ പുറത്താണ്. പൊതുവെ എക്സോ എന്ന് പറഞ്ഞാൽ എൻഡോയും എക്സോയും വെച്ചുമ്പോൾ എക്സോ പുറത്തുനിന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ എക്സോസ്ഫിയർ പുറത്ത്, ട്രോപ്പോസ്ഫിയർ ഇടയിലുള്ളത്. ഓക്കെ, ഏറ്റവും താഴെയുള്ളത്. ഇടയിൽ നമ്മൾ മീസോ, പൊതുവെ മിഡിൽ എന്ന് പറയാം മീസോ. അതിനിടയിൽ തെർമോയും ഉണ്ട്, സ്ട്രാറ്റോയും ഉണ്ട്. ഇതിൽ തെർമോസ്ഫിയറിലാണ് നമ്മൾ പൊതുവെ കാണാറുള്ള അയണോസ്ഫിയർ ഉള്ളത്. ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അയണോസ്ഫിയർ. അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ ഉള്ളത്. ഇത് രണ്ടോന്ന് ഓർത്ത് വയ്ക്കുക, ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓസോൺ ലെയർ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിൽ, അയണോസ്ഫിയർ ഉള്ളത് തെർമോസ്ഫിയറിൽ. ഈ അയണോസ്ഫിയറിൽ അയൺസ് ഉള്ളതുകൊണ്ട് ചൂടായതുകൊണ്ടാണ് അവിടെ തെർമോസ്ഫിയർ എന്ന് പേര് തന്നെ വരാൻ കാരണം. ഇങ്ങനെയൊക്കെ വെച്ചൊരു കഥയായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. തെർമോസ്ഫിയറിന്റെ ചൂടാവാൻ കാരണം അവിടെ അയൺസ് കൂടുതലുള്ളതുകൊണ്ട് അവിടെ ചൂട് റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോ, സ്ട്രാറ്റോ, മീസോ, തെർമോ, എക്സോ. ടോപ്പിലുള്ളത് ട്രോപ്പോ, അത് കഴിഞ്ഞാൽ ഇടയിൽ മീസോ, ഏറ്റവും മുകളിൽ എക്സോ, അതിന്റെ ഇടയിൽ 2 പേരുണ്ട്, സ്ട്രാറ്റോ, തെർമോ. സ്ട്രാറ്റോയിൽ ആരുണ്ട്? ഓസോൺ ഉണ്ട്. തെർമോയിൽ ആരുണ്ട്? അയണോസ്ഫിയർ ഉണ്ട്. ഓക്കെ, സോ ആൻസർ ട്രോപ്പോസ്ഫിയർ ആണ്, ഏറ്റവും നിയറസ്റ്റ് ലെയർ. അടുത്തത് തുന്ദ്ര എക്കോസിസ്റ്റം. തുന്ദ്ര എന്ന് വിളിക്കുന്ന എക്കോസിസ്റ്റം എവിടെയുള്ളതാണ്, അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ട്രീ ഇല്ലാത്തതാണോ, മൈക്രോ ബയോളജിക്കൽ ആണോ, മറൈൻ എക്കോസിസ്റ്റം ആണോ, അതോ ഇതിലെല്ലാം ശരിയാണോ? നമുക്ക് നോക്കാം.
ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം, പല ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്. മെയിൻ ആയിട്ടുള്ളത് അക്വാട്ടിക് എക്കോസിസ്റ്റം, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, അതായത് കരയിലുള്ളതും വെള്ളത്തിലുള്ളതും. ഈ വെള്ളത്തിലുള്ളതിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഫ്രഷ് വാട്ടർ എന്നും മറൈനും ഡിവൈഡ് ചെയ്യാം. അതിൽ തന്നെ ലെന്തിക്, ലോട്ടിക്, വെറ്റ്ലാൻഡ്. ഫ്രഷ് വാട്ടറിൽ ലെന്തിക്, ലോട്ടിക്. ലോട്ടിക് എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത്, ലെന്തിങ് ഒഴുകാത്തത്, ഒഴുകാതെയുള്ള ലേക്ക് പോലെയുള്ളത്. ലോട്ടിക് ഒഴുകി നടക്കുന്നത്, നമ്മുടെ റിവർ പോലെയുള്ളത്. സോ അക്വാട്ടിക്കിൽ ഫ്രഷ് വാട്ടറിൽ ലേക്ക് വരും, റിവർ വരും, പിന്നെ ഗ്രാസ് ലാൻഡ്, നമ്മുടെ പാടമൊക്കെ ഇല്ലേ, അതിനെ വെറ്റ്ലാൻഡ് എന്ന് വിളിക്കാം. വെറ്റ്ലാൻഡും വരും. അതല്ലാതെ മറൈനിൽ പിന്നെ ഒറ്റ സീ, മറൈൻ എക്കോസിസ്റ്റം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സീയുടെ എക്കോസിസ്റ്റം, ഓഷ്യന്റെ എക്കോസിസ്റ്റം ആണ്. അത് രണ്ടും അവിടെ ലോക്ക് ചെയ്യാം. ടെറസ്ട്രിയലിൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഉണ്ട്, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ഉണ്ട്, മൗണ്ടൻ എക്കോസിസ്റ്റം ഉണ്ട്, ഡെസേർട്ട് എക്കോസിസ്റ്റം ഉണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലെ ഒരാളായിട്ടുള്ള തുന്ദ്രയാണ്. ഓക്കെ, തുന്ദ്ര, ടൈഗ, കോണിഫറസ്, ടെമ്പറേറ്റ്, ബോറിയൽ, ഇവരെല്ലാവരും ഒരാൾ തന്നെയാണ്. പിന്നെ ഉള്ളത് ട്രോപ്പിക്കൽ എവർഗ്രീൻ, സെമി എവർഗ്രീൻ, ഡെസിഡിയസ്, ട്രോണ്, ലിറ്റോറൽ ഓർ സ്വാമ്പ്. ഈ തുന്ദ്ര എന്താണ്? ഐസ് മൂടിക്കിടക്കുന്നതാണ്. ഐസ് മൂടിക്കിടക്കുന്നതുകൊണ്ട് ട്രീസ് വളരെ കുറവാണ്. അടുത്തത് ടൈഗ എന്ന് പറഞ്ഞാൽ മഞ്ഞുള്ള സ്ഥലത്ത്, കോണിഫറസ് ട്രീ ഉള്ള സ്ഥലം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്രിസ്മസിനൊക്കെ കോണിഫറസ് ട്രീ ഉള്ള സ്ഥലമാണ് ടൈഗ. ബോറിയൽ എന്ന് പറയാം, അല്ലെങ്കിൽ റഷ്യയുടെ മുകളിലെ ഏരിയ, സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയിട്ടുള്ള നെതർലാൻഡ്, അയർലൻഡിലൊക്കെ ഉള്ളത്, പിന്നെ കാനഡയിലൊക്കെ ഉള്ള സാധനം. അതായത് എന്ത് പറ്റുന്നു? മുകളിലാണ്, പോളിനോട് ചേർന്നാണ് അത് കിടക്കുന്നത്. സോ അവിടെ ഉള്ളതെല്ലാം കോണിഫറസ്. ഈ ഐസ് എല്ലാം ചാടിക്കഴിഞ്ഞാൽ താഴോട്ട് പെട്ടെന്ന് ഊർന്നു പോകാൻ വേണ്ടി കോണിഫറസ് ആയിട്ടുള്ള ട്രീസ് ആണ് അവിടെ ഉള്ളത്. സോ ആദ്യം ഐസായി, പിന്നെ ഐസ് കുറച്ച് കുറഞ്ഞു. ഇനി ട്രോപ്പിക്കൽ എവർഗ്രീൻ, നമ്മൾ കാണുന്ന എപ്പോഴും ഇല പൊഴിയാത്തത്. ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ 0 to 30 ഡിഗ്രിക്ക് ഇടയിലുള്ളത്, ചൂടുള്ള സ്ഥലത്തുള്ള ഇല പൊഴിയാത്ത വൃക്ഷങ്ങളുള്ളതാണ് എവിടെ? ട്രോപ്പിക്കൽ എവർഗ്രീൻ. സെമി എവർഗ്രീൻ എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാം? നീ പറയുന്ന പോലെ കുറച്ച് ഇലകൾ പൊഴിയാം. ഡെസിഡിയസ് എന്ന് പറഞ്ഞാൽ ഇല പൊഴിയുന്ന സീസണും ഇല പൊഴിയാത്ത സീസണും. നമ്മൾ റബ്ബറൊക്കെ പോലെ, റബ്ബർ എടുത്ത് നിങ്ങൾ റബ്ബർ മരം എടുക്കാനുണ്ടാവില്ല, ഇല ഫുള്ളങ്ങ് പൊഴിഞ്ഞു കളയും, പിന്നെ കിളിർത്തിട്ട് പുതിയ ഇല വിടും. അങ്ങനെയുള്ള ഡെസിഡിയസ് ഫോറസ്റ്റ്. തോൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസേർട്സിൽ കാണുന്ന മുള്ളുകളുള്ള ഫോറസ്റ്റ്. അപ്പൊ തോൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മുള്ളുള്ളത്. റിട്ടോറൽ ആൻഡ് സ്വാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചതുപ്പ്. ഓക്കെ, ചതുപ്പ് നിലങ്ങള്, അതുപോലെ നമ്മുടെ പാടം, അതുപോലെ തന്നെ നമ്മുടെ സ്വാംസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ സുന്ദർബൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, വെറ്റ്ലാൻഡ്. ഓക്കെ, കണ്ടൽ കാടുകൾ, അതെല്ലാമാണ് സ്വാമ്പ്. ഇവിടെ ചോദിച്ചിട്ടുള്ള തുന്ദ്രയാണ്. തുന്ദ്ര എന്താണ്? അപ്പോ ഐസ് ആണ്, ട്രീസ് ഇല്ലാത്തതാണ്. സോ അതിന്റെ ആൻസർ എന്താ? സോ അതിന്റെ ആൻസർ നോട്ട് ട്രീ റീജിയൻ ആണ്. നോട്ട് ട്രീ റീജിയൻ ആണ് തുന്ദ്ര. അപ്പൊ തുന്ദ്ര എന്താണ്? ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആണ്. തുന്ദ്ര, ടൈഗ, ട്രോപ്പിക്കൽ എവർഗ്രീൻ, ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ, തോൺ ഫോറസ്റ്റ്, ഡെസിഡിയസ്, പിന്നെ സ്വാമ്പ്. ഇത്രയും പേര് ബേസിക് ആയിട്ടുള്ളതാണ്. അതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരാൾ വെച്ചാൽ തുന്ദ്ര എന്താണ്? ഐസ് ആണ്, ഓർത്ത് വയ്ക്കുക. ടൈഗ എന്താണ്? കോണിഫറസ് ആണ്, ഓർത്ത് വയ്ക്കുക. ട്രോപ്പിക്കൽ നിങ്ങൾക്ക് അറിയാം, ചൂടുള്ളതാണ്. എവർഗ്രീൻ എന്ന് വെച്ചാൽ എപ്പോഴും ഇലയുള്ളത്. ഡെസിഡിയസ് എന്ന് വെച്ചാൽ ഇല പൊഴിയുന്നത്. തോൺ എന്ന് വെച്ചാൽ മുള്ളുള്ളത്. സ്വാമ്പ് എന്ന് വെച്ചാൽ ചതുപ്പ്. വളരെ സിമ്പിൾ ആണ്. ലിറ്ററൽ മീനിങ് അറിഞ്ഞാൽ തന്നെ ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന? ബൗണ്ടറി ലൈൻ, നമ്മൾ ഇന്ത്യയിലേക്ക് എത്തി. നമ്മൾ വേൾഡിനെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ഇന്ത്യയിലെത്തി. ഇനി ഇന്ത്യയുടെ ബൗണ്ടറി ലൈൻസ് പഠിച്ചു വെച്ചാലേ രക്ഷയുള്ളൂ. ഇന്ത്യയും ബംഗ്ലാദേശ് തമ്മിലുള്ള ബൗണ്ടറി ലൈൻ പറഞ്ഞ പേരെന്താ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി ലൈൻ പറഞ്ഞ പേരെന്താ? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൗണ്ടറി ലൈൻ പറഞ്ഞ പേരെന്താ? നോക്കാം എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഒന്നാമത്തത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി ലൈൻ വിളിക്കുന്ന പേരാണ് റാഡ്ക്ലിഫ്. ഓക്കെ, റാഡ്ക്ലിഫ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, റെഡ്. റാഡ്ക്ലിഫ് എന്താണ്? ഇന്ത്യയും പാകിസ്ഥാൻ. ഇനി ഇന്ത്യയും നമ്മുടെ ചൈനയും തമ്മിൽ ഈ ഏരിയയിലുള്ളതാണ് ഏത് ലൈൻ? മക്മോഹൻ ലൈൻ. അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മക്മോഹനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റാഡ്ക്ലിഫും, ഇത് രണ്ടെണ്ണം ഓർത്ത് വയ്ക്കും. ഇനി ഇവിടെ ആരൊക്കെ നമുക്ക് പറയാനുള്ളത്? ഒരു LOC ഉണ്ട്, ഒരു LAC ഉണ്ട്. LOC ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ അഗ്രിമെന്റ് നടത്തുന്നുണ്ട്. വെടിനിർത്തൽ കരാറ്, അതായത് ലൈൻ ഓഫ് കൺട്രോൾ വെച്ചിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് ആംസ് എല്ലാം വെച്ചിട്ട് നിർത്താണ്. ഇവിടെ കൊണ്ട് നമുക്കൊരു ട്രീറ്റി ഒപ്പിട്ടിട്ട് നമുക്ക് ഇവിടെ തീരുമാനത്തിലെത്താം. അങ്ങനെ വരച്ച ലാസ്റ്റ് വരാം, ബാക്കി നിങ്ങൾ എടുത്തോ, ഇത് ഞങ്ങൾ എടുത്തോളാം, അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അങ്ങനെ വരച്ച ഒരു ലൈനാണ് LOC. കാർഗിലിന്റെ യുദ്ധത്തിലൊക്കെ നടന്നപ്പോൾ സംഭവിച്ചതാണ്. ആ LOC ആർക്കിടയില? അപ്പൊ LOC ചുരുക്കം പറഞ്ഞാൽ LOC ലൈൻ ഓഫ് കൺട്രോൾ ആർക്കിടയില? ഇന്ത്യക്കും പാക്കിനും ഇടയില. ആ സമയത്ത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LAC ആർക്കിടയില? ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ. സോ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് റാഡ്ക്ലിഫ് ലൈന് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ, LOC ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ, മക്മോഹനും LACയും ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലാണ്. സോ പാകിസ്ഥാന് റാഡ്ക്ലിഫും ഉണ്ട്, LOC ഉണ്ട്. ചൈനയും ഇന്ത്യയും തമ്മിൽ ആരൊക്കെ ഉണ്ട്? മക്മോഹനും ഉണ്ട്, LACയും ഉണ്ട്.
ഓക്കെ, ഇവിടെ എല്ലാത്തിന്റെ ഇമേജസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ മനസ്സിലാവും. പിന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു ലൈനാണ് ഡ്യൂറന്റ് ലൈൻ. ഓക്കെ, ഒരു ദുരന്തം പിടിച്ച ലൈൻ ആയതുകൊണ്ടായിരിക്കും ഡ്യൂറന്റ് ലൈൻ. ഓക്കെ, അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാര്യം പറയുന്ന പോലെ അഖണ്ഡ ഭാരതത്തിൽ ഇന്ത്യനും പാകിസ്ഥാനും ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് അഫ്ഗാനിസ്ഥാനായിട്ടുള്ള ഒരു ബോർഡർ ദുരന്തമാണ്. അവിടെ ഇന്ത്യയുമായിട്ട് മെർജ് ചെയ്യുന്ന കുറച്ച് സ്ഥലമുണ്ട്. ഇപ്പൊ അത് POK-യിലാണ്, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലാണ്, അല്ലെങ്കിൽ നമ്മുടെ കശ്മീരിൽ പാകിസ്ഥാന്റെ ഒരു ഏരിയയിലാണ്. സ്റ്റിൽ നമ്മൾ വിചാരിക്കുന്നത് ആ ഏരിയ നമ്മുടെ തന്നെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ തന്നെയാണ്. അവിടെ വരുന്ന ഒരു ഈ ഡ്യൂറന്റ് ലൈൻ അവിടെ ഒന്ന് കൂട്ടിമുട്ടുന്നുണ്ട്. സോ ഡ്യൂറന്റ് ലൈൻ ഇന്ത്യ, പാക്, അഫ്ഗാൻ, ഇവരുടെ മൂന്നുപേരുടെയും കോമ്പിനേഷൻ വരുന്ന സ്ഥലമാണ്. സോ ഇത്രയും മേജർ സ്ഥലങ്ങളാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ഇന്ത്യ ബോർഡറിൽ പഠിക്കാനുള്ളത്. ഒന്ന് റാഡ്ക്ലിഫ്, അടുത്തത് മക്മോഹൻ, അടുത്തത് ഡ്യൂറന്റ്, LOC, LAC. ഓക്കെ, ബാക്കി ആർക്കും അങ്ങനെ പേരുകളൊന്നുമില്ല. ബാക്കി ഇന്ത്യൻ, ഭൂട്ടാൻ, ഇന്ത്യൻ, നേപ്പാളായിട്ട് അങ്ങനെ പേരുകളൊന്നും പഠിക്കാനില്ല. ഇത്രയും പഠിച്ചു വെച്ച കാര്യങ്ങളാവും. സോ ഇവിടെ നമുക്ക് വേറെ ഒരു ഇന്ത്യയും മെയിൻ ആയിട്ടുള്ള രാജ്യങ്ങൾക്കുള്ളതോട് ഓർത്ത് വയ്ക്കാം. കുറച്ച് പാരലൽസ് ഉണ്ട്. ഓക്കെ, അതായത് മേജർ ആയിട്ട് സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ ഒരുപാട് യുദ്ധങ്ങൾ നടന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനം വരച്ചൊരു പാരലാണ് 38th പാരലൽ. 38th പാരലൽ ആരൊക്കെയാ? നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ. 49th പാരലാണ് US ചൈന. അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ബാക്കി ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതാണ് ഏറ്റവും കൂടുതൽ NTP നമ്മുടെ ജെയിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സർഫസ് ലെവലിൽ നിന്നാണ് ചോദിക്കുക. സോ ഞാൻ ഈ ബോൾഡ് ചെയ്തേക്കുന്നത് നോക്കാം. ഹിൻഡൻബർഗ് ലൈൻ പോളണ്ടും ജർമ്മനിയും തമ്മിൽ, ഓർഡർനീസ് ലൈൻ പോളണ്ടും ജർമ്മനിയും തമ്മിൽ. ഓക്കെ, അടുത്തത് സീഗ്ഫ്രിഡ് ലൈൻ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ. അതിന്റെ ഇടയിൽ 1-2 പേരുണ്ട്, ഇവരെല്ലാവരെയും വായിച്ചു നോക്കാം. ഞാൻ ഈ പറയുന്ന മെയിൻ ആൾക്കാരെ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചു തന്നെ പോവുക, അതാണ് നല്ലത്. സോ ഇവിടുത്തെ ആൻസർ മക്മോഹൻ ലൈൻ. ഓക്കെ അല്ലേ, നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ ഈസ്റ്റേൺ മോസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്? ഇന്ത്യയുടെ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ അത് ആധികാരികമായിട്ട് നോക്കാം. നമ്മുടെ കയ്യിൽ നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്. ഏറ്റവും നദേൺ മോസ്റ്റ് പോയിന്റ് ഇന്ത്യയുടെ ഏതാണ്? ഇന്ദിരാ കോൾ, ലഡാക്കിലെ ഇന്ദിരാ കോളാണ്. ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ് എല്ലാവർക്കും അറിയാം ഏതാണ്? കന്യാകുമാരി, തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ്. ഓക്കെ, ഇനി ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഇന്ത്യയിൽ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇല്ലാത്തവർ മനസ്സിലാക്കിക്കോ. ഗുജറാത്തിലെ ഗുഹാർ മോത്തി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗുജറാത്തിലെ ഗുഹാർ മോത്തി, GM ഗുഹാർ മോത്തി, ഗുജറാത്തിലെ ഗുഹാർ മോത്തി ആണ് വെസ്റ്റിലെ. ഇനി ഈസ്റ്റിലെയോ കിബിത്തു എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിലുള്ള കിബിത്തു എന്ന് പറയുന്ന സ്ഥലമാണ്. സോ ഏറ്റവും നോർത്തിൽ ഇന്ദിരാ കോളായി, ഏറ്റവും സൗത്തില് കന്യാകുമാരിയായി, ഏറ്റവും ഈസ്റ്റസ്റ്റ് പോയിന്റ് അരുണാചലിലെ കിബിത്തു ആണ്, ഏറ്റവും വെസ്റ്റസ്റ്റ് പോയിന്റ് ഗുഹാർ മോത്തി ഇൻ ഗുജറാത്ത് ആണ്. ഇനി നമ്മൾ ഇവിടെ ആരെയും കൂടി കൺസിഡർ ചെയ്തു വിചാരിക്കുക, നമ്മൾ ആൻഡമാൻ നിക്കോബാറിനെ കൂടി കൺസിഡർ ചെയ്തു, അതായത് ഐലൻഡിനെ കൂടി കൺസിഡർ ചെയ്തു. മെയിൻലാൻഡിലാണ് ഞാൻ ഈ പറഞ്ഞ 4 പേരുള്ളത്. അതല്ല, നമ്മൾ ഐലൻഡിനെ കൂടി കൺസിഡർ ചെയ്താൽ ആൻഡമാൻ നിക്കോബാറിലുള്ള ഇന്ദിരാ പോയിന്റ് അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിന്റ്, ആണ് ഇന്ത്യയുടെ ശരിക്കുമുള്ള, അത് ഇന്ത്യൻ ടെറിട്ടറിയുടെ സദേൺ മോസ്റ്റ് പോയിന്റ്. ഇന്ത്യൻ മെയിൻലാൻഡിന്റെ കന്യാകുമാരി ആകുമ്പോൾ ഇന്ത്യൻ ടെറിട്ടറിയുടെ ആൻഡമാൻ നിക്കോബാറിലുള്ള ഇന്ദിരാ പോയിന്റ് ഓർ പിഗ്മാലിയൻ പോയിന്റ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതാണ് ഞാനിവിടെ ഒന്നുകൂടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് നമുക്ക് ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ് കൂടെ മനസ്സിലാക്കാം. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ് മനസ്സിലാക്കാം. ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാണ്? 36 ഡിഗ്രി 6 മിനിറ്റ്സ് നോർത്ത്, താഴെ 8.4 അല്ലെങ്കിൽ 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത്. കാര്യം നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ആരുള്ളത്? ഇന്ത്യ ഇരിക്കുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിലോ വെസ്റ്റിൽ എത്രയാണ്? ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിലുള്ള ലോഞ്ചിറ്റ്യൂഡ് ഏതാണ്? ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് നമ്മളുള്ളത്. ഓക്കെ, ഇങ്ങനെ മുറിക്കുമ്പോൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലും അതുപോലെ ഇങ്ങനെ മുറിക്കുമ്പോൾ നമ്മളുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറിലുമാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരേണ്ടത്? 68.7, ഇവിടെ 97.25. ഏകദേശം ഇവർ തമ്മിലുള്ള വ്യത്യാസം 30. വ്യത്യാസവും ഏകദേശം 30 ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇവിടെ ആൻഡമാൻ്റെ കൂടി കൊടുത്തിട്ടുണ്ട്. ആൻഡമാൻ വരുമ്പോൾ 6.7 ആവും, അല്ലെങ്കിൽ 6 ഡിഗ്രി 7 മിനിറ്റ്സ് നോർത്തും കൂടി ആവും. അല്ലാതെ കൺസിഡർ ചെയ്താൽ ഇത് കറക്റ്റ് ആണ്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കും, ഇവർ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഏകദേശം 30 കിട്ടണ്ടോ എന്നൊന്ന് നോക്കുക. ഏകദേശം 30 ആണ്. ഇന്ത്യ അങ്ങനെ ഒരു സ്ക്വയറിനുള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരാളാണ്. ഏകദേശം 30 കിട്ടണോ നോക്കാം, അങ്ങനെയും ആൻസർ ചെയ്യാം.
അല്ലെങ്കിൽ പഠിച്ച് തന്നെ വയ്ക്കുക. പഠിച്ചു വയ്ക്കാതെ വേറെ വഴിയൊന്നുമില്ല ഇതിനകത്ത്. ഇതിൽ നമ്പർ ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ ഫോൺ നമ്പർ പഠിക്കുന്ന പോലെ ഇതെല്ലാം കൂടി ഒന്ന് പഠിച്ചു വയ്ക്കാം, മാക്സിമം പഠിക്കാൻ പറ്റുന്നത് പോലെ. ഓക്കെ, സോ ഇത്രയും കാര്യം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലെ ഏതാ പോയിന്റ്? Keep it 2. Okay, so അടുത്ത ക്വസ്റ്റ്യൻ, with which state is the border Bhutan, China, Myanmar connected? ഭൂട്ടാനും ചൈനയും മ്യാൻമറും കണക്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലെ ബോർഡറുമായിട്ടാണ്? നമുക്ക് കാണാം, ഇവിടെ ചൈന വന്നു, ഇവിടെ മ്യാൻമർ വന്നു. സോ ഇവിടെ ചൈന, ഇത്രയും ഭാഗം ചൈനയാണ്, ഇത്രയും ഭാഗം മ്യാൻമർ ആണ്, ഇവിടെ ഭൂട്ടാൻ. ഇവര് മൂന്നുപേരായിട്ട് കണക്ഷൻ ഉള്ളത് ആർക്കാണ്? അരുണാചൽ പ്രദേശിനാണ്. വേറെ ആർക്കെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. ഇതിന്റെ എല്ലാം ട്രൈ ജംഗ്ഷൻ ആയിട്ട് അരുണാചൽ പ്രദേശാണ് ഉള്ളത്. അതാണ് ചൈന ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുന്നത്, നമുക്ക് അരുണാചൽ പ്രദേശ് വേണം, വെറുതെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, അരുണാചൽ പ്രദേശ് ഞങ്ങളുടെയാണെന്നാണ് പറയുന്നത് ചൈന അങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, സോ അരുണാചൽ പ്രദേശാണ്, അതിന്റെ ക്യാപിറ്റൽ ഇറ്റാനഗർ ആണ്. ക്യാപിറ്റൽസും സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റേഴ്സും സ്റ്റേറ്റിലെ ഗവർണേഴ്സ് ഒക്കെ പഠിച്ചിട്ട് പോണോട്ടോ. ഓക്കെ, സോ നമ്മുടെ ബോർഡർ സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കോഡ് ഇട്ട് പഠിക്കാൻ പറ്റും. ബച്പൻ ബംഗ്ലാദേശിനാണ് ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഇന്ത്യ ആയിട്ടുള്ളത്, ചൈനയ്ക്ക് രണ്ടാമത്, പാകിസ്ഥാന് മൂന്നാമത്, നേപ്പാളിന് നാലാമത്. സോ ബച്പൻ 1004 പേരെ നമുക്ക് കിട്ടി, ബച്പനിലൂടെ 1004 പേരെ കിട്ടി. ബാക്കി 3 പേരെ കിട്ടാൻ വേണ്ടി MBA എന്ന് പഠിച്ചു വയ്ക്കുക. സോ ബച്പൻ MBA എന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാവരെയും കവർ ചെയ്യാം. ഓക്കെ, ആദ്യം ബംഗ്ലാദേശ്, രണ്ടാമത് ചൈന, മൂന്നാമത് പാകിസ്ഥാൻ, നാലാമത് നേപ്പാള്, അഞ്ചാമത് മ്യാൻമർ, ആറാമത് ഭൂട്ടാൻ, ഏഴാമത് ആരാണ്? അഫ്ഗാൻ. വളരെ ചെറിയ ബൗണ്ടറി ഉള്ളൂ ലഡാക്കുമായിട്ട്. ഓക്കെ അല്ലേ? സംസ്ഥാനങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഒരു മാപ്പ് ഫ്രണ്ടിൽ വയ്ക്കുക, ഇത് വെച്ചിട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക, ഒന്ന് നോക്കി വെച്ചാൽ മതി. നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം നമ്മളിപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ മനസ്സിലുണ്ട്, ഒന്ന് നോക്കി വയ്ക്കുക, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക, പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ കൊടുത്ത ത്രിപുര, ആസാം, മണിപ്പൂർ അല്ല, അരുണാചലാണ്. ഓക്കെ, അടുത്തത്, വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഓൺ ബേസിസ് ഓഫ് ഏരിയ? അപ്പൊ ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ ഫാക്ടുകളും പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, സോ ഇന്ത്യയിൽ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. കൂടെ നോക്കുമ്പോൾ തന്നെ കാണാം രാജസ്ഥാനാണ് ഏറ്റവും വലുത്. നമ്മൾ എന്തൊക്കെ പഠിക്കണം? ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്ററും ഗവർണറും പഠിച്ചു വയ്ക്കുക, ക്യാപിറ്റൽ പഠിക്കുക, നെയ്ബറിംഗ് സ്റ്റേറ്റ്സ്, ഒഡീഷയ്ക്ക് ചുറ്റും എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, ജാർഖണ്ഡിന് ചുറ്റും എത്ര സ്റ്റേറ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ കേരളത്തിന് നമ്മൾ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ആരായിട്ടാണ്? കേരളം കർണാടകയും തമിഴ്നാടുമായിട്ടാണ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നെയ്ബറിംഗ് സ്റ്റേറ്റ്, അതുപോലെ ഇന്റർനാഷണൽ ബൗണ്ടറി ആരെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ ചെയ്ത ചോദ്യമില്ല. അരുണാചലിന് ഇവർ 3 പേരായിട്ടും ബൗണ്ടറി ഉണ്ട്, പഞ്ചാബിന് പാകിസ്ഥാനായിട്ട് ബൗണ്ടറി ഉണ്ട്, ഗുജറാത്തിന് ആരെങ്കിലും ബൗണ്ടറി ഉണ്ടോ? ഇതെല്ലാം നോക്കി വെക്കുക. ലാർജസ്റ്റ്, സ്മോളസ്റ്റ്, ഡെൻസസ്റ്റ്, അതുപോലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനം ഏതാണെന്ന് മനസ്സിലാക്കുക. അത് ഫാക്ടുകളാണ്. സ്റ്റേറ്റ്സിന്റെ ഫാക്ടുകൾ പഠിച്ചു വയ്ക്കുക, ചോദിക്കും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഏരിയ വൈസ് ഇന്ത്യയിലെ ഏറ്റവും വലുത് രാജസ്ഥാനാണ്, രണ്ടാമത് മധ്യപ്രദേശാണ്, ഏറ്റവും ചെറുത് ഗോവയാണ്, അത് കഴിഞ്ഞാൽ ചെറുത് സിക്കിമാണ്. സോ ഏറ്റവും വലുത് രാജസ്ഥാൻ, രണ്ടാമത് മധ്യപ്രദേശ്, ഏറ്റവും ചെറുത് ഗോവ, അത് കഴിഞ്ഞാൽ സിക്കിം. പോപ്പുലേഷൻ വൈസ് 2011 സെൻസസ് വെച്ചിട്ട് പോപ്പുലേഷൻ വൈസ് ഏറ്റവും വലുത് ഉത്തർപ്രദേശാണ്, ഏറ്റവും ചെറുത് സിക്കിമാണ്, രണ്ടാമത്തെ ഏറ്റവും വലുത് മഹാരാഷ്ട്രയാണ്, രണ്ടാമത്തെ ഏറ്റവും ചെറുത് മിസോറാമാണ്. ഓർത്തു വയ്ക്കുക, ചോദ്യം ചോദിക്കാം, ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് എവിടെയാണ്. ഇനി ഡെൻസിറ്റിയുടെ കാര്യം, ജനസാന്ദ്രതയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതലുള്ള ബീഹാറിലാണ്, രണ്ടാമത് വെസ്റ്റ് ബംഗാളിലാണ്, ഏറ്റവും കുറവുള്ളത് അരുണാചലിലാണ്, കൂടുതൽ കാട് പിടിച്ച് കിടക്കാണ് അവിടെ, അല്ലെങ്കിൽ മലമ്പ്രദേശവും കാടുള്ള സ്ഥലമായതുകൊണ്ട് ഏറ്റവും കുറവ് അരുണാചലിൽ, രണ്ടാമത് മിസോറാമിൽ. ഓർത്തു വയ്ക്കുക. അടുത്തത് കോസ്റ്റൽ ഏരിയ, ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയ ഉള്ള സ്റ്റേറ്റ് ഗുജറാത്ത് ആണ്, രണ്ടാമത് ആന്ധ്രാപ്രദേശാണ്, ഏറ്റവും കുറവുള്ളത് ഗോവയിലാണ്, രണ്ടാമത് കർണാടകയിലാണ്. നമുക്ക് ഇല്ലാത്ത ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട് കേട്ടോ. കോസ്റ്റൽ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത്, കോസ്റ്റൽ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും കുറവുള്ളതാ. നിങ്ങൾ ചോദിക്കരുത് തെലങ്കാനയ്ക്ക് കോസ്റ്റൽ ഇല്ലല്ലോ, മധ്യപ്രദേശിന് കോസ്റ്റൽ ഇല്ലല്ലോ, അത് വരണ്ടേന്ന്. കോസ്റ്റൽ ഉള്ളതിൽ ഏറ്റവും കുറവുള്ളതാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ടേബിൾ പഠിച്ചു വയ്ക്കുക, ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ ആൻസർ വരുന്നത്? ഏറ്റവും കൂടുതൽ നമുക്കിവിടെ വന്നിട്ട് പോപ്പുലേഷൻ മാപ്പാണ്, ഏറ്റവും കൂടുതലുള്ള UP-യിൽ, രണ്ടാമത് മഹാരാഷ്ട്രയിൽ. ഓക്കെ, ആ ഒരു റെഡ് കുറഞ്ഞു വരുന്നത് കണ്ടോ? പിന്നെ ബീഹാറിൽ, അങ്ങനെ കുറഞ്ഞ് കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്, അങ്ങനെ കുറഞ്ഞ് വരാണ്. ലഡാക്കിലേക്ക് കണ്ടോ നല്ല വൈറ്റ് ആയിട്ടായിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ മാപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലേക്ക് ഇത് വയ്ക്കാം. ഇനി ജനസാന്ദ്രത നോക്കുമ്പോഴോ ഏറ്റവും കൂടുതൽ ബീഹാറിൽ, പിന്നെ വെസ്റ്റ് ബംഗാളിൽ, പിന്നെ കർണാടകയിലെല്ലാം ഈ പറയുന്ന പോലെ ജനസാന്ദ്രത ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു മാപ്പാണ് കൊടുത്തേക്കുന്നത്. മാപ്പ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ രാജസ്ഥാനാണ്. ഓക്കെ, വിച്ച് ഇസ് ദ സ്റ്റേറ്റ് ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജാർഖണ്ഡ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സ്റ്റേറ്റിന് ചുറ്റുമുള്ള സ്റ്റേറ്റ് കൂടെ മനസ്സിലാക്കി വെക്കണമെന്ന്. അപ്പൊ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ജാർഖണ്ഡിൽ സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന ആരാ? നമ്മൾ ജാർഖണ്ഡിന് എടുത്തു.
ജാർഖണ്ഡിന് എടുത്തുകൊണ്ടോ, ഇതാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെ മുകളില് ബീഹാർ, താഴെ ഒഡീഷ, ഈസ്റ്റേൺ സൈഡിൽ വെസ്റ്റ് ബംഗാൾ, വെസ്റ്റേൺ സൈഡിൽ ഛത്തീസ്ഗഡ്. വെസ്റ്റ് ബംഗാൾ ശരിക്കും പറഞ്ഞാൽ ആരുടെ വെസ്റ്റിലാ? ബംഗ്ലാദേശിന്റെ വെസ്റ്റിലാ. ഓക്കെ, ജാർഖണ്ഡിന്റെ ഈസ്റ്റിലാ. സോ നമ്മുടെ ചോദ്യം എന്താ? ഈസ്റ്റേൺ സൈഡിലുള്ളത് ആരാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. ആ ചോദ്യം കണ്ടിട്ട് വെസ്റ്റിലാണെന്ന് വിചാരിച്ച് കളയരുത്. അത് ബംഗ്ലാദേശിന്റെ വെസ്റ്റിന്റെ കാര്യം ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ജാർഖണ്ഡിന്റെ ഈസ്റ്റിൽ ആരാളുള്ളത്? വെസ്റ്റ് ബംഗാളുള്ളത്. അത് നമുക്ക് ബേസിക്കലി ഈ മാപ്പ് നമ്മൾ മനസ്സിൽ വേണം, എന്നാൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ മാപ്പ് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ ഉള്ളത് എവിടെയാ? എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ പറഞ്ഞതാണ് ഗുജറാത്തിലാണ്. അത് പഠിക്കാൻ ഒരു വഴിയുണ്ട്. ഏറ്റവും വലിയത് ഗുജറാത്തിലാണെന്ന് പഠിച്ചാൽ അത് കഴിഞ്ഞാൽ ATM. ഓക്കെ, ആന്ധ്ര, തമിഴ്നാട്, മഹാരാഷ്ട്ര. ഓക്കെ, ഗുജറാത്ത് ATM, ഗുജറാത്ത് ബാങ്കിന്റെ ATM ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഗുജറാത്ത് ബാങ്ക് ATM എങ്ങനെ ഓർത്ത് വയ്ക്കുക? ഗുജറാത്ത്, ആന്ധ്ര, തമിഴ്നാട്, മഹാരാഷ്ട്ര. ഗുജറാത്ത്, ആന്ധ്രയുടെ ഉണ്ടോ ഇത്രയും ഏരിയ ഉണ്ട്, പിന്നെ തമിഴ്നാടിന്റെ ഇത്രയും ഏരിയ ഉണ്ട്, പിന്നെ മഹാരാഷ്ട്രയുടെ ഇത്രയും ഏരിയ ഉണ്ട്. സോ ഗുജറാത്ത് ATM എന്ന് ഓർത്ത് വയ്ക്കുക. ലോങ്ങസ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ളത് ഗുജറാത്തിനാണ്. ഓക്കെ, സോ വീണ്ടും കൊടുത്തിട്ടുണ്ട്, ഗുജറാത്തിനാണ് ഏറ്റവും ഉള്ളത്, രണ്ടാമത് ആന്ധ്രയ്ക്ക്, ഏറ്റവും കുറവ് ഗോവയ്ക്ക്, അത് കഴിഞ്ഞ കർണാടകയ്ക്ക്. ഓക്കെ അല്ലേ? നമുക്ക് മുന്നോട്ട് പോവാം. എൻ്റെ ആൻസർ ഗുജറാത്ത് എന്നാണ്. എ കോസ്റ്റൽ ബോർഡർ ഓഫ് ആന്ധ്രാപ്രദേശ് ഇസ് കണക്റ്റഡ് ടു. ആന്ധ്രാപ്രദേശിന്റെ കോസ്റ്റൽ ബോർഡർ ബേ ഓഫ് ബംഗാളിലേക്കാണോ, ഇന്ത്യൻ ഓഷനിലേക്കാണോ, അറേബ്യൻ സീയിലേക്കാണോ, ഗൾഫ് ഓഫ് കമ്പത്തിലേക്കാണോ? എവിടെയാണ്? ആന്ധ്രാപ്രദേശിന്റെ ബോർഡർ ബേ ഓഫ് ബംഗാളിലാണ്, ബംഗാൾ ഉൾക്കടലിലാണ്. ഇവിടെ ബേ ഓഫ് ബംഗാൾ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. മാപ്പിംഗ് എന്നാണ് ഈ ഭാഗത്തിന് വിളിക്കുക. മാപ്പ് പഠിച്ചിട്ട് പോവുക. എത്ര ക്വസ്റ്റ്യൻസാണ് ചോദിച്ചാൽ നോക്ക്. 1-2 ചോദ്യങ്ങൾ നമുക്ക് ജെയ്ക്ക് ജിയോഗ്രഫിയിൽ നിന്ന് 2 ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ആ 2 ചോദ്യത്തിൽ ഒരെണ്ണം മാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഈ സെഷൻ കൊണ്ടുള്ള നിങ്ങൾക്കുള്ള പ്രയോജനം. നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ റിവൈസ് ചെയ്തൊക്കെ മറന്നു പോകുന്നുണ്ട്. ഈ PYQയിലൂടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ മാപ്പുകളെ മനസ്സിലാവുന്നതിലൂടെ ഒരു കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഓർത്ത് വയ്ക്കുക. സോ അടുത്ത്, വിച്ച് ഓഫ് ദീസ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇസ് ബോർഡഡ് വിത്ത് അറേബ്യൻ സീ? നമ്മൾ നേരത്തെ ഏതിന്റെ കണ്ടു? നേരത്തെ നമ്മൾ ബേ ഓഫ് ബംഗാളിൽ കണ്ടു. ഇതിൽ ഏതാണ് അറേബ്യൻ സീയിലുള്ളതെന്നാണ്? ആന്ധ്രയാണോ? അല്ല, നമ്മൾ പറഞ്ഞതാ. ഒഡീഷയാണോ, ഗുജറാത്ത് ആണോ, ബംഗാളാണോ? വെസ്റ്റ് ബംഗാളാണോ? നമുക്ക് നോക്കാം. ബേ ഓഫ് ബംഗാളിലുള്ളത് ആദ്യം വെസ്റ്റ് ബംഗാൾ, അടുത്തത് ഒഡീഷ, അടുത്തത് ആന്ധ്ര, അടുത്തത് തമിഴ്നാട്. ഇനി അറേബ്യൻ സീയിലുള്ളത് ആദ്യം ഗുജറാത്ത് വന്നു, പിന്നെ മഹാരാഷ്ട്ര വന്നു, പിന്നെ ഗോവ വന്നു, കർണാടക വന്നു, കേരളം വന്നു. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഓപ്ഷനിൽ ആരാണ്? ഗുജറാത്ത് ആണ്. കണ്ടോ, ഗുജറാത്ത് ആണ് ഈ ഓപ്ഷനിലുള്ള ആള്. പിന്നുള്ളത് മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള. ഇവിടെ വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്ര, തമിഴ്നാട്. തെലങ്കാനയ്ക്കൊന്നും എന്തില്ല? കോസ്റ്റൽ ബൗണ്ടറി ഇല്ല. കാര്യം ആന്ധ്ര മുറിച്ചെടുത്താണ് തെലങ്കാന ഉണ്ടാക്കിയത്. പക്ഷെ തെലങ്കാനയ്ക്ക് എന്ത് കൊടുത്തില്ല? അവർ കോസ്റ്റൽ ഏരിയ കൊടുത്തില്ല. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, ജാർഖണ്ഡ് ഇവർക്കൊന്നും കോസ്റ്റൽ ഏരിയ ഇല്ല. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഗുജറാത്താണ് ആൻസർ. അടുത്തത്, ഒഡീഷ ഷെയർസ് ഇറ്റ്സ് ബൗണ്ടറി വിത്ത് ഡാഷ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. എത്ര സ്റ്റേറ്റുമായിട്ട് ഒഡീഷ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്? ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് മാപ്പ് പഠിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് വേറെ ഒരു വഴിയില്ല. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. ഇങ്ങനത്തെ ചോദ്യങ്ങളും വരാം. നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്സ് ആയിട്ട് ബൗണ്ടറി പങ്കിടുന്നത് UP ആണ്. ഏറ്റവും കുറച്ചായിട്ട് പങ്കിടുന്നത് സിക്കിം, മേഘാലയാണ്. ഓക്കെ, ഈ ലിസ്റ്റ് നിങ്ങൾ പഠിച്ചാലും മതിയാവും. ഓക്കെ, ഞാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു 2-3 പഠിച്ചു വയ്ക്കുക. അപ്പൊ ആ ഓപ്ഷനിൽ നമുക്ക് കളയാൻ പറ്റും. ഏറ്റവും കൂടുതലുള്ളത് UPക്കാന്നറിയാം, ഏറ്റവും കൂടുതലുള്ളത് കുറവുള്ളത് ഇവർക്കാന്നറിയാം. ഇനി കേരളം പോലെയുള്ളത് ആരാ നമുക്ക് പഠിച്ചു വയ്ക്കാം? കേരളം പോലെയുള്ളത് കേരള, ഗോവ, അരുണാചൽ, ത്രിപുര. ഇവർക്കൊക്കെ 2 വെച്ചേ ഉള്ളൂ. ഇനി 7 ഉള്ളത് ഛത്തീസ്ഗഡിനും ആസാമിനും 7 ഉണ്ട്. 6 കർണാടകയ്ക്കും രാജസ്ഥാനും മഹാരാഷ്ട്രയ്ക്കും 6 ഉണ്ട്. ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, തെലങ്കാന, മധ്യപ്രദേശിന് 5 ഉണ്ട്. ഹിമാചലിനും ഒഡീഷയ്ക്കും ഹരിയാനയ്ക്കും 4 മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, പഞ്ചാബ്, തമിഴ്നാടിന് 3. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ വേണമെങ്കിൽ പഠിക്കാം. വിചാരിച്ചാൽ പഠിക്കാം. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇതിനകത്ത് കോഡുകളെല്ലാം ഇട്ട് നിങ്ങൾ തന്നെ പഠിക്കുക. ഓക്കെ, നിങ്ങൾ വൺസ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങൾ മനസ്സിലാതിരിക്കും. ഓക്കെ, സോ ഇതിന്റെ ഉത്തരം 4 ആണ്. നമ്മൾ കണ്ടതാണ്. 4 ഉള്ള ആളാണ് ഒഡീഷ. ഓക്കെ അല്ലേ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് സിറ്റീസ് ഹാസ് ദ ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ഇന്ത്യ? ഓക്കെ, നമ്മൾ കോസ്റ്റൽ സ്റ്റേറ്റ്സ് കണ്ടു. ഇതിൽ ഏത് സിറ്റിക്കാണ് കോസ്റ്റ് ലൈൻ ഉള്ളത്? ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ ഉള്ളത്? അപ്പൊ ഇന്ത്യയിലെ കോസ്റ്റ് ലൈനുകൾ നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ഇന്ത്യയിലെ കോസ്റ്റ് ലൈനുകൾ? ഇത് കോസ്റ്റൽ സിറ്റീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക,
കേരള, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ആണ് കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ. ഇനി ഇന്ത്യയുടെ കോസ്റ്റുകൾ ഏതൊക്കെയാണ്? കച്ച് എന്ന് വിളിക്കുന്ന ഗുജറാത്തിന്റെ പകുതിയുള്ള ഒരു കോസ്റ്റ്, കത്തിയാവർ എന്ന് വിളിക്കുന്ന ബാക്കി കോസ്റ്റ്, ഗുജറാത്തിന്റെ ആ ഒരു താഴെ ഗുജറാത്ത് പ്ലെയിൻ ഉണ്ട്, കോസ്റ്റൽ പ്ലെയിൻ. ഇനി ഒരു വലിയൊരു കോസ്റ്റ് ഇവിടെ ഉണ്ട്, കൊങ്കൺ റെയിൽവേ ഉള്ള കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞു? വെസ്റ്റേൺ കോസ്റ്റ് കഴിഞ്ഞു. ഇനി ഈസ്റ്റേൺ കോസ്റ്റിൽ ആരൊക്കെയാണുള്ളത്? കൊറമണ്ടൽ കോസ്റ്റ്, നോർത്തേൺ സിർക്കാർ, ഉത്കൽ കോസ്റ്റ്. ഓക്കെ, ഇന്ത്യയുടെ മൊത്തം കോസ്റ്റ് ലൈൻ എത്രയുണ്ട്? 7516 കിലോമീറ്റർ, ഏകദേശം 7500ഓളം കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മൊത്തം കോസ്റ്റ് ലൈൻ. മെയിൻലാൻഡിൽ 6100ഉം ആൻഡമാൻ നിക്കോബാറിനെയും ലക്ഷദ്വീപിനെയും ദ്വീപുകളെയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 1000 കൂടി 7000 ആയി മാറും. 7500ആണ് ഏറ്റവും നമുക്കുള്ളത്, ഏറ്റവും നമ്മുടെ കോസ്റ്റ് ലൈൻ അത്രയാണ്. അതിനകത്ത് ഐലൻഡ്സിനെ, ആൻഡമാൻ നിക്കോബാറിനെ ലക്ഷദ്വീപിനെയും ഐലൻഡ്സിനെയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ 6100 ആയി മാറും. ഓക്കെ, സോ ഇതിനകത്ത് തന്നെ ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ ഉള്ളത് കൊറമണ്ടൽ കോസ്റ്റിലാണ്. എവിടെയാണ്? കൊറമണ്ടൽ കോസ്റ്റ്, അതായത് ഈ കോസ്റ്റിലാണ് ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ. സോ കൊറമണ്ടൽ കോസ്റ്റിൽ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷനിൽ കൊറമണ്ടൽ കോസ്റ്റിലുള്ളത് ആരാ? മംഗലാപുരം ഉണ്ടോ? മംഗലാപുരം ഉണ്ടോ? ഇല്ല. മുംബൈ ഉണ്ടോ? ഇല്ല. കൊച്ചി ഉണ്ടോ? ഇല്ല. ഇവരെല്ലാവരും എവിടെയാ? മംഗലാപുരം വന്നിട്ട് കർണാടകയിൽ, കൊച്ചി വന്നിട്ട് കേരളത്തിൽ, മഹാരാഷ്ട്രയിൽ മുംബൈ. ഈ ഏരിയ ആണോ? അല്ല, ഈ ഭാഗത്താണ് കൊറമണ്ടൽ. കൊറമണ്ടലുള്ളത് ആരാ? അപ്പോൾ അവിടെ നേരത്തെ കാണിച്ചു പോയി അറിയാതെ, ചെന്നൈ ആണ് അതിന്റെ ഉത്തരം. അപ്പൊ ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറമണ്ടൽ കോസ്റ്റ് ആണ്. ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ ഉള്ള ഏരിയ ഏതാണ്? ചെന്നൈ ആണ്. അല്ലെങ്കിൽ സിറ്റി ഏതാണ്? ചെന്നൈ ആണ്. ഓക്കെ, അതും കൂടെ ഓർത്തു വയ്ക്കാം. അടുത്തത് നമ്മളിപ്പോ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് മാപ്പിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞു, സ്റ്റേറ്റിന്റെ ഫാക്ട് പറഞ്ഞു, കോസ്റ്റൽ പറഞ്ഞു, സ്റ്റേറ്റിനകത്തുള്ള ഏരിയ, പോപ്പുലേഷൻ, ഡെൻസിറ്റി, ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കാട്ടോ. ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിപ്പോൾ NTPC ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുക. ഇങ്ങനെയൊക്കെയാണ് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇവിടെ നിന്നൊക്കെ വെയിറ്റേജ് വരുന്നത്. നിങ്ങൾ ഇതെല്ലാം കൂടെ സ്വരുക്കൂട്ടി പഠിക്കാതിരിക്കുമ്പോൾ ഒരു സമയം എടുക്കും. അതുകൊണ്ടാണ് ഇത് ആൻസർ ഞങ്ങൾ നിങ്ങളടുത്തേക്ക് വരുന്നത്. സോ അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഗുരുശിഖർ എന്ന് വിളിക്കുന്ന പീക്ക് ഏത് സ്റ്റേറ്റിലാണ്? സോ മേജർ പീക്സ് പഠിച്ചു വെച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ എന്ത് കണ്ടാലും എനിക്ക് അറിയാൻ പാടില്ല. ഞാനത് പഠിച്ചു വെച്ചാലേ രക്ഷയുള്ളൂ. ഇവിടെ ഞാൻ എന്ത് ഗസ് ചെയ്യാൻ പറ്റും? ഗസ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ പഠിക്കാൻ പോവാം. അടുത്തത് ചോദിച്ചാൽ ഷെവറോയി ഹിൽസ് എവിടെയാണ്? ഇതും പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് കണ്ടിട്ട് നോർത്തിലാണോ സൗത്തിലാണോ എന്ന് മനസ്സിലാവണില്ല. ഒരു നോർത്ത് ഇന്ത്യൻ പേരാണെങ്കിൽ അതെങ്കിലും വിചാരിക്കാം, മനസ്സിലാവുന്നില്ല. അടുത്ത് വിചാരിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഹിൽ സ്റ്റേഷൻ ഇൻ രാജസ്ഥാൻ? അടുത്തത് ഒരു ഹിൽ സ്റ്റേഷൻ രാജസ്ഥാനിലെ ഇത് എനിക്ക് അറിയാൻ പാടില്ല. ഇത് കണ്ടിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താ? മേജർ ആയിട്ടുള്ള പീക്കുകൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. മേജർ ആയിട്ടുള്ള പീക്കുകൾ പഠിച്ചു വെക്കുക എന്നുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഓരോ റേഞ്ചിലെയും മേജർ പീക്കുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ മേജർ ആയിട്ടുള്ള റേഞ്ചുകൾ, ഒന്ന് ഹിമാലയൻ, അടുത്ത ആരവല്ലി, അടുത്ത പൂർവാഞ്ചൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള റേഞ്ച്, അടുത്തത് വിന്ധ്യൻ, സത്പുര, വെസ്റ്റേൺ ഗസ്റ്റ്, ഈസ്റ്റേൺ ഗസ്റ്റ്. ഇത്രയും റേഞ്ചുകളാണ് നമുക്കുള്ളത്. അതിലെ ഏറ്റവും വലിയ പീക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഹിമാലയയിലെ ഏറ്റവും വലിയ പീക്ക് എവറസ്റ്റ്, ആരവല്ലിയിലെ ഗുരുശിഖർ, പൂർവാഞ്ചലിലെ ദാഫ, വിന്ധ്യയിലെ സദ്ഭാവന അല്ലെങ്കിൽ ഗുഡ്വിൽ പീക്ക്. അടുത്തത് സത്പുരയിലെ ധൂപ്ഗഡ്, വെസ്റ്റേൺ ഗട്ട്സിലെ ആനമുടി, ഈസ്റ്റേൺ ഗട്ട്സിലെ ജിൻദാഗ. ഓക്കെ, ഇവരാണ് മേജർ ആയിട്ടുള്ള ആൾക്കാർ. ഇവരെ പഠിച്ചിട്ട് പോകാൻ നമുക്ക് പറ്റൂലേ? നമുക്ക് പറ്റും. ഇവരെങ്കിലും പഠിച്ചിട്ട് പോകാം. ഇങ്ങനെ നമ്മൾ അതിനെ എന്ത് പഠിക്കണം തീരുമാനിക്കുന്നത് ഇവിടെയാണ്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്ത് പഠിക്കണ്ട, എന്ത് പഠിക്കണം എന്ന് തീരുമാനിച്ചാൽ തന്നെ 50% ഓക്കെയാണ്. ഇപ്പൊ ഇത് പഠിച്ചിട്ട് പോവാം. ഇനി അത് മാത്രം പഠിച്ചാൽ തീരില്ല. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരോട് മനസ്സിലാക്കി വെക്കി. ആരാ? ദൗളാദർ എവിടെയുള്ളതാ? ഹിമാലയിലുള്ളതാ. നന്ദാദേവി, നങ്കാ പർവ്വത് ഹിമാലയിലുള്ളതാ. കാമത്ത്, നാംച പർവ, കാഞ്ചൻജംഗ. ഈ 6 പേരും ആരാണ്? ഹിമാലയയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പർവ്വതങ്ങളാണ്. മൗണ്ട് അബു ഒരു ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പർവ്വതമാണ്. എവിടെയുള്ള ഈ മൗണ്ട് അബു ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം അവിടെ ഒരു ജൈന ടെമ്പിൾ ഒക്കെ ഉണ്ട്. അങ്ങനെ അവർ ഇമ്പോർട്ടന്റ് ആയി. അതും ആരവല്ലി റേഞ്ചസിലുള്ളതാണ്. ഓക്കെ, സോ ആരവല്ലിയിൽ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന 2 ആൾക്കാർ ഗുരുശിഖറും മൗണ്ട് അബുവും മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ പൂർവാഞ്ചലിൽ അറിഞ്ഞിരിക്കുക പട്കായ് ഹിൽസ്, നാഗ ഹിൽസ്. നാഗ ഹില്ലിൽ നാഗാലാൻഡിനെ ഡിമാർക്കേറ്റ് ചെയ്യുന്ന നാഗ ഹില്ല്, മിസോറാമിനെ ഡിമാർക്കേറ്റ് ചെയ്യുന്ന മിസോറാം ഹില്ല്, മിസോ ഹില്ല്, മണിപ്പൂരിനെ ഡിമാർക്കേറ്റ് ചെയ്യുന്ന മണിപ്പൂർ ഹിൽസ്. ഓക്കെ, ഇതും കൊണ്ട് ഓർത്ത് വയ്ക്കുക. പൂർവാഞ്ചൽ നോർത്ത് ഈസ്റ്റ് ഹിൽസ് ആണ്. ഇനി വിന്ധ്യയിൽ മെയിൻ ആയിട്ടുള്ള, വിന്ധ്യ പൊതുവേ പൊക്കം കുറഞ്ഞ റേഞ്ച് ആണ്. മെയിൻ ആയിട്ടുള്ള ഗുഡ്വിൽ പീക്ക് മാത്രം, അല്ലെങ്കിൽ സദ്ഭാവന, ഗുഡ്വിൽ, സദ്ഭാവന, നല്ല ഭാവന, അതുള്ള കൂടി ഓർത്ത് വയ്ക്കുക. വിന്ധ്യ. സത്പുരയിലെ ഏറ്റവും വലിയ ധൂപ്ഗഡ് ആണ് അമർകണ്ടക് പ്ലേറ്റ്.
അമർകണ്ടക് പ്ലേറ്റുകളിൽ ഒരുപാട് റിവേഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് കാണും. ഒരുപാട് റിവേഴ്സ് എല്ലാം ഉണ്ടാവുന്ന ഒരു പ്ലേറ്റുമാണ്, മൈനിങ് എല്ലാം നടക്കുന്ന ഒരു പ്ലേറ്റുമാണ്. സോ അമർകണ്ടക് ഹിൽസ് അല്ലെങ്കിൽ അമർകണ്ടക് പ്ലേറ്റും എവിടെ ഉള്ളതാണ്? സത്പുരയിലുള്ളതാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ സത്പുരയിൽ അറിഞ്ഞിരിക്കുന്ന ധൂപ്ഖണ്ഡും അമർകണ്ടക്കുമാണ്. ഇനി വെസ്റ്റേൺ ഗട്ട്സിൽ നമ്മൾ ഏറ്റവും വലുതായിട്ട് ആനമുടിനെ പഠിച്ചു. കുതിരമുഗ്, ദൊഡാബേട്ട, നീലഗിരി. നീലഗിരി നമ്മുടെ നീലഗിരി. അടുത്തത് പളനി, കാർഡമം, ഏലമലകൾ. സോ ഏലമലകളും പളനി മലയും നീലഗിരിയും കുതിരമുഖും ദൊഡാബെട്ടയും വെസ്റ്റേൺ ഗട്ട്സിലും, അർമാകൊണ്ട, മഹേന്ദ്രഗിരി, ജാവഡി, ഷെവറോയ് ഇവരെല്ലാം ഈസ്റ്റേൺ ഗട്ട്സിലുമാണ്. ബേസിക്കലി മിനിമം ഇത്രയും പീക്ക് എങ്കിലും പഠിക്കുക. ഒരു ചോദ്യം വരാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ വരുള്ളൂ, അല്ലാതെ വന്നു കഴിഞ്ഞാൽ ആർക്കും എഴുതാൻ പറ്റാന്ന് വിചാരിക്കുക. മിനിമം എത്ര പേരെങ്കിലും പഠിക്കുക. സോ ഇവിടെ പറ്റുന്നത് എന്താ? നമ്മൾ നോക്കി, നീലഗിരി ഉണ്ട്, ആനമലയുണ്ട്, ഏലമലകളായിട്ടുള്ള കാർഡമം ഹിൽസ് ഉണ്ട്, ദൊഡാബേട്ട, ആനമുടി, മഹേന്ദ്രഗിരി, അർമാകൊണ്ട. ഇവിടെ തന്നെ പിന്നെ ആരുള്ളത്? ഗാരോ ഖാസി, ജയന്തിയ. എവിടെ? മേഘാലയയിലുള്ള നംച പർവ, കാഞ്ചൻജംഗ, നന്ദാദേവി, കാമത്ത്, മൗണ്ട് K2, ഏറ്റവും വലിയ മൗണ്ടൻ മൗണ്ട് K2, ഇന്ത്യയിലെ ഏറ്റവും വലുത്. എവറസ്റ്റ് ലോകത്തെ ഏറ്റവും വലുതാണ്, ഇന്ത്യയിലെ ഏറ്റവും വലുത് മൗണ്ട് K2, നങ്ക പർവ്വത്, ഗുരു ശിഖർ, ഇവിടെ ഒരു മൗണ്ട് അബു ഉണ്ട്. ഇങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഞാൻ ഇവിടെ കാണിച്ച ഈ ആൾക്കാരെങ്കിലും പഠിച്ചിട്ട് പോകാം. സോ നമുക്ക് അപ്പൊ ആൻസർ ചെയ്യാൻ പറ്റും. എന്ത്? രാജസ്ഥാനിലാണ്, ആരവല്ലി ഉള്ള രാജസ്ഥാനിലാണ് എന്തുള്ളത്? ഗുരു ശിഖർ ഉള്ളത്. അപ്പൊ ആരവല്ലി. ഇനി ആരവല്ലിയിലുള്ള മറ്റൊരാളാരാണ്? മൗണ്ട് അബു. അതൊരു ഹിൽ സ്റ്റേഷൻ ആണ്, അത് ഓർത്ത് വെച്ചു. അടുത്തത് ഷെവറോയ് ഉള്ളത് അപ്പൊ എവിടെയാ? ഈസ്റ്റേൺ ഘട്ട്സിലാണ്. ഈസ്റ്റേൺ ഘട്ട്സിന്റെ താഴെ ഭാഗത്താണ്. നമ്മൾ ഇമേജിൽ കണ്ടില്ലേ, ഈസ്റ്റേൺ ഘട്ട്സിന്റെ താഴെ ഭാഗത്താണ് ഷെവറോയ് ഉള്ളത്, ഈ ഭാഗത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നപ്പോ എന്ത് പറ്റി? ഷെവറോയ് അപ്പൊ എവിടെയായിട്ട് വരും? തമിഴ്നാട്ടിലാണ്. ആന്ധ്രയിലും കർണാടകയിലും രാജസ്ഥാനിലും ഒന്നല്ല, മുകളിലല്ല, ഏറ്റവും താഴെയാണ്. അതായത് വെസ്റ്റേൺ ഘട്ട്സും ഈസ്റ്റേൺ ഘട്ട്സും കൂട്ടിമുട്ടുന്ന സദേൺ ഹിൽസിൽ പെട്ടതാണ് ആര്? ഷെവറോയി. ജാവഡി, ഷെവറോയി, പളനിമല, കാർഡമം ഹിൽസ് ആയിട്ടുള്ള ഏലമല, ഇതെല്ലാം താഴെയാണ് കിടക്കുന്നത്. ഓക്കെ, അടുത്തത് ഹിൽ സ്റ്റേഷൻ നമ്മൾ പറഞ്ഞു മൗണ്ട് അബു ആണ് രാജസ്ഥാനിലുള്ളത്, അല്ലെങ്കിൽ ആരവല്ലിയിൽ ഉള്ളത്. ഈ രണ്ടുപേരെ പറ്റി ചോദിക്കാറുള്ളൂ പൊതുവെ. സോ അവ രണ്ടിനെ പഠിച്ചു വയ്ക്കാം. സോ അത്രയും കാലം മനസ്സിലാക്കി, നമ്മൾ മൗണ്ടൻസിനെ മനസ്സിലാക്കി. ഇനി നമുക്ക് ഒരു ഡെസേർട്ട്, ഇന്ത്യക്ക് ആകെ ഒരു ഡെസേർട്ടേ ഉള്ളൂ, ഥാർ ഡെസേർട്ട്. ഥാർ ഡെസേർട്ട് എവിടെയാണ്? ഥാർ ഡെസേർട്ട് രാജസ്ഥാനിലാണ്. അപ്പോ നമ്മുടെ ഇന്ത്യയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഹിമാലയ, ട്രാൻസ് ഹിമാലയാസ് എന്ന് ഡിവൈഡ് ചെയ്യാം. അതല്ലാതെ വെസ്റ്റേൺ ഹിമാലയാസ് എന്നും ഈസ്റ്റേൺ ഹിമാലയാസ് എന്നും ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഹിമാലയാസ് എന്നും, അല്ലെങ്കിൽ പൂർവാഞ്ചൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പൂർവാഞ്ചൽ ഏരിയ ഉണ്ട്. നോർത്ത് ഈസ്റ്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് പൂർവാഞ്ചൽ, ഓർത്ത് വയ്ക്കുക. ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, ഡെക്കാൻ പ്ലേറ്റും ഉണ്ട്, സെൻട്രൽ ഹൈലാൻഡ്, ഗംഗ ഒഴുകുന്ന ഗാൻജറ്റിക് പ്ലെയിൻ, ഇവിടെ സെമി എറിഡ്, അതുപോലെ ഡെസേർട്ട്. ഈ ഏരിയ ഏതാണ്? രാജസ്ഥാനാണ്. ഈ ഭാഗത്തായിട്ടുള്ള മലനിരകൾ ഏതാണ്? ആരവല്ലിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയല്ലേ ഉള്ളൂ, ആരവല്ലിയാണ്. ഇങ്ങനെ അറിഞ്ഞ് പഠിച്ചു പോയത്. ആരവല്ലി ഉള്ളത് കൊണ്ടാണ് പുറകിൽ ഒരു ഡെസേർട്ട് വന്നത്. അവിടെ പോയിട്ട് ആ മലയിൽ അടിച്ചിട്ട് അപ്പുറം മഴ പെയ്യാത്തത് കൊണ്ടാണ് അവിടെ ഡെസേർട്ട് ആയിട്ട് മാറുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു നോക്ക്, ജോഗ്രഫി എളുപ്പമാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് സംഭവിച്ചു? ഈ ഒരു ഭാഗത്ത് ഡെസേർട്ട് വന്നു, ഇവിടെ വെസ്റ്റേൺ ഗട്ട്സ് വരുന്നു, ഇവിടെ ഈസ്റ്റേൺ ഗട്ട്സ് വരുന്നു, ഇവിടെ ഡെക്കാൻ പ്ലേറ്റ് വരുന്നു, ഇവിടെ ഗാൻജറ്റിക് പ്ലെയിൻ കണ്ടോ, നദികളുടെ ചാലുകൾ കണ്ടോ, ഇത്രയും ഭാഗം ഗാൻജറ്റിക് പ്ലെയിൻ ആണ്. ഇവിടെ ഹിമാലയാസ്, ഓക്കെ, ട്രാൻസ് ഹിമാലയാസ് വന്നു, വെസ്റ്റേൺ ഹിമാലയാസ് വന്നു. ഈ ഭാഗത്ത് ഈസ്റ്റേൺ ഹിമാലയാസ്, ഇവിടെ പൂർവാഞ്ചൽ. ഓക്കെ, ഈസ്റ്റേൺ ഹിമാലയാസ്, ഇവിടെ വെസ്റ്റേൺ ഹിമാലയാസ്, ഇവിടെ വന്നിട്ട് എന്ത് വരുന്നു? ഹിമാലയാസ്, അതായത് ട്രാൻസ് ഹിമാലയാസ് നമുക്ക് വിളിക്കാം. ഇവിടെ നമുക്ക് ഡെസേർട്ട് വരുന്നുണ്ടാവും. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നിങ്ങളെല്ലാം ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ജസ്റ്റ് ഇത് പഠിച്ചെടുക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്, റിവൈസ് ചെയ്യുക. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഒരു ഡെസേർട്ടല്ലേ ഉള്ളൂ, താർ ഡെസേർട്ട്, അതല്ലേ അവർ ചോദിച്ചുള്ളൂ. ഓക്കെ, അടുത്തത്. സോ ഇതിന്റെ ആൻസർ എന്താണ്? രാജസ്ഥാനാണ്. സോ ഈ ഒരു ഭാഗത്തായിട്ട് ഡെസേർട്ട് കണ്ടോ, ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ ഥാർ ഡെസേർട്ട്, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, പൂർവാഞ്ചൽ, അങ്ങനെ പലതും ഈ ഇമേജിലുണ്ട്. ഫിസിക്കൽ മാപ്പ്, അത് പൊളിറ്റിക്കൽ മാപ്പ്. എപ്പോഴും ഈ രണ്ട് മാപ്പ് നമ്മുടെ കയ്യിൽ വേണം, എന്നാലേ മാക്സിമം ചോദ്യങ്ങൾ CGL ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, RRB JE ആയിക്കോട്ടെ, ALP ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഏത് പരീക്ഷയാണെങ്കിലും മാപ്പിംഗ് ഇല്ലാത്ത ജോഗ്രഫി നിലനിൽക്കുന്നില്ല. UPSC പോലും ജോഗ്രഫിയിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത് മാപ്പിംഗിൽ നിന്നാണ്. ഇന്ത്യയുടെ സ്ഥലങ്ങൾ അറിഞ്ഞിരിക്കുക, എന്നാലേ ഇന്ത്യയിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് റെയിൽവേ പോലുള്ള പരീക്ഷകൾക്ക് മാപ്പിംഗ് അറിയാതെ ജോലി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എൻ്റെ ഉത്തരം രാജസ്ഥാനാണ്. അടുത്തത്, ഇൻ ബംഗ്ലാദേശ് ദ റിവർ ഗംഗ ഈസ് നോൺ വിത്ത് വാട്ട് നെയിം? അപ്പോൾ ഒരു റിവറിന്റെ പല നെയിമുകൾ അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. അപ്പൊ ഗംഗനെ നമ്മൾ ബംഗ്ലാദേശിന് വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, സോ നമുക്ക് നെയിംസ് നോക്കാം.
നിക് നെയിമും റിവറിന്റെ നെയിമും. സിന്ധു നദിയാണ് ആര്? ഇൻഡസ്. അടുത്തത് ഡെഡ് റിവർ എന്ന് വിളിക്കുന്നത് ഗാഗ്രേനെയാണ്. ട്രാൻസ്പെറന്റ് റിവർ എന്ന് വിളിക്കുന്നത് ഉംഗോട്ട് റിവർ എന്നാണ്. റെഡ് റിവർ ആരാ? ബ്രഹ്മപുത്ര. യർലുങ് സാങ്പോ എന്ന് ടിബറ്റില് ബ്രഹ്മപുത്രനെ വിളിക്കുന്ന പേരാണ്. ദിഹാങ് എന്ന് ബ്രഹ്മപുത്രനെ എവിടെ വിളിക്കുന്ന പേരാ? അരുണാചലിൽ വിളിക്കുന്ന പേരാ. ദിലാവ് എന്ന് ബ്രഹ്മപുത്രനെ ആസാമിൽ വിളിക്കുന്ന പേരാ. ശാരദ റിവറിന്റെ മറ്റൊരു പേരാണ് കാളി റിവർ. ഗോദാവരി നമ്മൾ വൃദ്ധ ഗംഗ എന്ന് വിളിക്കുന്നു. ഗോദാവരി നമ്മൾ ദക്ഷിൺ ഗംഗ എന്നും വിളിക്കുന്നു. കാവേരി നമ്മൾ സൗത്തിലെ ഗംഗ എന്ന് വിളിക്കുന്നു, ഗാംഗസ് ഓഫ് ദ സൗത്ത്. കാവേരി നമ്മൾ അർദ്ധ ഗംഗ എന്ന് വിളിക്കുന്നു. ലൂണി റിവറിനെ ലവണവാരി എന്ന് വിളിക്കുന്നു. ലൂണി എവിടെയാണ്? ലൂണി രാജസ്ഥാനിലാണ്. ഈ രാജസ്ഥാനിലാവുമ്പോൾ അവിടെ എന്താ? ഡെസേർട്ട് ഉള്ളത് കൊണ്ട് അവിടെ ഉപ്പുരസം കൂടുതലാണ്. സോ ഉപ്പുരസം കൂടുതലുള്ളതുകൊണ്ട് ലവണാവരി, അതായത് ഉപ്പുള്ള റിവർ എന്ന് വിളിക്കുന്നു. എന്ത്? ലൂണി റിവറിനെ. യമുനനെ ഡോട്ടർ ഓഫ് സൺ, യമുനനെ ഡോട്ടർ ഓഫ് സൺ എന്നാണ് വിളിക്കുക. സോ സിന്ധു നദിയാണ് ഇൻഡസ്. ഡെഡ് റിവർ ആണ് ഘാഗർ. ട്രാൻസ്പെറന്റ് റിവർ ഉംഗോട്ട്. റെഡ് റിവർ ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര ഒരുപാട് ഫ്ലഡ് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം റെഡ് റിവർ എന്ന് വിളിക്കുന്നത്. യർലുങ് സാങ്പോ എന്നാണ് ടിബറ്റില് ബ്രഹ്മപുത്രനെ വിളിക്കുക. ദിഹാങ് റിവർ ആണ് ബ്രഹ്മപുത്ര. ദിഹാങ് റിവർ എന്നാണ് സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്നാണ് അരുണാചലില്. ബ്രഹ്മപുത്രനെ ആസാമിൽ വിളിക്കുന്ന പേര് ദിലാവ് എന്നാണ്. പിന്നെ ഇത്രയും പേരുടെ ഗോദാവരിനെ പല ഗംഗ എന്ന് വിളിക്കുന്നുണ്ട്, വൃദ്ധ ഗംഗ, ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഗാംജസ് ഓഫ് ദ സൗത്ത് ഇന്ത്യ എന്ന് വിളിക്കുന്നത് കാവേരിനെയാണ്. ഓർത്തു വയ്ക്കുക. മുന്നോട്ട് പോവാം. ഇനി കുറെ സോറോ ഓഫ് സ്റ്റേറ്റ്സ് പഠിക്കാം. അതായത് അവിടെ ഫ്ലഡ് ഉണ്ടാക്കുന്നതുകൊണ്ടും അവിടെ കുറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടും അവരെ സോറോ ഓഫ് എന്ന് വിളിക്കാറുണ്ട്. സോർ ഓഫ് ബീഹാർ എന്ന് വിളിക്കുന്ന കോശി റിവറിനെ, സോർ ഓഫ് ഒഡീഷ മഹാനദി, സോർ ഓഫ് ആസാം ബ്രഹ്മപുത്ര. ആ നദികളുടെ വഴി അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാം. ബീഹാറിലൂടെ ഒഴുകുന്ന നദി ആരാണ്? കോശിയാണ്. മഹാനദി ഒഡീഷയിലൂടെ ഒഴുകുന്നത്. ബ്രഹ്മപുത്ര ആസാമിലൂടെയാണ് കൂടുതൽ ഒഴുകുന്നത്. ദാമോദർ ഒഴുകുന്നത് വെസ്റ്റ് ബംഗാളിലൂടെയാണ്. ദാമോദർ ജാർഖണ്ഡിലൂടെ ഒഴുകുന്നുണ്ട്. സോ റിവർ ഓഫ് സോറോസ് എന്ന് ദാമോദർ എന്ന് വിളിക്കുന്നു. ജാർഖണ്ഡിന്റെ സോറോയുമാണ്, വെസ്റ്റ് ബംഗാളിന്റെ സോറോയുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ, ഫ്ലഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആര്? ഈ പറയുന്ന ദാമോദരൻ. ഈ ദാമോദർ അപ്പൊ ആരാണ്? റിവർ ഓഫ് സോറോസ് ആണ്. സോർ ഓഫ് കർണാടക ധോണി റിവർ. സോർ ഓഫ് മധ്യപ്രദേശ് സോൺ റിവർ. സോർ ഓഫ് ആന്ധ്രാപ്രദേശ് ബുഡമേരു റിവുലറ്റ്. അതുപോലെ ഹിമാചൽ പ്രദേശിന് സ്വാൻ റിവർ. ഓർത്തു വയ്ക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ ആർആർബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോറോ ഒക്കെ ചോദിക്കല് കാണാതെ പഠിക്കാന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ആ നദിയുടെ ജസ്റ്റ് മാപ്പിൽ ആ നദി ഒഴുകുന്ന സ്ഥലം വെച്ചിട്ട് നമുക്ക് ഇത് ട്രേസ് ചെയ്യാനും പറ്റും. എളുപ്പമാണ്. ആ നദിനെ പറ്റി അറിയാമെങ്കിൽ അത് ഏത് സ്ഥലത്തിലൂടെയാണ് കൂടുതൽ ഒഴുകുന്നത്, അവിടുത്തുകാരുടെ സോറോ ആയിരിക്കുമല്ലോ ആ നദി. ഓർത്തു വയ്ക്കാം. ഇനി ബംഗ്ലാദേശില് നദികൾക്ക് പേര് മാറാറുണ്ട്. ഗംഗയ്ക്ക് ബംഗ്ലാദേശിലുള്ള പേര് പത്മ റിവർ എന്നാണ്. ഇനി ബ്രഹ്മപുത്രയ്ക്കുള്ള പേര് ജമുന എന്നാണ്. ഈ പത്മയും ജമുനയും കൂട്ടിമുട്ടിട്ടുണ്ടാവുന്ന ഇതിന്റെ പേരാണ് മേഘന. ഓക്കെ. സോ ഗംഗ നമ്മുടെ വെസ്റ്റ് ബംഗാളിലൂടെ ഒഴുകി ബംഗ്ലാദേശിൽ കയറി കഴിയുമ്പോൾ അതിന്റെ പേര് പത്മ എന്നാവുന്നു. ഓക്കെ. നോർത്ത് ഈസ്റ്റിലൂടെ ഒഴുകി ആസാമിലൂടെ ഇറങ്ങി നമ്മുടെ ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ബ്രഹ്മപുത്രയുടെ പേര് മാറി ജമുന എന്നാവുന്നു. പത്മയും ജമുനയും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് അവരവിടെ ഒരു ഡെൽറ്റ ഫോം ചെയ്യുന്നു. അതിനെ നമ്മൾ മേഘന റിവർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അതും കൂടെ ഓർത്തു വയ്ക്കുക. സോ മിക്കവാറും നെയിംസ് എല്ലാം പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനി ലൈഫ് ലൈൻ, മറ്റത് സോറോ ആയിരുന്നു, ഇത് ലൈഫ് ലൈൻ ആണ്. മഹാരാഷ്ട്രയുടെ ലൈഫ് ലൈൻ കൊയ്ന റിവർ ആണ്. കൊയ്ന റിവർ ഇല്ലെങ്കിൽ അവർ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയേനെ എന്നാണ് അതിന്റെ അർത്ഥം. മധ്യപ്രദേശിന് നർമ്മദ, ഗോവയ്ക്ക് മണ്ടോവി റിവർ, സിക്കിമിന് ടീസ്ത റിവർ, കേരളത്തിന് പെരിയാർ റിവർ, കർണാടകയ്ക്ക് കാവേരി, ഒഡീഷയ്ക്കും ഛത്തീസ്ഗഡിന് മഹാനദി, ഹിമാചലിന് ബിയാസ്, ആന്ധ്രയ്ക്ക് ഗോദാവരി, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവർ ആയിട്ടുള്ള കാവേരി സൗത്ത് ഇന്ത്യയുടെ മൊത്തം ലൈഫ് ലൈൻ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താ? ഇവരെല്ലാം മേജറായിട്ട് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ വന്നുള്ളൂ. അപ്പൊ ആ റിവർ പഠിക്കുമ്പോൾ അത് പോകുന്ന സ്റ്റേറ്റ് പഠിച്ചാൽ മതി. അപ്പൊ സോറോ ആണോ ലൈഫ് ലൈൻ ആണോ എന്ന് മനസ്സിലാവും. അത് മനസ്സിലാവും. പിന്നെ നമുക്ക് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻസിൽ നിന്ന്. മനസ്സിലായില്ല? അത്രയെങ്കിലും പഠിച്ചു വയ്ക്കണം. സോ ഇവിടെ നമ്മൾ നെയിംസ് ഓഫ് റിവേഴ്സ് ഇൻ ബംഗ്ലാദേശ് ഞാൻ നേരത്തെ കാണിച്ചാണ്. ഒന്നുകൂടെ ഈ ക്വസ്റ്റിന് ആൻസർ അതായതുകൊണ്ട് ഒന്നുകൂടെ കാണിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ജമുന പത്മ കൂടിച്ചേരി മേഘന ഉണ്ടാവുന്നു. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? പത്മ എന്നാണ്. ഓക്കെ. നമുക്കറിയാം ഗംഗനെ വിളിക്കുന്നത് കോശിയല്ല. കോശി വേറൊരു റിവറാണ്. മിഷ്മി എന്ന് പറഞ്ഞാൽ എവിടെയുള്ള റിവറാണ്? ഒരു അരുണാചൽ പ്രദേശിലുള്ള ഒരു റിവറാണ്. അതുമല്ല നമുക്കറിയാം. കാര്യം ഗംഗയൊന്നും അങ്ങോട്ട് പോകുന്നേ ഇല്ല. രവി എവിടുത്തെ റിവറാണ്? ഇൻഡസ്ട്രിയൽ ട്രിബ്യൂട്ടറി. അതുമല്ല. നമുക്ക് എലിമിനേറ്റ് ചെയ്താലും നേരെ ഉത്തരത്തിലെത്താം. പത്മ അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കോശി നമുക്കറിയാം ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്.
മിഷ്മി അരുണാചൽ പ്രദേശിലുള്ള അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള ഒരു നദിയാണ്. ഇനി രവിയോ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറിയാണ്. ഇവിടെ ഒരു ഉത്തരേ വരാൻ സാധ്യതയുള്ളൂ. അതിന്റെ പേരെന്താ? പത്മ എന്നാണ്. നമുക്ക് ഇങ്ങനെ എത്താൻ പറ്റും. കുറച്ചെങ്കിലും പഠിച്ചു വയ്ക്കുക. പഠിച്ചത് വെടിപ്പായിട്ട് പഠിക്കുക. എന്നാലും നമുക്ക് എഡ്യൂക്കേറ്റഡ് ഗെസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ കുറേ നദികൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗംഗ ഇതിൽ ഒഴുകുന്ന കാണാൻ പറ്റും. ഗംഗ അവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നു. ഗംഗ അത് ഒഴുകി 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 ഇതുപോലെ വെസ്റ്റ് ബംഗാളിൽ പോയി പത്മയായി മാറിയിട്ട് ഇവിടെ തീരാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതിന് കുറേ ട്രിബ്യൂട്ടറീസ് ഉണ്ടാവുന്നുണ്ട്. കണ്ടോ? അതിൽ ഗോമതി, ഗാഗ്ര, ഗന്ദക്, കോശി, തീസ്ത ഇവരെല്ലാം വരുന്നുണ്ട്. തീസ്ത പിന്നെ ഇവിടുന്ന് യർലാങ് സാങ്പോ എന്ന പേരിൽ ബ്രഹ്മപുത്ര വന്ന് പിന്നെ താഴോട്ട് വന്ന് ഇവിടെ ദിഹാങ് എന്ന പേരിലൂടെ ഒഴുകി ബ്രഹ്മപുത്ര വന്ന് പത്മേനോട് ചേരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇത് ആരായി മാറുന്നു? ഇവിടെ മേഘനയായി മാറുന്നു. ഈ ഭാഗത്ത് ഇത് ജമുനയായി മാറുന്നു. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഇമേജ് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്സിനെ വെച്ച് കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, കാവേരി കണ്ടില്ലേ? കാവേരി ഇവിടെയുള്ള ഏറ്റവും വലിയ നദിയാണ്. കാവേരി കണ്ടോ? ഈ നോർത്ത് ഈസ്റ്റ് സൗത്ത് ഇന്ത്യയിലൂടെ ഏറ്റവും വലിയ നദിയാണ്. സോ അത് ലൈഫ് ലൈൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് വിളിക്കില്ലേ? തെറ്റുണ്ടോ? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി അതാവുമ്പോൾ അതിനെ വിളിക്കുന്നത് തെറ്റുണ്ടോ? ഇല്ല. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഇതൊന്നും കാണാതെയല്ല, കൺസെപ്റ്റ് വെച്ച് പഠിക്കുക. ഒരിക്കലും മറക്കില്ല. ഓക്കെ, സോ ഒരു റിവർ പഠിക്കുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക. ഒരുപാട് ചോദ്യങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിക്കുന്ന ഏരിയ ഡ്രെയിനേജ് സിസ്റ്റം ഇനിയും ചോദിക്കും. സോ ഒരു റിവർ ഉണ്ടെങ്കിൽ അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്? എവിടെ നിന്നത് ഒറിജിനേറ്റ് ചെയ്തു? ട്രിബ്യൂട്ടറീസ് എന്തൊക്കെയാണ്? ഏതൊക്കെ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്? ഇനി അത് ട്രാൻസ്ബൗണ്ടറി റിവർ ആണ്. ഇൻഡസും ഗംഗയുണ്ട്, ബംഗ്ലാദേശിലൂടെ ഒഴുകുന്നുണ്ടല്ലോ. ബ്രഹ്മപുത്രയും ഇൻഡസും ഗംഗയൊക്കെ പോലുള്ള ട്രാൻസ്ബൗണ്ടറി, സത്ലജ് ഒക്കെ പോലെ ട്രാൻസ്ബൗണ്ടറി റിവേഴ്സ് ആണെങ്കിൽ ഏതൊക്കെ കൺട്രിയിലൂടെ ഒഴുകുന്നു എന്ന് നോക്കി വെക്കാം. ഓക്കെ, പിന്നെ ഫീച്ചേഴ്സ്, ലേക്ക്, ഡാം, വാട്ടർഫോൾ, നാഷണൽ പാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫീച്ചേഴ്സ് ചോദിക്കാം. അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ദാൽ ലേക്ക്, വൂളാർ ലേക്ക്, റാണ പ്രതാപ് സാഗർ, ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഇതൊക്കെ ഉള്ളത് ഏത് ലേക്കിലാണ്? ഓക്കെ, സർദാർ സരോവർ ഡാം ഉള്ളത് ഏത് ലേക്കിലാണ്? അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഫോൾ ആയിട്ടുള്ള ജോഗ് ഫോൾസ് ഉള്ളത് ഏത് റിവറിലാണ് എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നിക് നെയിം നമ്മളിപ്പോൾ കണ്ടു. നിക് നെയിം ഉണ്ടെങ്കിൽ ചോദിക്കാം. മേജർ സിറ്റീസ് ഒരുപാട് ചോദ്യങ്ങളുള്ള ഏരിയയാണ്. എസ്റ്റുറി, അതായത് കടലിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ ഗംഗ കടലിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു എസ്റ്റുറി ഉണ്ടാക്കുന്നുണ്ട്. സുന്ദർബൻസ് നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഗാൻജറ്റിക് ഡെൽറ്റ എന്ന് കേട്ടിട്ടുള്ളത്. ആ ഡെൽറ്റ ബ്രഹ്മപുത്രയും ഗംഗയും കൂടി കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഡെൽറ്റ, ആ ഡെൽറ്റ അതിനാണ് എസ്റ്റുറി എന്ന് വിളിക്കുന്നത്. ഡെൽറ്റ അല്ലെങ്കിൽ എസ്റ്റുറി. ഇത് കൂടിമുട്ടുന്ന അഴിമുഖം എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് അറേബ്യൻ സീലാണോ, ബേ ഓഫ് ബംഗാളിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും റിവറിലാണോ പോയി അവസാനിക്കുന്നത്? അതും കൂടെ പറയാം. ആ റിവറിൽ പോയി അവസാനിക്കുന്നതായിരിക്കും അതിന്റെ ട്രിബ്യൂട്ടറി. ഓക്കെയാണ്. സ്റ്റിൽ അതും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഒരു റിവർ പഠിക്കുമ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. ഒരു ചോദ്യം പോലും നമുക്ക് വിട്ടുപോകില്ല. ഓക്കെ, NCERT കൊടുത്തിട്ടുണ്ട് ഈ ഡീറ്റെയിൽ എല്ലാം. പക്ഷെ ക്ലട്ടേർഡ് ആണ്. നമ്മളൊരു നോട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാക്കി നോക്ക്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇതിലെല്ലാം ഒന്നും ഉണ്ടാവില്ല. ചിലതൊന്നും മേജർ സിറ്റിയിലൂടെ പോകുന്നുണ്ടാവില്ല. ചില ഇത് എസ്റ്റോറീസ് ഉണ്ടാക്കുന്നുണ്ടാവില്ല. അത് വേണ്ട, ഉള്ളത് മാത്രം. ഇതെല്ലാം ടിക്കിട്ട് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, സൺ റിവറിന്റെ ഒറിജിൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കിതിനൊരു നോട്ട് ഉണ്ടാക്കാം. നമുക്കിത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. കേട്ട് പരിചയമുള്ളത് അമർകണ്ടക് ഹില്ല് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഞാനത് വായിച്ചിട്ടായിരിക്കാം. നോക്കാം. സൺ റിവർ ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ്. മേജർ പോയിന്റ് ആണ്. എഴുതി വെച്ചു. ഒറിജിൻ എന്താണ്? അമർകണ്ടക് പ്ലേറ്റൂലാണ്, മധ്യപ്രദേശിൽ. സ്ഥലവും സംസ്ഥാനവും എഴുതി വെക്കാം. ട്രിബ്യൂട്ടറീസ് റിഹാൻഡ്, കോയൽ, രണ്ട് മേജർ ട്രിബ്യൂട്ടറീസ് ഉള്ളത്. റിഹാൻഡ് റിവറും കോയൽ റിവറും. അടുത്തത് സ്റ്റേറ്റ്, മധ്യപ്രദേശ്, UP, ജാർഖണ്ഡ്, ബീഹാർ. ഇത്രയും സ്റ്റേറ്റിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ സണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ വരുമ്പോൾ ഇവർ 4 പേരിൽ ആരും ഉണ്ടോ എന്ന് നോക്കുക. അത് തന്നെ മേജർ ആയിട്ട് ഒഴുകുന്ന മധ്യപ്രദേശിലൂടെ ആയതുകൊണ്ട് ഇയാൾ ആവുകയാണെങ്കിൽ തന്നെ ലൈഫ് ലൈൻ ആൻഡ് സോർ ഓഫ് മധ്യപ്രദേശേ ആവുള്ളൂ. ഇയാൾക്ക് വേറെ ഒന്നും ആവാൻ പറ്റില്ല. അയാൾ അതിലൂടെ അല്ല മെയിൻ ആയിട്ട് ഒഴുകുന്നത്. ഈ 4 പേരിൽ ഒരാളെ ആവാൻ പറ്റുള്ളൂ. ഇനി ഫീച്ചേഴ്സ് എന്താ? ഗാഞ്ചസുമായിട്ട് ഇവർ കൂട്ടിമുട്ടുന്നത് പാട്നയിൽ വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ കൈമൂർ റേഞ്ച് എന്ന് പറയുന്ന റേഞ്ചിനോട് പാരലായിട്ടാണ് ഇവർ ഒഴുകുന്നത്. അത്രയും ഉള്ളൂ ഇവർക്ക് മേജർ ഫീച്ചേഴ്സ്. ചെറിയൊരു റിവറാണ്. ഡെസ്റ്റിനേഷൻ റിവർ ഗംഗയാണ്. ബേ ഓഫ് ബംഗാളും ഇതൊന്നുമല്ല. കണ്ടോ? ഈ ഒരു ഓർഡറിൽ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അമർകണ്ടക് പ്ലേറ്റു. ഇനി ഇതിനെ ട്രിബ്യൂട്ടറി ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. ഇത് എവിടെ പോയി അവസാനിക്കും എന്ന് വെച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും. മേജർ ഫീച്ചർ ആയിട്ടുള്ള എവിടെ വെച്ചിട്ട് ഇത് ഗംഗനെ മീറ്റ് ചെയ്യുന്ന വെച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അടുത്തത് വേറൊരു ചോദ്യം കാണാം. യമുനയും ഗോമതിയും ഏത് റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്? ഒരുപാട് റിവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. യമുന നമുക്കറിയാം ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണെന്ന്, വളരെ ഫേമസ് ആണ്. ഗോമതിനെ പറ്റി അറിയേണ്ട കാര്യമൊന്നും ഇല്ല. സ്റ്റിൽ ഗംഗയുടെ ട്രിബ്യൂട്ടറി ഒക്കെ പഠിച്ചു വെക്കാതെ രക്ഷയുണ്ടോ നമുക്ക്? ഇല്ല. സ്റ്റിൽ നമുക്ക് നോക്കാം. ഗംഗനെ പറ്റി നമ്മൾ ഒരു റിവർ ഗംഗയുടെ സാധനം ഉണ്ടാക്കി, റിവർ ഗംഗയുടെ ഷോർട്ട് ഔട്ട് ഉണ്ടാക്കിയാൽ ഗംഗോത്രി ഗ്ലേഷ്യറിലാണ് എന്തുണ്ടാവുന്നത്? ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അടുത്തത്
ട്രിബ്യൂട്ടറീസ്, മേജർ ട്രിബ്യൂട്ടറീസ് അവിടെ എഴുതിയിട്ടുള്ള ഒരുപാടുണ്ട്. ഗംഗയ്ക്ക് ഇങ്ങനെ ഒരു പേജിലൊന്നും തീരില്ല. ഗംഗ വലിയൊരു നദിയാണ്, ഇന്ത്യയുടെ ലൈഫ് ലൈൻ, നാഷണൽ റിവർ ഓഫ് ഇന്ത്യ ആണ്. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 3-4 പേജിൽ ഉണ്ടാക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അളകനന്ദ, രാംനന്ദ, ഗോമതി, ഘാഗര, ഗണ്ഡക്, ഘോഷി, മഹാനന്ദ, യമുന, സോൺ, ഇതൊക്കെയാണ്. ഇതിൽ ലെഫ്റ്റ് ബാങ്ക് ഉണ്ട്, റൈറ്റ് ബാങ്ക് ഉണ്ട്. അതൊന്ന് മാറ്റി എഴുതി വെക്കണം. അത് ഇടത്തെ സൈഡിൽ നിന്ന് ഗംഗയിൽ ഒന്ന് മുട്ടുന്നതും വലത്തെ സൈഡിൽ നിന്ന് ഗംഗയിൽ നിന്ന് മുട്ടുന്നതും അത് നോട്ടി വയ്ക്കാം. സ്റ്റേറ്റ് ഉത്തരാഖണ്ഡ്, UP, ജാർഖണ്ഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ. മേജർ സിറ്റീസ് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കാൻ ചോദിക്കും. ഋഷികേശ്, ഹരിദ്വാർ, റൂർക്കി, ഇത്രയും പേര് ഉത്തരാഖണ്ഡിൽ. ഇനി കനൌജ്, കാൺപൂർ, അലഹബാദ്, വാരണാസി, മിർസാപൂർ എവിടെ? ഉത്തർപ്രദേശിൽ. പാട്ന ബീഹാറിൽ, ഹൗറ കൊൽക്കത്ത വെസ്റ്റ് ബംഗാളിൽ. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തന്നിട്ട് ചോദിക്കുകയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവർ ഫ്ലോസ് ത്രൂ കനൌജ് ചോദിക്കുകയാണെങ്കിൽ ഗംഗ പെട്ടെന്ന് ഓർത്തോളണമെന്നില്ല. സോ ഗംഗയുടെ സിറ്റീസ് പഠിച്ചു വയ്ക്കുക. ഇനി ഗംഗ ഉണ്ടാക്കുന്ന ഡെൽറ്റയുടെ പേര് ബ്രഹ്മപുത്ര ഗാഞ്ചസ് ഡെൽറ്റ, അല്ലെങ്കിൽ ബേസിക്കലി ഗാഞ്ചറ്റിക് ഡെൽറ്റ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഗംഗയാണ്. ഇനി ഏറ്റവും ലോങ്സ്റ്റ് റിവർ ഇൻ ദിസ് പെനിൻസുല ഏതാണ്? ഇന്ത്യൻ പെനിൻസുലയില് ഹിമാലയൻ റിവേഴ്സ് എന്നും പെനിൻസുലാർ റിവേഴ്സ് എന്നും രണ്ടായിട്ട് നമുക്ക് റിവേഴ്സിനെ ഡിവൈഡ് ചെയ്യാം. പെനിൻസുല റിവറിലെ ഏറ്റവും വലിയ റിവർ ഏതാ? ഗോദാവരിയാണ്. ഗോദാവരിയാണ് പെനിൻസുലാർ റിവേഴ്സിലെ ഏറ്റവും വലിയ റിവർ. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഗോദാവരിക്ക് നോട്ട് ഉണ്ടാക്കുക. ഇനി ഏതെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാൻ നേരത്ത് ഗോദാവരിക്ക് ഈ പറയുന്ന രീതിയിൽ നോട്ട് ഉണ്ടാക്കും. തൽക്കാലം മേജറായിട്ട് NCERT-യിൽ 2 പേജസ് ഉണ്ട്. +2 ഇന്ത്യൻ ജോഗ്രഫി NCERT-യിൽ 2 പേജസ് ഉണ്ട്. ഫണ്ടമെന്റൽസ് ഓഫ് ഇന്ത്യൻ ജോഗ്രഫി ക്ലാസ് 11 ഫണ്ടമെന്റൽസ് ഓഫ് ഇന്ത്യൻ ജോഗ്രഫി NCERT-യിൽ ഈ പറയുന്ന റിവറിന്റെ ഒരു 3 പേജിൽ റിവർ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ആ 3 പേജ് എങ്കിലും പഠിച്ചിട്ട് പോവുക. ചോദ്യങ്ങൾ അവിടെ നിന്നായിരിക്കും ചോദിക്കുക. നിങ്ങൾക്ക് സമയം കുറവായതുകൊണ്ട് റിവറിന്റെ ചോദ്യം ഉള്ളതുകൊണ്ട് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം, അങ്ങനെ ചെയ്യാം. ഇനി ഏത് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും ഇതന്നെ ചെയ്യാം. നിങ്ങൾ NTPC എഴുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇനി ഭാവിയിൽ CGL എഴുതുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നോട്ട് ഉണ്ടാക്കി വെക്കുക. വൺസ് നോട്ട് ഉണ്ടാക്കി വെച്ചാൽ റിവിഷൻ മാത്രം ചെയ്ത് പരീക്ഷയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ പറ്റും. ഇങ്ങനെയാണ് നോട്ട് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അത് ഝലം, ചെനാബ്, രവി, വ്യാസ്, സത്ലജ് ആരുടെ ട്രിബ്യൂട്ടറിയാണ്? ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇവരെ പറ്റി എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, പെനിൻസുലാർ റിവേഴ്സിൽ തന്നെ ഹിമാലയൻ റിവേഴ്സിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള റിവേഴ്സ് ആണ്. ഇവരെ പറ്റി ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കും. അത്രയും വാസ്റ്റ് ഏരിയ ആണ്, കവർ ചെയ്ത് വയ്ക്കുക. ഇവിടെ തന്നെ നമുക്ക് ബ്രഹ്മപുത്രയും ഗംഗയും യമുനയും എല്ലാം അറിയാം. കാര്യം ഇതെല്ലാം ചൈനയിൽ നിന്ന് ഒഴുകി ലഡാക്കിലൂടെ പാകിസ്ഥാനിലേക്ക് പോകുന്ന നദികളാണ്. അപ്പൊ ഗംഗയായിട്ട് ബന്ധമില്ല. ഗംഗ ഇങ്ങോട്ട് ഒഴുകുന്നതാ. ഓക്കെ, ഇത് അങ്ങോട്ട് ഒഴുകുന്ന നദികളാണ്. ഓക്കെ, സോ അവിടെ ഇൻഡസേ വരുള്ളൂ. അങ്ങനെ നമുക്ക് കണക്കൂട്ടാം. ആൻസർ ഇൻഡസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഡു റിവേഴ്സ് ചെനാബ്, ബിയാസ്, രവി, സത്ലജ്, യമുന ഫ്ലോ? നമുക്കറിയാം ചെനാബ്, ബിയാസ്, സത്ലജ് ഒക്കെ പാകിസ്ഥാനിലേക്ക് പോകുന്ന നദികളാണ്. ഓക്കെ, സോ ഇതിൽ പാകിസ്ഥാന്റെ അടുത്ത് കിടക്കുന്ന ആൾക്കാർ ആരാളെ? ജമ്മു കാശ്മീർ ആവാം, അല്ലെ, പഞ്ചാബ് ആവാം, ഹരിയാന ആവാം. ഇവരെല്ലാവരും ഇന്ത്യ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഈ സൈഡിലേക്കുള്ള സംസ്ഥാനങ്ങളാണ്. ഓക്കെ, ഇവർ 3 പേരും ആവാം. പക്ഷെ ഇവിടെ ഒരു യമുനയുണ്ട്. ഈ യമുന ഉണ്ടാവുന്ന എവിടെയാ? ഉത്തരാഖണ്ഡിലാണ്. സോ ഹിമാചലിലൂടെ ഒഴുകി. അപ്പൊ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഹിമാചലിലൂടെ ഒഴുകി പോകുന്നുണ്ട്. സോ യമുന ഇവരിൽ 3 പേരിലൂടെയും ഒഴുകാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ ഇവരെ പറ്റി എല്ലാവരെയും പറ്റി മറക്കാം. നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് ചെനാബ് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, രവി അറിയില്ലെങ്കിലും, ബിയാസ്, സത്ലജ് അറിയില്ലെങ്കിലും കുഴപ്പമില്ല. യമുന ഒഴുകുന്ന ഒരു സ്ഥലമുള്ളൂ ഇതിനകത്ത്. അതേതാ? ഹിമാചൽ പ്രദേശ്. ഉത്തരം കിട്ടി. സോ ക്വസ്റ്റ്യൻ ഒന്ന് ഇരുത്തി വായിച്ചു നോക്കാം. യമുനയുടെ ഒക്കെ സ്റ്റേറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഒഴുകുന്ന സ്റ്റേറ്റ്. അപ്പൊ യമുനയുടെ നോട്ട് ഉണ്ടാക്കുമ്പോൾ ആ സ്റ്റേറ്റ്സ് നമ്മൾ സ്റ്റേറ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ യമുനയും കൂടെ ഒഴുകുന്ന സ്റ്റേറ്റ് ഒരാളേ ഉള്ളൂ. ബാക്കിയുള്ളതിനെ പറ്റി അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച നോട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ കണ്ടോ, ഇത് ബിയാസ്, രവി, സത്ലജ്, ചെനാബ്. സോ ഈ വഴിയിലാണ് ഒഴുകി പോകുന്നത് ഇവരെല്ലാവരും. ആ സമയത്ത് യമുനനെ കണ്ടോ, യമുന ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. സോ ഈ ഏരിയയിലുള്ള ഏതെങ്കിലും സ്റ്റേറ്റിലായിരിക്കും. ഇവിടെ ഉള്ള പഞ്ചാബ്, ഹരിയാന ആവാനുള്ള സാധ്യതയില്ല. ഈ ഏരിയയിലുള്ള ഏതെങ്കിലും സ്റ്റേറ്റ് ആയിരിക്കും. കാര്യം ഇങ്ങോട്ടാണ് പോകുന്നത് യമുന. സോ അതിനകത്ത് റൈറ്റ് സൈഡിലുള്ള ഒരേ ഒരു സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശാണ്. അങ്ങനെയും ഉത്തരത്തിലെത്താം. പക്ഷെ നമുക്ക് ഈ മാപ്പിനെ പറ്റി ഒരു ധാരണ വേണം. പഞ്ചാബും ഹരിയാനയും ജമ്മു കാശ്മീരും ആവത്തില്ല. ഓക്കെ, കാര്യം എന്താ? യമുന ഇത് 3ലും ഇല്ല. യമുന ഇങ്ങനെ ഒഴുകി പോകുന്നത്. യമുന ഹിമാചൽ, ഉത്തരാഖണ്ഡിലൂടെ ഒഴുകി പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ യമുന ഉള്ളതിനകത്ത് ഹിമാചലിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ,
അടുത്തത് മേജർ പർപ്പസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ഡാംസ്. ഈ മേജർ ആയിട്ടുള്ള ഡാമുകളുടെ പർപ്പസ് എന്താ? വാട്ടർ സപ്ലൈ പർപ്പസ് ആണല്ലോ, ഇറിഗേഷൻ പർപ്പസ് ആണ്, പവർ ജനറേഷൻ പർപ്പസ് ആണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഡാമുകളിലെല്ലാം പവർ ജനറേഷൻ ആണ് മെയിൻ പർപ്പസ്. നമുക്ക് ഇറിഗേഷന്റെ ആവശ്യമില്ല, നമുക്ക് നല്ലോണം മഴ പെയ്യുന്നുണ്ട്, സോ പവർ ജനറേഷൻ ആണ്. ഇറിഗേഷൻ ഇപ്പൊ തമിഴ്നാട്ടിലുള്ള മുല്ലപ്പെരിയാറൊക്കെ ഇറിഗേഷനൊക്കെ വേണ്ടിയിട്ടാണ് അവർക്ക് വെള്ളം വേണ്ടത്, പല സ്ഥലത്തും ഇറിഗേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പോലെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും അതിനൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയും പലരും ഇത് ഉപയോഗിച്ചേക്കാം. സോ ഇവിടുത്തെ ഉത്തരം എന്തായാലും ഓൾ ഓഫ് ദ എബോവ് ആവാനേ പറ്റുള്ളൂ. കാര്യം രണ്ടെണ്ണം ശരിയായാൽ പോലും നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റില്ല. സോ ഓൾ ഓഫ് ദ എബോവ് ആണ് ഇവിടെ ആൻസർ. ഡാംസ് എന്ത് പർപ്പസിന് വേണ്ടിയാണ് ബിൽഡ് ചെയ്ത് അതിന് ഉപയോഗിക്കും. ഇന്ന പർപ്പസിന് മാത്രമേ നിങ്ങൾ വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. നിങ്ങൾ അല്ലെങ്കിൽ അത് പോയി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അവിടെ ഓൾ ഓഫ് ദ എബോവ് വരുള്ളൂ. ചോദ്യം സ്പെസിഫിക് ആണെങ്കിൽ മാത്രമേ തിരഞ്ഞെടുക്കാൻ നിൽക്കാമുള്ളൂ. രണ്ട് ശരിയൊന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും ഉത്തരം. ഓക്കെ, അടുത്തത് ഇനി ഡാമുകളിലേക്ക് എത്തി നമ്മൾ. കണ്ടലേരു ഡാം. ഓക്കെ, ഈ കണ്ടലേരു ഡാം എവിടെയാണെന്ന് എനിക്കറിയില്ല. അടുത്തത് ആർച്ച് ഡാമിന് എക്സാമ്പിൾ ഏതാണ്? അടുത്തത് രാജ്ഘട്ട് ഡാം എവിടെയാണ്? അടുത്തത് മലമ്പുഴ ഡാം എവിടെയാണ്? അടുത്തത് ഉക്കായി ഡാം എവിടെയാണ്? സോ ഇതിനൊക്കെ നമുക്ക് വേണ്ടത് എന്താ? തിപ്പായിമുഖ് ഡാം. കൃഷ്ണ റിവറിലുള്ള ഡാം ഏതാണ്? സോ ഡാമിന്റെ ലിസ്റ്റ്, ഒരുപാട് ചോദ്യങ്ങളായില്ലേ, ഡാമിന്റെ ലിസ്റ്റ് പഠിച്ചു വെച്ചാലേ കാര്യമുള്ളൂ. ഗാന്ധി സാഗർ ഡാം. സോ ഡാം പഠിക്കാൻ നേരത്തെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ഡാം തെഹരി ഡാമാണ് ഉത്തരാഖണ്ഡിലുള്ളത്. റിവർ ഭഗീരഥി. ഡാം പഠിക്കുമ്പോൾ റിവറും കൂടെ പഠിക്കുക. റിവർ ഇല്ലാതെ ഡാം ഉണ്ടാവില്ല പൊതുവെ. സോ റിവർ ഭഗീരഥിയിലുള്ള തെഹരി ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം. ഏറ്റവും നീട്ടം കൂടിയ ഡാം ഹിരാക്കുഡ് ഡാമാണ് മഹാനദിയിലുള്ളത്. ഇതിലെ ഏറ്റവും പഴയ ഡാം കല്ലണൈ ഡാമാണ് തമിഴ്നാട്ടിലെ കാവേരി നദിയിലുള്ളത്. ഓക്കെ, സോ ഉത്തരാഖണ്ഡിലെ ടെഹരി ഡാം ഭഗീരഥി നദിയിലുള്ളത് ഹയസ്റ്റ് ആണ്. ലോങ്സ്റ്റ് ഹിരാക്കുഡ് മഹാനദി നദിയിലുള്ളതാണ്. ഓക്കെ, അടുത്തത് മേജർ ഡാമുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഉക്കൈ കാണാം, ബക്കാനങ്കൽ കാണാം, നപ്താജറി കാണാം, ചമേരി കാണാം, ഇങ്ങനെ ഒരുപാട്, തിപ്പായിമുഖ് കാണാം. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്, നമുക്ക് സംസ്ഥാനങ്ങളെ പഠിക്കാം, അതുപോലെ റിവറും പഠിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. രണ്ട് കാര്യം, ഒരു ഡാം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടത് സ്റ്റേറ്റ്, റിവർ, അത് രണ്ടും മാത്രമേ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കില്ല. അല്ലെങ്കിൽ പിന്നെ അത് കറണ്ട് അഫെയർ ചോദ്യമായിരിക്കും. ഇപ്പോൾ പൊട്ടിപ്പോയ ഡാം എന്തെങ്കിലും ആണെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നതോ പുതിയതായിട്ട് പണിതാണെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാവുന്ന സ്റ്റേറ്റും റിവറും മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സിരിസൈലം തെലങ്കാനയിലും ആന്ധ്രയുടെയും ബോർഡറിലുള്ളതാണ്. ഉക്കൈ ഡാം ഗുജറാത്തിലുള്ളതാണ്. താപ്തി റിവർ, കൃഷ്ണ റിവർ. മേജർ ആയിട്ടുള്ള റിവേഴ്സിന്റെ ഡാം പഠിച്ചു വയ്ക്കാം. കണ്ടോ, ഞാനിവിടെ ചെറിയ റിവർ ഒന്നും കൊടുത്തിട്ടില്ല. കൃഷ്ണ, താപി, സത്ലജ്, ബിയാസ്, സത്ലജ്, രവി, ചെനാബ്, ബറാക്ക്, ജലം, തുംഗഭദ്രയിൽ ഏതാണ്? തുംഗഭദ്ര ഡാം തന്നെയാണ്, എളുപ്പമാണ്. ഓക്കെ, ഉറി, ജലം. ഉറി എവിടെയാണ്? ജെ-ആൻഡ്-കെയിലാണ്. ജലം ജെ-ആൻഡ്-കെയിലാണ്. അങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യും. തിപ്പായിമുഖ് മണിപ്പൂരിലാണ്, ബറാക്ക് റിവറിലാണ്. ബഗ്ലിയാർ ഡാം ജമ്മു കാശ്മീരിൽ, ചെനാബ് റിവറിൽ. ചമേര, നപ്ത ജംകി സത്ലജിലും രവിയിലും. സോ ഇങ്ങനെ കാണാതെ പഠിക്കാന്നല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ ഡാം ഈ ഒരു ഇമേജ് വെച്ചിട്ടും ഈ ഒരു ലിസ്റ്റും വെച്ചിട്ട് പഠിക്കുക. വേറെ നമുക്ക് ചെയ്യാനില്ല. ഇതൊക്കെ സ്റ്റാറ്റിക് GK വരുന്നതാണ്. സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ കോഡുകൾ ഡെവലപ്പ് ചെയ്ത് ഓർത്ത് വെച്ച് പഠിക്കേണ്ട ഏരിയ ആണ്. അടുത്തത് ഇവിടെയും മേജർ ആയിട്ടുള്ള ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. തിപ്പായിമുഖ് നമ്മൾ പറഞ്ഞു, ബറാക്കാണ്. തിപ്പായിമുഖ് എവിടെയാണ്? ബറാക്ക് റിവർ മണിപ്പൂരിലാണ്. മണിപ്പൂരിലെ ബറാക്ക് റിവറാണ്, ഓർത്തു വയ്ക്കുക. ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത് കൃഷ്ണ റിവർ നാഗാർജുന സാഗറിൽ ഉള്ളതാണ്. കൃഷ്ണ ഏതാ സംസ്ഥാനം ഏതാ? നാഗാർജുന സാഗർ. കൃഷ്ണ റിവർ നോക്കട്ടെ, നാഗാർജുന സാഗർ അവിടെ ഇല്ല. നാഗാർജുന സാഗർ, കൃഷ്ണ റിവർ ആന്ധ്രാപ്രദേശിലാണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അതും കൂടെ ഓർത്തു വയ്ക്കാം. നേരത്തെ നമ്മൾ കണ്ടില്ലേ സംസ്ഥാനം ചോദിച്ചാൽ, ഇവിടെ കണ്ടില്ലേ റിവറാ ചോദിച്ചാൽ, രണ്ടും പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധി സാഗർ ഏത് റിവറിലാണ്? അത് ചമ്പലിലാണ്, ചമ്പൽ റിവറിലാണ്. അടുത്തത് ദാൽ ലേക്കും വൂളാർ ലേക്കും സ്ഥിരമായിട്ട് ചോദ്യങ്ങളിൽ കാണുന്ന ദാൽ ലേക്കും വൂളാർ ലേക്കും ഞാൻ നേരത്തെ കാണിച്ച ഇതിനകത്തുണ്ട്. ദാൽ ലേക്കും ഈ മാപ്പിലുണ്ട്. ദാൽ ലേക്കും വൂളാർ ലേക്കും ജലം എന്ന് പറയുന്ന റിവർ. നിങ്ങൾ എല്ലാവരും സിനിമയിലും അതല്ലാതെ ടൂറിസ്റ്റ് ഫോട്ടോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും. പൊതുവേ കാശ്മീരിൽ പോകുന്നവരെല്ലാം ചെറിയൊരു എന്തിലിരുന്നിട്ട് ബോട്ടിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്നുണ്ടാവും. കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബോട്ടിൽ നിന്ന്. അത് ജലം റിവറും വൂളാർ റിവറുമാണ്. ഓക്കെ, അതെവിടെയാണ്? ജെ-ആൻഡ്-കെയിലാണ്. അത് ജലം റിവർ ഡ്രെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ജലം റിവർ
JNK ഒഴുകുമ്പോൾ അവിടെ ഡ്രെയിൻ ചെയ്യുന്ന 2 ലേക്സ് ആണ് എന്ത്? ദാലും ഓക്കെ, ദാലും അതുപോലെ വൂളാറും. സോ ഇതിന്റെ ആൻസർ എന്താണ്? JNK ആണ്. ഓക്കെ, സോ വൂളാർ ലേക്ക് മേജർ ആയിട്ടുള്ള ലേക്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ. വൂളാർ ലേക്ക് ജലം റിവർ, ദാൽ ലേക്ക് ജലം റിവർ, സർദാർ സരോവർ ലേക്ക് നർമ്മദ, ഗോവിന്ദ് സാഗർ ലേക്ക് സത്ലജ്, ദിപ്പോർ ബില്ല് ബ്രഹ്മപുത്ര, ലോക്തക് ലേക്ക് മണിപ്പൂർ. വളരെ നാച്ചുറൽ ആയിട്ട് ലേക്സ് ഇത്രയാണുള്ളത്. വൂളാറും ധാലും ജലമില്. സർദാർ സരോവർ, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉള്ളത് എവിടെയാണ്? നർമ്മദ റിവറിലാണ്, ഗുജറാത്തില്. സോ നർമ്മദ റിവർ, ഗോവിന്ദ് സാഗർ സത്ലജ് റിവർ, ദിപ്പോർ ബില്ല് ബ്രഹ്മപുത്ര റിവർ, ലോക്തക് റിവർ മണിപ്പൂർ, ലോക്തക് ലേക്ക് മണിപ്പൂർ റിവർ. ഇതിന്റെ ഇമേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇമേജിലെല്ലാം ഉണ്ട്, ഒന്ന് നോക്കി വെക്കുക. കണ്ടോ? വൂളാർ ലേക്ക്, ദാൽ ലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ദിപ്പോർ ബില്ല് ഇവിടെ ഉണ്ട്, ലോക്തക് ലേക്ക് ഉണ്ട്, പിന്നെ ഇതാ നമ്മുടെ വേമ്പനാട് കായലുണ്ട്. ഇത് റിവർ ഉണ്ടാക്കുന്ന ലേക്കുകൾ ഇത്രയേ ഉള്ളൂ, ബാക്കിയൊന്നും റിവർ ഉണ്ടാക്കുന്ന ലേക്കുകൾ കുറവാണ്. ഓക്കെ, സോ അതെല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഇമേജ് ഇത് നോക്കി വെക്കുക, ആ ലിസ്റ്റ് പഠിക്കുക. സ്റ്റാറ്റിക് GK ആണ്, പഠിക്കാതെ രക്ഷയില്ല. ചോദ്യങ്ങളുണ്ട്, നമുക്ക് എന്താ ഒരു മാർക്ക് കിട്ടണം. ആ മാർക്ക് കിട്ടാൻ എന്താണോ പഠിക്കേണ്ടത് അത് പഠിക്കണം, വേറെ നമുക്കൊരു വഴിയില്ല. അതിന്റെ കോഡുകൾ ഉപയോഗിക്കാം, ട്രിക്കുകൾ ഉപയോഗിക്കാം, കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് മനസ്സിലിരിക്കും. ഇവർ തന്നെയാണ് ആര്? റാംസാർ സൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, റാംസാർ സൈറ്റ്സും ഇവർ തന്നെയാണ്. സമയമുണ്ടെങ്കിൽ റാംസാർ സൈറ്റ്സ് നോക്കുന്നതോട് നോക്കുക. ചോദ്യങ്ങൾ വളരെ കുറവായതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോവാത്തത്. സോ ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും പഠിക്കാന്ന് വെച്ചാലും പാടാണ്. എന്നാലും കോൺഫിഡന്റ് ആയിട്ടുള്ളവർ, ഇതെല്ലാം അറിയാവുന്നവർ, PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ, NTPCക്ക് വേണ്ടി നോക്കുന്നവർക്ക് ഇതെല്ലാം കവർ ചെയ്തിട്ട് പോകാം. നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ദാൽ ലേക്ക് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ജമ്മു ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ? അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്താ? ജമ്മു ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ. ഇവിടെ ചെയ്യേണ്ടത് എന്താ? റിവറുകളുടെ സിറ്റീസും കൂടെ അറിഞ്ഞിരിക്കണം. സിറ്റീസ് അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം എന്താ? ഹൈദരാബാദ് ഏത് റിവറിലാണ്? ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവർ ബാങ്ക് സിറ്റി ഓഫ് നാസിക് ഇസ് ലൊക്കേറ്റഡ്? അടുത്ത ചോദ്യം, ആഗ്ര ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ്? വീണ്ടും ഓക്കെ, സോ കാൺപൂർ. അടുത്തത് കട്ടക്ക്. സോ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ? സ്റ്റേറ്റ്, റിവർ, സിറ്റി പഠിച്ചു വയ്ക്കുക. അതിനകത്ത് ആഗ്ര യമുന, അഹമ്മദാബാദ് സബർമതി, അലഹബാദ് ഗംഗ യമുന സരസ്വതി. ഇതിന്റെ ത്രിവേണി സംഗമം നമുക്ക് വിളിക്കാം, അതാണ് അലഹബാദ്. അയോധ്യയിലുള്ളത് സരയൂ നദി, ബദ്രിനാഥ് അളകനന്ദ, കട്ടക്കിൽ മഹാനദി, കൊൽക്കത്തയിൽ ഹൂഗ്ലി, കട്ടക്കില് വീണ്ടും മഹാനദി, ന്യൂഡൽഹിയിലൂടെ യമുന, ദിബ്രുഗഡിലൂടെ ബ്രഹ്മപുത്ര, ഗുവാഹട്ടി ബ്രഹ്മപുത്ര, ഹരിദ്വാർ ഗാഞ്ചസ്. ഹരിദ്വാറിലൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടാവും. ഗാഞ്ചസ് പ്ലെയിൻസിലേക്ക് എത്തുന്നത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്, അതായത് സമതലത്തിലേക്ക് എത്തുന്നത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഹൈദരാബാദിലെ മൂസി നദി, ജബൽപൂരില് നർമ്മദ, കാൺപൂരിൽ ഗാഞ്ചസ്, കോട്ടയിൽ ചമ്പല്, ജമ്മുല് താവി. ജമ്മു താവി എക്സ്പ്രസ് ഒക്കെ ഉണ്ട്. ജമ്മു താവി എക്സ്പ്രസ് ട്രെയിൻ കണ്ടവർക്ക് അറിയാം. പാട്നയില് ഗംഗ, നമ്മൾ പറഞ്ഞാണ്. പാട്നയിൽ വെച്ചാണ് ഗംഗ ആരെ മീറ്റ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞതാണ്, ഓർമ്മയുള്ളവർക്ക് അറിയാം. രാജമുദ്രയില് ഗോദാവരി, ശ്രീനഗറിലെ ജലം, സൂററ്റിൽ താപ്പി. ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുകൊണ്ട് കഴിഞ്ഞില്ല കേട്ടോ. വാരണാസി വീണ്ടും ഗാഞ്ചസ് നമുക്ക് അറിയാവുന്നതാണ്. വിജയവാഡയിലെ കൃഷ്ണ, വഡോദര വിശ്വമിത്രി, മധുരയിലെ യമുന, മിർജാപൂരിലെ ഗംഗ, ബാംഗ്ലൂരില് വൃഷഭവതി, ഫറൂഖാബാദില് ഗാഞ്ചസ്, കനൗജില് ഗാഞ്ചസ്, മാംഗ്ലൂരിൽ നേത്രാവതി എക്സ്പ്രസ് മംഗലാപുരത്തുള്ള ഒരു നദിയാണ്. നേത്രാവതി എക്സ്പ്രസ് ട്രെയിനെ കണ്ടിട്ടില്ലേ? ഗുരുപുര, പിന്നെ ചമ്പൽ, ഗ്വാളിയാർ ചമ്പലാണ്. റാപ്തി ഗോരഖ്പൂർ, ലക്നൌവിൽ ഗോമതി നദി, നോയൽ എന്ന് പറയുന്ന നദിയാണ് കോയമ്പത്തൂർ, തിരുനെൽവേലിയിൽ താമരഭരണി നദി, നാസിക് ഗോദാവരി, കോലാപൂർ പഞ്ചഗംഗ, നെല്ലൂർ പെണ്ണാറ്, ഉജ്ജയിൻ ക്ഷിപ്ര, അമരാവതിയിൽ കൃഷ്ണ. ഓക്കെ, ഇത്രയും ആൾക്കാരെ അറിഞ്ഞു വെച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നും ചെയ്യാനില്ല, ഇത് പഠിച്ചാലേ പറ്റുള്ളൂ. ജമ്മു താവി. അടുത്തത് ഹൈദരാബാദില് മൂസി. നമുക്ക് ഞാൻ ചെയ്യാൻ പറ്റുന്ന എന്താ? മഹാനദി നമുക്കറിയാം താഴെയുള്ള നദിയാണ്. റാപ്തി നമുക്കറിയാം താഴെയുള്ള നദിയാണ്. തുംഗഭദ്ര അറിയാം താഴെയുള്ള നദിയാണ്. ഇപ്പൊ ഇത് അറിഞ്ഞിരിക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് എലിമിനേറ്റും ചെയ്യാം. എങ്ങനെ? മഹാനദി നമുക്കറിയാം പെനിൻസുലാർ ആണ്. ജമ്മുവിലൂടെ ഒഴുകണമെങ്കിൽ അത് ഹിമാലയൻ റിവർ ആയിരിക്കണം, അല്ലേ? ഇത് ഹിമാലയൻ റിവർ ആണോ? അല്ല. റാപ്തി ഹിമാലയൻ റിവർ ആണോ? അല്ല. തുംഗഭദ്ര ഹിമാലയൻ റിവർ ആണോ? അല്ല. താവി ആയിരിക്കും മോസ്റ്റ് ഒബ്വിയസ്ലി. അടുത്ത് നോക്കുകയാണെങ്കിലോ ഹൈദരാബാദിലൂടെ ഒഴുകുന്നത് നർമ്മദ നമുക്കറിയാം, കുറച്ചുകൂടെ മുകളിലൂടെ ഒഴുകുന്നത്. ഹൈദരാബാദ് എവിടെ? ആന്ധ്രയിലാണ്. സ്റ്റേറ്റ് അറിയെങ്കിൽ അറിയാം, കുറച്ചുകൂടെ മുകളിലൂടെ ഒഴുകുന്നതാണ്, അത് പോയി. ചമ്പൽ അതിനും മുകളിൽ ഒഴുകുന്നതാണ്, ഓക്കെ, അതും പോയി. ഗംഗ അതിൻ്റെ മുകളിലാണ്. ഗംഗ കഴിഞ്ഞ് ചമ്പൽ കഴിഞ്ഞിട്ടാണ് ആര്? നർമ്മദ. അതും കഴിഞ്ഞാലാണ് മൂസി.
ഓക്കെ, സോ ഏറ്റവും താഴെയുള്ളതാണ് ഹൈദരാബാദ്. ഹൈദരാബാദ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. അങ്ങനെ ആവുമ്പോൾ മൂസി ആയിരിക്കും ആൻസർ. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് എത്താം. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് നാസിക്. നാസിക് ഇതിൽ ഏതാണ്? കാവേരി നിങ്ങൾക്കറിയാം താഴെയുള്ള നദിയാണ്. കാവേരി സൗത്ത് ഇന്ത്യ, നാസിക് നോർത്ത് ഇന്ത്യയിലാണ്, കാവേരി ഒരു സൗത്ത് ഇന്ത്യയിലാണ്, അത് പോയി. പിന്നെ ജലം, ജലം എവിടെയാണ്? JNKയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്, അതും നാസിക് പറ്റൂല. JNK, അപ്പോൾ ഗോദാവരിയും പോയി, ഇതും പോയി. താപ്പി നിങ്ങൾക്കറിയാം രണ്ട് മലയുടെ ഇടയിലൂടെയാണ്, വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും സത്മലയുടെയും ഇടയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. അത് ഏതാണ്ട് മിഡിലായിട്ടാണ് ഉള്ളത്, അപ്പോൾ അതും ആവില്ല. സോ ഗോദാവരിയാണ്. ഈ ഗോദാവരി ആവാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. ഗോദാവരിനെ പറ്റി പഠിച്ചവർക്കറിയാം, ഗോദാവരി ഉണ്ടാകുന്നത് നാസിക്കിന്റെ അടുത്തുള്ള ത്രിംബകേശ്വർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് പഠിച്ചവർക്ക് ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. നാസിക് ശരിക്കും സിറ്റിയുടെ അവിടെയാണ് ഇത് ഒറിജിൻ തന്നെ ചെയ്യുന്നത്. ഗോദാവരി ഉണ്ടാവുന്നത് തന്നെ അവിടെയാണ്. സോ റിവർ ഗോദാവരിനെ പറ്റി പഠിച്ചവർക്ക് ഒറ്റ നോട്ടത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. നാസിക് ഗോദാവരി കാണാതിരിക്കാം, കാരണം ഒറിജിൻ അതാണ്. ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഗോദാവരിയുടെ പോയിന്റ്സ് എഴുതി വയ്ക്കുമ്പോൾ ആദ്യം വരുന്നതാണ് എന്ത്? നാസിക്. അങ്ങനെ ആൻസർ ചെയ്യാം, അല്ലാതെ എലിമിനേറ്റ് ചെയ്തിട്ടും ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആഗ്ര. ആഗ്രയിലൂടെ കടന്നു പോകുന്ന ഏതാണ്? ജലവും സത്ലജും നിങ്ങൾക്ക് അറിയാം JNKയിലാണ്. ജമ്മു കാശ്മീരിലുള്ളതിലൂടെ എങ്ങനെയാണ് ആഗ്ര? ആഗ്ര എവിടെയാണ്? ആഗ്ര കുറച്ചൊരു താഴെയല്ലേ? ആഗ്ര കുറച്ചൊരു താഴെയല്ലേ? നമ്മുടെ ഡൽഹിയുടെ തൊട്ട് മുകളിലാണ് ആഗ്ര വരുന്നത്. ഓക്കെ, സോ ആഗ്ര അല്ല. സോ ആഗ്രയിലൂടെ ജലവും സത്ലജും ഒഴുകില്ല. പിന്നെ ഉള്ളത് സരസ്വതി. സരസ്വതി ഒരു മിസ്റ്റിക് റിവറാണ് അല്ലേ? പിന്നെ നമുക്ക് അവിടെ ആകെയുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് യമുനയാണ്. നിങ്ങൾക്കറിയാം എന്ത്? താജ്മഹലിന്റെ സൈഡിലൂടെ ഒഴുകുന്നത് യമുന നദിയാണ്, ന്യൂഡൽഹിയിലൂടെ ഒഴുകുന്നത് യമുന നദിയാണ്. അങ്ങനെയാണെങ്കിൽ താജ്മഹൽ ഉള്ളത് ആഗ്രയിലാണെങ്കിൽ ആഗ്രയിലുള്ള നദി യമുന ആയിരിക്കും. അങ്ങനെ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് തന്നെ ആൻസർ എഴുതാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ് ആൻസർ ചെയ്യാൻ പറ്റും. മറ്റേ നോളജ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്, നോളജ് ഇല്ലെങ്കിൽ ഇങ്ങനെയും ക്രാക്ക് ചെയ്യാം. അടുത്തത് കാൺപൂർ. കാൺപൂർ എവിടെയാണ്? യമുന, ഹൂഗ്ലി, ഗംഗ, സബർമതി. ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഗംഗയുടെ സിറ്റീസ് എന്തായാലും പഠിച്ചു വയ്ക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഹരിദ്വാർ ഉണ്ട്, കനൗജ് ഉണ്ട്, കാൺപൂർ ഉണ്ട്, പാട്ന ഉണ്ട്, ഹൂഗ്ലി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഗംഗയുടെ മിനിമം നിങ്ങൾ ഗംഗയുടെ പഠിച്ചു വയ്ക്കുക. മേജറായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സിറ്റീസ് എല്ലാം ഗംഗയുടെ ചോട്ടിലാണുള്ളത്. കാര്യം ആ സിറ്റി ആയി തന്നെ ഗംഗ ഉള്ളതുകൊണ്ടാണ്. സോ ആ UP, ബീഹാർ ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, ഹിമാചല്, UK ഉത്തരാഖണ്ഡ്, ഹിമാചല്, ഉത്തരാഖണ്ഡ്, UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, അവിടെയുള്ള മേജർ സിറ്റീസ് എല്ലാം ഗംഗയുടെ ചോട്ടിലാണ്. എന്നാലും അതൊന്ന് ഗംഗയെങ്കിലും നോക്കി വയ്ക്കാം. നമ്മൾ ഗംഗയുടെ നോട്ട് പറഞ്ഞതാണ് ഇതെല്ലാം. ഓക്കെ, ഇനി കട്ടക്കിലൂടെ ഒഴുകുന്നത് മഹാനദിയാണ്, അതും പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, ശരി. പിന്നെ ഓർത്ത് വയ്ക്കാം, കട്ടക്ക് ഒഡീഷയിലായതുകൊണ്ട് ഒഡീഷയിലൂടെ ഒഴുകുന്ന നദി മഹാനദി ആയതുകൊണ്ട് അങ്ങനെയും ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇത് പഠിക്കുമ്പോൾ റിവറും സിറ്റിയും ഒരുമിച്ച് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. കാര്യം സിറ്റി സ്റ്റാറ്റിക് ജിക്കയിലും റിവർ നിങ്ങൾ പോയിട്ട് ഡ്രെയിനേജ് സിസ്റ്റം ജോഗ്രഫിയിലാണ് പഠിക്കുന്നതിൽ ഇത് ഒരുമിച്ച് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് മിനിമം ആയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. സോ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും സോളാർ സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. തന്നെ സിറ്റീസ് ചോദ്യങ്ങളുണ്ട്, മാപ്പിക്കുന്ന ചോദ്യങ്ങളുണ്ട്, സ്റ്റേറ്റ്സിന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു പാറ്റേൺ വെച്ചിട്ടുള്ള എക്സാമിന് ഉണ്ടാവണം നിർബന്ധമില്ല. സ്റ്റിൽ ഈ ഒരു ഡെപ്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, മേജർ ആയിട്ടുള്ള ടെക്നിക്കൽ പരീക്ഷ, അപ്പൊ JEE പോലെ ടെക്നീഷ്യൻ പോലെ ടെക്നിക്കൽ പരീക്ഷയ്ക്ക് ജനറൽ അവയർനെസ്സിൽ ഒരുപാട് ഡെപ്തിൽ പോകാനുള്ള സാധ്യതയില്ല. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാക്സിമം സെറ്റ് ആക്കിയിട്ട് പോവാം. ഇപ്പൊ ജോഗ്രഫിയുടെ JEEലുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ അതിന്റെ പാറ്റേൺ അനുസരിച്ച് മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മിനറൽസിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കുറവാണ്. വെറുതെ അത് പഠിച്ച് സമയം കളയാതെ മെയിൻ ആയിട്ടുള്ള ഏരിയ സോളാർ സിസ്റ്റത്തിൽ ഒരുപാട് ചോദ്യമുണ്ട്. ഓക്കെ, അതിനകത്ത് തന്നെ മൂണിൽ നിന്ന് ചോദ്യമുണ്ട്, സണ്ണിൽ നിന്ന് ചോദ്യമുണ്ട്, പ്ലാനറ്റ്സിൽ നിന്ന് ചോദ്യമുണ്ട്. ഒക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് NCERT വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിന് താഴോട്ട് വരുമ്പോൾ വീണ്ടും എർത്തിന്റെ ക്രസ്റ്റിൽ എന്തൊക്കെയാണുള്ളത്, എർത്തിന്റെ മേജർ ആയിട്ടുള്ള ഇന്റീരിയർ ഡിവിഷൻസ് എന്താ, മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ അതിൽ താഴോട്ട് വരുമ്പോൾ മൗണ്ടെയിൻസ്, ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് എവിടെയാണ്, അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഉള്ളത്, ഏതൊക്കെ പീക്കുകളാണ് ഉള്ളത്. അതിന് തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ റിവറിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു റിവറിന്റെ ഒറിജിൻ എവിടെ, മേജർ സിറ്റികൾ ഏതെല്ലാമാണ് പോകുന്നത്, അതിൻ്റെ ഇതിലുള്ള മേജർ ആയിട്ടുള്ള ഡാമുകൾ ഏതെല്ലാം, മേജർ ആയിട്ടുള്ള വാട്ടർഫോൾസ് ഏതെല്ലാം, അങ്ങനെ ലൂസെന്റിലെല്ലാം ഉള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കുറേ ഡാറ്റ നമുക്ക് മാപ്പിംഗ് പഠിച്ചാൽ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാക്സിമം പഠിച്ചിട്ട് പോവാ. പിന്നെ ഒരു ക്വസ്റ്റ്യന്റെ പുറകെ ഒരുപാട് പോവാതെ എല്ലാ ക്വസ്റ്റ്യനും, ഇപ്പോൾ മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലും, റീസണിംഗിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലും, സയൻസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലും ഒരു മാർക്കല്ലേ കിട്ടാൻ പോകുന്നത്. സോ
പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് സ്പീഡിങ് നമ്മുടെ കയ്യിലുള്ള സ്പീഡ് കൂട്ടി മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ അവസാനം കുറെ ക്വസ്റ്റ്യൻസ് പോകും. അത് എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണോ അവസാനത്തെ 10 ക്വസ്റ്റ്യനെങ്കിലോ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് വേണ്ടി സമയം കളയാൻ പാടുണ്ടോ? ഇല്ല. സോ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് അറിയില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താ, കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട് എക്സാം പാടാണെങ്കിൽ. സോ നിങ്ങൾ അപ്പോഴും നിങ്ങളുടെ ഇന്റഗ്രിറ്റി കളയരുത്. നിങ്ങൾ പഠിക്കുക, കോൺഫിഡന്റ് ആയിട്ടൊന്ന് പഠിക്കുക. ആദ്യം മുതൽ അവസാനം വരെ ആൻസർ ചെയ്യണം. എന്ത് വന്നാലും ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടുള്ളതാണ്, പിന്നുള്ളത് എളുപ്പമുള്ളതാവാലോ. സോ ആദ്യമേ നിങ്ങൾ ഡൗൺ ആവാതെ എല്ലാ ക്വസ്റ്റ്യനും ഇരുന്ന് ഫുൾ ബോധ്യത്തോടു കൂടി മനസ്സിലാക്കുക. നമ്മൾ ആ കണ്ടില്ലേ, നോട്ട് ചില ക്വസ്റ്റ്യനിൽ വിച്ച് ഫോളോയിങ് ഇസ് നോട്ട് എ സെലസ്റ്റിയൽ ബോഡി. പിന്നെ 3-4 നദികൾ തന്നിട്ട് അതിൽ ഒരു നദീനെ പറ്റി അറിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ട്രിക്കുകളെല്ലാം ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. സോ അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുക. അതിനുവേണ്ടി എന്താ വേണ്ടത്, കോൺഫിഡന്റ് ആയിട്ടിരിക്കണം. ഈ ഫോക്കസ് വേണമെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് വേണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക, ടെസ്റ്റുകൾ മാക്സിമം ചെയ്യുക, ക്വസ്റ്റ്യൻസുമായിട്ടൊരു ഫെമിലാരിറ്റി വരുത്തുക. അവിടെ ചെല്ലുമ്പോഴെല്ലാം ആദ്യമായിട്ട് ക്വസ്റ്റ്യൻസ് കാണണ്ടേ. ഓക്കെ, നമ്മൾ ടെസ്റ്റ് സീരീസുകളെല്ലാം ചെയ്ത് ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അത് വേറൊരു ടെസ്റ്റ് മാത്രമാണെന്നുള്ള മൂഡിൽ വേണം ചെല്ലാൻ. ഞാൻ ഇത്ര നാളും ചെയ്തു വന്ന ടെസ്റ്റ് സീരീസ് അല്ലാത്ത ഒരു ടെസ്റ്റ് മാത്രമാണ് എന്ത്, നമ്മൾ ഈ പറയുന്ന എക്സാം. ആ ഒരു മൂഡിൽ വേണം എത്താൻ. അത് നമ്മൾ കുറേ മോക്ക് ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. സോ പാടുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ട് ഞെട്ടരുത്. നിങ്ങൾക്ക് ജോഗ്രഫിയിൽ പാടുള്ള ക്വസ്റ്റ്യൻ വന്നാൽ പൊളിറ്റിയിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വരും, സ്ട്രാറ്റജിക്കൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തായാലും CMന്റെ പേര്, ഏതെങ്കിലും ഒരു CMന്റെ പേരുണ്ടോ, ഏതെങ്കിലും ഒരു ഗവർണറിന്റെ പേരുണ്ടോ, ഏതെങ്കിലും ഒരു ബോഡിയുടെ ചെയർമാന്റെ പേരുണ്ടോ, ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള നൊട്ടുനോർക്ക് കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കാം. പിന്നെ 15 മാർക്കിനകത്ത് 5 മാർക്ക് എന്തായാലും കറണ്ട് അഫെയർ കൊണ്ടുപോകും. ഓക്കെ, പിന്നെയുള്ള 10 മാർക്കാണ് ഈ ജനറൽ അവയർനെസ് മൊത്തത്തിലുള്ളത്. ഇതിൽ 1-2 ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കോൺഫിഡൻസ് താഴെ പോരുത്. നമുക്ക് ജോഗ്രഫിയിലും നമുക്ക് സയൻസിലും നമുക്ക് മാത്സിലും സയൻസിലും റീസണിങ്ങിലും അത്യാവശ്യം മാർക്ക് അവിടെ കിടപ്പുണ്ട്. ഒരു 85 മാർക്കോളം അവിടെ കിടക്കുന്നുണ്ട്. മാക്സിമം റിവൈസ് ചെയ്തിട്ട് പോകും ആ ഏരിയനെ. അവിടെ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ജനറൽ അവയർനെസ് കുറച്ച് പാടായാൽ പേടിക്കേണ്ട കാര്യമില്ല, മറ്റിടത്ത് നിന്ന് മാർക്ക് ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, അതെല്ലാവരും എഴുതും. ഇത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് പൊതുവേ എഞ്ചിനീയേഴ്സിനും ഡിപ്ലോമക്കാരും ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത്രയും കയറില്ല ഇതിനകത്തേക്ക്. സോ ഇത് വലിയ കാര്യമായിട്ട് കട്ട് ഓഫിനെ ബാധിക്കാൻ സാധ്യതയില്ല. എന്നാലും ഇത് അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചാൽ ഒരു എഡ്ജ് തന്നെയാണ്, ഒരു സംശയമില്ല. നിങ്ങൾ ബാക്കിയുള്ളവരെക്കാളും ഔട്ട് പെർഫോം ചെയ്ത് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ കോൺഫിഡൻസ് കളയരുത് ജനറൽ അവയർനെസ് പാടായതുകൊണ്ട്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതുകൊണ്ടും നിങ്ങൾ ഡിപ്ലോമ ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ടും ജനറൽ അവയർനെസ് കൊണ്ട് മാത്രം നിങ്ങളുടെ കോൺഫിഡൻസ് താഴെ പോരുത്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, എളുപ്പമുള്ള ചോദ്യങ്ങളാണ് പൊതുവെ വരാറ്. ഇനി പാടുള്ള ചോദ്യം ആയാൽ പോലും കട്ട് ഓഫിന് അത് ബാധിക്കുമെന്ന് വിചാരിക്കുക. നിങ്ങൾ പേടിക്കാതിരിക്കുക, ഫുൾ ഫോക്കസോട് തന്നെ ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിച്ച് ക്വസ്റ്റ്യൻസിനകത്ത് തന്നെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ നോക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.